ഇന്നത്തെ സംസാരത്തിൽ പ്രധാനമായും കേന്ദ്രീകരിക്കുന്നത്. അത് എത്രത്തോളം ആ ഒരവസ്ഥ ക്ഷയിച്ചു പോയി എന്നുള്ളതും പിന്നീട് സയ്യിദ്നാ ശൈഖ് അഹ്മദ് തിജാനി റളിയല്ലാഹു അൻഹു തങ്ങളിലൂടെ എങ്ങനെയാണ് ഒരു പുനർജീവൻ ലഭിച്ചത് എന്നും സയ്യിദ്നാ ശൈഖ് അഹ്മദ് തിജാനി റളിയല്ലാഹു അൻഹു തങ്ങളിലൂടെ അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹം എത്രത്തോളം ഉള്ളതാണെന്നൊക്കെയാണ് നമ്മൾ ഇന്ന് വിശദീകരിക്കാൻ പോകുന്നത്. നമ്മുടെ നാട്ടിൽ എനിക്കറിയപ്പെട്ട ഒരു ആളുണ്ട്. അയാൾ നമുക്കറിയാം, അയാൾ ജിന്നിൻ്റെ ആളാണ്, അയാൾ സിഹിറാണ് അയാളെ പരിപാടി. പക്ഷേ ബാഹ്യമായിട്ട് അയാൾ ഇങ്ങനെ നല്ല മൊയിലാരായി നടക്കും. ബാഹ്യമായിട്ട് എല്ലാവർക്കും ഇങ്ങനെ സംഘടനക്കൊക്കെ പൈസ കൊടുക്കും, മദ്രസക്ക് പൈസ കൊടുക്കും, എല്ലാത്തിനും വലിയ ഉഷാറ പരിപാടി. പക്ഷേ ആന്തരിക ഉള്ളിൽ പരിപാടി ഇതാ സിഹിർ ചെയ്യലും ജിന്നിൻ്റെ സേവയൊക്കെയാണ്. അത് ഹക്കറിയുന്ന എല്ലാവർക്കും അറിയാം. പക്ഷേ ഈ സംഘടനക്ക് നല്ല പൈസ കൊടുക്കുന്നതുകൊണ്ട്, സമ്മേളനത്തിന് നല്ല പൈസ കൊടുക്കുന്നതുകൊണ്ട്, ബാഹ്യമായി ഈ സംഘടനത്തിനെ ഒന്നും എതിർക്കാത്തത് കൊണ്ടും, ഈ സംഘടനൻ്റെ നേതാക്കന്മാരുടെ പണ്ഡിതന്മാരെ സ്തുതി പാടുന്നതുകൊണ്ടും അവരെ അംഗീകരിക്കുന്നു മാത്രമല്ല, മൂപ്പരൊക്കെ മരിച്ചപ്പോൾ മൂപ്പര ഖബറിൻ്റെ മുകളിലതൊക്കെ കുബ്ബ ഇതിൽ പറഞ്ഞ അതേ സംഭവം അവരെ ഖബറിൻ്റെ മുകളിൽ പച്ചക്കുബ്ബ പൊങ്ങുന്നു, അവർ ഉറൂസ് മുബാറക്ക് നടത്തുന്നു, അവരെ കറാമത്തുകൾ കിതാബ് എഴുതപ്പെടുന്നു. നമ്മുടെ നാട്ടിലൊക്കെ എത്ര ആൾക്കാർ ഒരു പെണ്ണുങ്ങൾ പ്രയാസപ്പെടുന്ന പെണ്ണുങ്ങളൊക്കെ ഫസ്ഹ് ചോദിച്ചിട്ട് ഈ കാദിമാരെ സമീപിക്കും. എന്നിട്ട് ഏതെങ്കിലും ഒരു കാദി ഞാൻ ഇന്ന ആളെ ഏറ്റെടുക്കുന്നുണ്ട്, അവർക്ക് ഫസ്ഹ് കൊടുക്കണം എന്ന് പറഞ്ഞ് ഫസ്ഹ് കൊടുക്കാനൊക്കെ തയ്യാറാവുന്ന ഏതെങ്കിലും കാദി ഉണ്ടോ? ഏതെങ്കിലും ഒരു വിഷയത്തിൽ ആൾക്കാർ ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഇടപെടാനുണ്ടോ? അവരുടെ സേഫ് സോണിൽ മാത്രം കളിക്കും. അവർക്ക് അവരുടെ ഉത്തരവാദിത്തം നിർവഹിക്കാനൊന്നും പറ്റില്ല. എന്തെങ്കിലും പ്രശ്നം വന്നാലോ? ഈ ഒരു അവസ്ഥയെക്കുറിച്ചാണ് ബഹുമാനപ്പെട്ട ഇമാം സറൂഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞത്. ഹിജറ 9-ാം നൂറ്റാണ്ടിന് ശേഷം തർബിയത്ത് നിലച്ചുപോയി എന്ന് പറയാൻ തന്നെ കാരണം അതാണ്. അത് ഹിജറ 9-ാം നൂറ്റാണ്ടിന് ശേഷം മുറബ്ബിയായ ശേഖന്മാർ ലോകത്തില്ല എന്നല്ല അതിൻ്റെ അർത്ഥം അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിനിൽ ഫാത്തിഹി ലിമാ ഉലിഖ വൽ ഖാതിമി ലിമാ സബഖ നാസിൽ ഹഖ് ബിൽ ഹഖ് والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم يا همة الشيخ اهدري لنا بهذا المحضر ولتأتي بنظرة تأتي لنا بالظفر. അൽഹംദുലില്ലാ. നമ്മൾ കഴിഞ്ഞ ആഴ്ച ഇറാൽ അറായിസ് എന്നുള്ള കിതാബിൽ നിന്ന് എത്തിയത് എവിടെയാണെന്ന് വെച്ചാൽ, നമ്മൾ സഹാബാക്കളുടെ ആത്മീയമായ അവസ്ഥകളെക്കുറിച്ചായിരുന്നു വർണ്ണിച്ചത്. സഹാബാക്കൾക്ക് എന്തുകൊണ്ടാണ് അത്ര ഉന്നതമായ അവസ്ഥ ലഭിച്ചതെന്നും ആ ഉന്നതമായ അവസ്ഥയിൽ നിന്ന് താബീങ്ങൾ എങ്ങനെയാണ് അത് സ്വീകരിച്ചതെന്നും ആ താബീങ്ങളുടെ ആത്മീയമായ അവസ്ഥ എങ്ങനെയായിരുന്നു എന്നും താബീങ്ങൾ എങ്ങനെ അതിൽ നിന്ന് സ്വീകരിച്ചെന്നും അവരുടെ ആത്മീയമായ അവസ്ഥ എങ്ങനെയായിരുന്നു എന്നും അതിനുശേഷം ആളുകൾ എങ്ങനെയാണ് ദുനിയാവിലേക്ക് തിരിഞ്ഞത്, ആളുകളുടെ അവസ്ഥകൾ എങ്ങനെയാണ് മോശമായത് എന്നും അതിനുശേഷം ആ കാലഘട്ടത്തിലൊക്കെ ഉന്നതരായ മശായിഖന്മാർ അവരുടെ ദുനിയാവിലേക്ക് അവർ തിരിഞ്ഞതുകൊണ്ട് അവരെ അതിനെ ശുദ്ധീകരിക്കാൻ വേണ്ടി രണ്ടാമതൊരു രീതി സഹാബാക്കളും താബീങ്ങളൊന്നും കൊണ്ടിടക്കാത്തൊരു രീതിനെ കൊണ്ടുവരികയും അതുവഴി അവരുടെ ഉദ്ദേശം ആളുകളുടെ ഹൃദയം അല്ലാഹുവിലേക്ക് ആക്കുക എന്നുള്ളതാണെന്നൊക്കെ നമ്മൾ വിശദീകരിച്ചു. പക്ഷേ ആ ഒരു വഴി ആളുകൾ സ്വീകരിച്ചപ്പോൾ പലരും തിരിച്ച് യഥാർത്ഥമായ സഹാബാക്കളുടെയും താബീങ്ങളുടെയും ഒക്കെ വഴിയിലേക്ക് മടങ്ങി വരാൻ മടിക്കുകയും അവരതിലായി നിലകൊള്ളുകയും ദുനിയാവിലെ കുറേ താല്പര്യങ്ങൾക്കും വേണ്ടി ആത്മീയമായ വഴികളെ ഉപയോഗപ്പെടുത്തുകയും ചെയ്തതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. ഈ ഹിജറ 4-ാം നൂറ്റാണ്ട് മുതൽ അത് തുടർന്ന് അതിൻ്റെ അവസ്ഥകൾ വളരെ മോശമായി വന്നതും പിന്നീട് അതിൻ്റെ യഥാർത്ഥമായ സഹാബാക്കളുടെയും താബീങ്ങളുടെയും കാലത്തുള്ള ആളുകളുടെ അവസ്ഥയിൽ എത്തിച്ച ആൾക്കാർ കുറഞ്ഞതും അങ്ങനത്തെ ആളുകൾ കണ്ടെത്താൻ പറ്റാത്ത അവസ്ഥയൊക്കെ ആയിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇതുവരെ സംസാരിച്ചിരുന്നത്. അതിൻ്റെ തുടർഭാഗമാണ് ഇന്ന് പറയുന്നത്. ഇന്നത്തെ സംസാരത്തിൽ പ്രധാനമായും കേന്ദ്രീകരിക്കുന്നത് അത് എത്രത്തോളം ആ ഒരവസ്ഥ ക്ഷയിച്ചു പോയി എന്നുള്ളതും പിന്നീട്
സയ്യിദ്നാ ഷെയ്ഖ് അഹമ്മദ് തിജാനി റളിയല്ലാഹു അൻഹു തങ്ങളിലൂടെ എങ്ങനെയാണ് പിന്നെ ഒരു പുനർജീവൻ ലഭിച്ചത് എന്നും സയ്യിദ്നാ ഷെയ്ഖ് അഹമ്മദ് തിജാനി റളിയല്ലാഹു അൻഹു തങ്ങളിലൂടെ അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹം എത്രത്തോളം ഉള്ളതാണെന്നൊക്കെയാണ് ഇനി നമ്മൾ ഇന്ന് വിശദീകരിക്കാൻ പോകുന്നത്. ഫഅലം അതുകൊണ്ട് നിങ്ങളറിയണം, അന്നത്തുറുക്ക സലാസത്തുൻ ആത്മീയമായ വഴികൾ, അല്ലെ അള്ളാഹുലേക്കുള്ള വഴികൾ, അല്ല അള്ളാഹുവിൻ്റെ വഴികൾ, ആളുകൾ അവലംബിച്ച വഴികൾ 3 എണ്ണമാണ്. ത്വരീഖുൻ മുവജ്ജത്തുൻ ഇല ജിഹത്തുൽ യമീൻ. ഒന്നാമത്തത് ഒരു വളഞ്ഞ വഴിയാണ്, അത് വലതുപക്ഷത്തിൻ്റെ വഴിയാണ്. വഹിയ ത്വരീഖുൽ ജന്ന, അത് സ്വർഗത്തിലേക്കുള്ള വഴിയാണ്. രണ്ടാമത്തത് ത്വരീഖുൻ മുവജ്ജത്തുൻ അല ഷിമാൽ, അത് ഇടത്തോട്ടുള്ള വഴിയാണ്, ഹൃദയത്തിൻ്റെ ഇടത്തോട്ടുള്ള വഴി. അതെന്താ? വഹുവ തരീഖുന്നാർ, അത് നരകത്തിലേക്കുള്ള വഴിയാണ്. അപ്പോൾ വഴികൾ 3 എണ്ണമുണ്ട്. ഒന്ന് വലതുപക്ഷത്തിൻ്റെ വഴി, അത് സ്വർഗത്തിലേക്കുള്ള വഴിയാണ്, അതും വളഞ്ഞ വഴി തന്നെയാണ്. രണ്ടാമത്തെ ഇടതുപക്ഷത്തിൻ്റെ വഴി, അതും വളഞ്ഞ വഴിയാണ്, പക്ഷേ അത് നരകത്തിലേക്കുള്ള വഴിയാണ്. വാദബുൻ, അള്ളാഹിൻ്റെ കോപത്തിൻ്റെ വഴി. തത്തഹീർ എന്ന് പറഞ്ഞാൽ ശുദ്ധീകരിക്കുന്ന വഴി. അപ്പോൾ ആളുകൾ എന്തുകൊണ്ട് നരകത്തിൽ പോകുന്നു, മുഅ്മിനീങ്ങൾ എന്തുകൊണ്ട് നരകത്തിൽ പോകുന്നു ചോദിച്ചാൽ അവർ ശുദ്ധീകരിക്കപ്പെടാൻ വേണ്ടി നരകത്തിൽ പോകുന്നത്. അങ്ങനെ ആരിഫീങ്ങൾ പറഞ്ഞാൽ കാണാം, ഈമാനിൻ്റെ ആളുകൾ എന്തുകൊണ്ട് നരകത്തിൽ പ്രവേശിക്കുന്നു, അവർ ശുദ്ധീകരിക്കപ്പെടാൻ വേണ്ടിയാണ് നരകത്തിൽ പ്രവേശിക്കുന്നത്. അതുകൊണ്ടാണ് പിന്നീട് അവർ സ്വർഗത്തിലേക്ക് മാറ്റപ്പെടുന്നത്, അവരുടെ ശുദ്ധീകരണം കഴിഞ്ഞതിന് ശേഷം. അതുകൊണ്ട് നരകത്തിൻ്റെ വഴി എന്ന് പറഞ്ഞാൽ തഹീറിൻ്റെ ശുദ്ധീകരണത്തിൻ്റെ വഴിയാണ്. അപ്പോൾ തരീഖുൽ മുസ്തഖീം, പിന്നെ 3ാമത്തെ ഒരു വഴിയുണ്ട്, അത് മുസ്തഖീമായ ഇസ്തിഖാമായ നേരെയുള്ള വഴി, ഋജുവായ മാർഗം. അതെന്താ? ലാഹിറത്തുൻ വാദിഹത്തുൻ, അത് വ്യക്തമായൊരു വഴിയാണ്. വാദിഹത്തുൻ, അത് വിശാലമായ തെളിഞ്ഞൊരു വഴിയാണ്. മഞ്ജൂറത്തുൻ, അത് നല്ല കൊത്തുപണികളൊക്കെ ചെയ്ത നല്ല ഭംഗിയുള്ളൊരു വഴിയാണ്. മുംതദ്ദത്തുൻ, പിന്നെ അത് വ്യാപിച്ച് കിടക്കുന്ന വിശാലമായൊരു വഴിയാണ്. മിനൽ കൽബിലിൽ, എന്തിൽ നിന്ന്? മിനൽ കൽബി, ഒരു അടിമൻ്റെ ഹൃദയത്തിൽ നിന്ന് ഇലാ ഹദ്റത്ത് സയ്യിദി, അവൻ്റെ യജമാനൻ്റെ സാന്നിധ്യത്തേക്ക്. വഹിയ തരീഖുൻ തജ്രീദ്, അത് ആ വഴിൻ്റെ പ്രത്യേകത എന്താണ്? അത് തജ്രീദ്, എല്ലാം അല്ലാത്ത എല്ലാത്തിനെയും ഒഴിവാക്കുന്ന വഴിയാണ്. അല്ലദീ കാന അലൈഹി സഹാബ, അതായിരുന്നു സഹാബാക്കളുടെ വഴി റളിയല്ലാഹു അൻഹു. പിന്നെ അപ്പോൾ 3 വഴി ഉണ്ടെന്ന് പറഞ്ഞു. ഒന്ന് വലതുപക്ഷത്തിൻ്റെ വഴി, അത് സ്വർഗത്തിൻ്റെ വഴിയാണ്, അമലുകളുടെ വഴിയാണ്, പ്രതിഫലത്തിൻ്റെ വഴിയാണ്. പിന്നെ അങ്ങനത്തെ സ്വർഗവും പ്രതിഫലമൊക്കെ കാംക്ഷിച്ചുകൊണ്ട് ചെയ്യുന്നൊരു വഴി, അതും വളഞ്ഞൊരു വഴി, അത് യഥാർത്ഥ വഴിയല്ല. അതേപോലെ രണ്ടാമതൊരു വഴിയുണ്ട്, അതും വളഞ്ഞ വഴിയാണ്, അത് നരകത്തിൻ്റെ വഴിയാണ്, കോപത്തിൻ്റെ വഴിയാണ്, നമ്മളെ ശുദ്ധീകരിക്കുന്നതിൻ്റെ വഴിയാണ്. പിന്നെ അങ്ങനത്തെ ഒരു വഴി. 3ാമത്തെ ഒരു വഴി, അത് മുസ്തഖീമായ ഋജുവായ നേരെയുള്ളൊരു മാർഗം, അതാണ് ഏറ്റവും വിശാലമായ, ഏറ്റവും നേരെയുള്ള, പിന്നെ വളരെ സൗന്ദര്യവത്തായ ഒരു മാർഗം. ആ മാർഗത്തിൻ്റെ പ്രത്യേകത എന്താണ്? അത് ഒരു അടിമയുടെ ഹൃദയത്തിൽ നിന്ന് അവൻ്റെ യജമാനനിലേക്കുള്ള നേരിട്ടുള്ള വഴിയാണ്. അത് അള്ളാഹു അല്ലാത്ത എല്ലാം ഒഴിവാക്കിക്കൊണ്ടുള്ള വഴിയാണ്. അതാണ് യഥാർത്ഥത്തിൽ സഹാബാക്കളായ ഉന്നതരായ സഹാബാക്കളുടെ വഴി. ഫമാ അഅ്ദലഹ വ അഖ്വമഹ വമാ സഹലഹ വ അഹ്ലാഹ, എത്രത്തോളം നീതിയുക്തമായൊരു വഴിയാണത്, എത്രത്തോളം സമ്പൂർണ്ണമായ വഴിയാണത്, എത്രത്തോളം എളുപ്പമുള്ളതും സൗന്ദര്യവത്തായതുമായ വഴിയാണത്, എത്രത്തോളം ശുദ്ധീകരിക്കപ്പെട്ടൊരു വഴിയാണത്. അപ്പോൾ ആ വഴിയെക്കുറിച്ച് പറയണം, എത്ര സൗന്ദര്യമുള്ള വഴിയാണത്, എത്ര നേരായൊരു വഴിയാണത്, എത്ര എളുപ്പമുള്ള വഴിയാണത്, എത്ര പിന്നെ യോജിച്ചവും അനുയോജ്യവുമായ വഴിയാണത്. ശരിക്കും നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ ആ വഴി തന്നെയല്ലേ ഏറ്റവും നല്ല വഴി. മറ്റതൊന്നും നമുക്ക് ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന വഴിയല്ല. ഒരു അടിമ ഒരു പ്രവർത്തനം ചെയ്ത് അതിൻ്റെ പ്രതിഫലം കാംക്ഷിച്ചുകൊണ്ട് നടക്കുന്ന വഴി നമ്മൾ ബുദ്ധിക്ക് ചിന്തിച്ചാൽ ആക്സെപ്റ്റബിൾ അല്ല. നല്ലൊരു ബുദ്ധി ഉള്ളൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനവൻ്റെ യജമാനെ മാത്രമേ ആഗ്രഹിക്കുള്ളൂ, വേറൊന്നും ആഗ്രഹിക്കില്ല. അതാണ് യഥാർത്ഥത്തിലുള്ള വഴി. അതുപോലെ തന്നെ അതന്നെയല്ലേ ഏറ്റവും എളുപ്പമുണ്ടാവുക, അവൻ്റെ യജമാനിലേക്ക് മാത്രം തിരിയുക, മറ്റ് പ്രതിഫലങ്ങളിലേക്കും ശിക്ഷയിലേക്കൊന്നും പോവാതെ യജമാനിലേക്ക് മാത്രം തിരിയുന്ന വഴി, അതല്ലേ ഏറ്റവും എളുപ്പമുണ്ടാവുക.
അതല്ലേ ഏറ്റവും സൗന്ദര്യം ഉണ്ടാവുക. അപ്പോൾ അങ്ങനത്തെ ഒരു വഴി എത്ര സുന്ദരമായൊരു വഴിയാണ് അത്. മിൻകൊല്യ അത് വമാ അൻകമഹ അത് ശുദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. മിൻകൊല്യ ആയിരം വൈരിയത്തിൻ അള്ളാഹു അല്ലാത്ത എല്ലാത്തിൽ നിന്നും ശുദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ വൈരിയത്തിൻ ഐരിയത്ത് എന്ന് പറഞ്ഞാൽ അല്ലല്ലാത്ത ഒന്നുണ്ട് എന്നുള്ളൊരവസ്ഥയിൽ നിന്നും അത് ശുദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. വസ്തമറത്ത് തർബിയത്ത് ബി ത്വരീഖ് സാനിയ അങ്ങനെ ഈ രണ്ടാമത്തെ വഴിയിലുള്ള തർബിയത്ത്. ഇപ്പോൾ ഒന്നാമത്തെ വഴിയിലുള്ള തർബിയത്ത് എന്ന് പറയുന്നത് സഹാബാക്കളുടെ തർബിയത്താണെന്ന് നമ്മൾ വിശദീകരിച്ചു. ഇത് രണ്ടാമത്തെ വഴിയിലുള്ള തർബിയത്ത് തുടർന്നു പോയി. മിന്നൽ കർമിൽ റാബിയ ഹുദൂദിൽ ഹംസീന മിൽ കർമിൽ ആഷിർ അങ്ങനെ ഈ 4-ാം നൂറ്റാണ്ട് മുതൽ പിന്നെ 12-ാം നൂറ്റാണ്ട് വരെ പിന്നെ അതിങ്ങനെ കണ്ടിന്യൂസ് ആയിപ്പോയി. അതായത് സഹാബാക്കളുടെയും താബീങ്ങളുടെ വഴിയും അത് യഥാർത്ഥത്തിൽ ഒന്നാമത്തെ ത്വരീഖത്തിൻ്റെ വഴിയായിരുന്നു. ആ വഴിയിൽ നിന്ന് മാറി 4-ാം നൂറ്റാണ്ട് മുതൽ ആ വേറൊരു വഴി ഉടലെടുത്തു. ആ വഴിയെക്കുറിച്ചാണ് കഴിഞ്ഞ നമ്മുടെ സംസാരത്തിൽ നമ്മൾ വിശദീകരിച്ചത്. ആ വഴി അവിടുന്ന് തുടങ്ങി 12-ാം നൂറ്റാണ്ട് വരെ തുടർന്നുകൊണ്ടിരുന്നു. ഇൻതഖഅത്ത് ഇലദുൽ ഖുലൂബ് അങ്ങനെ ആ ഒരു ഘട്ടത്തിൽ ആളുകൾ അവരുടെ അള്ളാഹുവിൽ നിന്ന് മുറിഞ്ഞു പോകുന്നൊരവസ്ഥ ഉണ്ടായി. എന്തുകൊണ്ട്? ഇലദുൽ ഖുലൂബ് അവരുടെ ഹൃദയം കഠിനമായതുകൊണ്ട്. വഖില്ലത്തുൽ റിജാലിഹ ആ കാലഘട്ടത്തിൽ ആണുങ്ങളായ മുഖറബീങ്ങളായ ആളുകൾ കുറഞ്ഞു പോയതിൻ്റെ കാരണം കൊണ്ട്. വൻ കബ്ബത്ത് അന്നാസു അല ഷഹവാത്ത് അങ്ങനെ ഈ ഒരു കാരണം കൊണ്ട് ജനങ്ങൾ മുഖം കുത്തി വീഴുന്നൊരവസ്ഥ ഉണ്ടായി. അല ഷഹവാത്ത് അവരുടെ ദേഹേച്ഛകളുടെ മുകളിൽ. ലാഹിറത്ത് മിൻ അക്ലി വഷുർബി വ മഅശിയത്തിൻ അവരിൽ നിന്ന് പിന്നെ വെള്ളം തിന്നലും കുടിക്കലും തെറ്റുകൾ മൊയ്കലും ഷഹവത്തിൻ ഹഫിയത്തിന് അതുപോലെ തന്നെ ആന്തരികമായ ഇച്ഛകളിൽ മൊയ്കളും മാത്രമായി നമുക്ക് കാണാൻ തുടങ്ങി. മിൻ ഹുതൂത്തി എങ്ങനത്തെ ആന്തരികമായ ഷഹവത്തുകൾ ദേഹച്ചകൾ മിൻ ഹുതൂത്തി അവരുള്ളിൽ വരുന്ന അള്ളാഹു അല്ലാത്ത ഹുദൂത്തി അവരിൽ വരുന്ന അള്ളാഹു അല്ലാത്ത മറ്റ് ആഗ്രഹങ്ങൾ. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ആളുകൾ ബാഹ്യമായ ഷഹവാത്തുകളിലേക്ക് ബാഹ്യമായ ദേഹച്ചകളിലേക്ക് മാത്രമല്ല പോയത്, അവർ ആന്തരികമായ ഷഹവത്തിലേക്കും പോയി. അതെന്താണ്? അള്ളാഹു അല്ലാത്ത മറ്റ് ആഗ്രഹങ്ങളാണ്. ആ ആഗ്രഹങ്ങളിലേക്കൊക്കെ അവർ പോയി. അപ്പോൾ കസറൽ മുദ്ദഊൻ ആ കാലഘട്ടത്തിൽ ധാരാളം അവകാശവാദികൾ കടന്നു വന്നു. വലിയ എനിക്കിന്ന മക്കാമുണ്ട്, എനിക്കിന്ന ദർജുണ്ട് എന്നൊക്കെ പറഞ്ഞ് പിന്നെ അവകാശവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ആളുകൾ കടന്നു വരാൻ തുടങ്ങി. വലഹറത്ത് ദജ്ജാജിയിൽ അങ്ങനെ പിന്നെ അവിടെ ഒരുപാട് ദജ്ജാലുകൾ കടന്നു വന്നു. ദജ്ജാലാണല്ലോ ഏറ്റവും വലിയ അവകാശവാദം. ഒരു ദജ്ജാലിൻ്റെ അവസ്ഥ എന്താ? അദ്ദേഹം പിന്നെ ഞാനാണ് അള്ളാഹു എന്ന് വാദിക്കുന്നവനാണ്. എൻ്റെ അടുത്താണ് സ്വർഗം എന്ന് വാദിക്കുന്നവനാണ്. എൻ്റെ അടുത്താണ് എല്ലാ പദവികൾ എന്ന് വാദിക്കുന്നവനാണ്. അതുപോലത്തെ ചെറിയ ദജ്ജാലുകൾ ഓരോ കാലഘട്ടത്തിൽ കടന്നു വരും. എൻ്റെതാണല്ലോ ഏറ്റവും വലിയ അവസ്ഥ, എൻ്റെതാണ് ഏറ്റവും വലിയ മക്കാമ്, ഞാനാണ് ഏറ്റവും വലിയ ഷെയ്ഖ്, ഞാനാണ് ഏറ്റവും വലിയ ഔലിയ എന്നൊക്കെ പറഞ്ഞ് എനിക്കാണ് ഏറ്റവും വലിയ അത്ഭുതങ്ങളുള്ളതെന്നൊക്കെ പറഞ്ഞ് കള്ളന്മാരായ കുറേ ദജ്ജാലുകൾ കടന്നു വരും. വബുനിയത്ത് ബിനാഅത്തുൻ അജീബത്തുൻ ലിജാവിയ അങ്ങനത്തെ ആ ദജ്ജാലിങ്ങൾ എന്തു ചെയ്യും? വലിയ വലിയ കെട്ടിടങ്ങൾ നിർമ്മിക്കും. അതിൻ്റെ പേര് അവർ ജാവിയ എന്ന് പേരിടും. അപ്പോൾ യഥാർത്ഥത്തിലുള്ള ജാവിയൊക്കെ ഒരു പ്രശ്നം ഉണ്ടായിട്ടല്ല കേട്ടോ. പക്ഷേ ഈ ദജ്ജാലിങ്ങൾ അവരുടെ കപടവാദങ്ങൾക്ക് വേണ്ടി അവരുടെ അവകാശവാദങ്ങൾ ആത്മീയ അവകാശവാദങ്ങൾക്ക് വേണ്ടി അവർ ദാവിയകൾ ഉണ്ടാക്കും. അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണ് ദാവികൾ ഉണ്ടാക്കുന്നത്? ആളുകൾ കൊണ്ട് ദിക്ർ ലഭിക്കാനോ അള്ളാഹിനെ കുറിച്ച് ഓർമ്മപ്പെടുത്താനോ ഒന്നുമല്ല അവിടെ ദാവികൾ ഉണ്ടാക്കുന്നത്. എന്തിനാണ് ഉണ്ടാക്കുന്നത്? ഇൻതിനാസി പിന്നെ ഹദ് ദുന്യവിയായ കാര്യങ്ങൾ പിടിച്ചു വാങ്ങാൻ വേണ്ടി അവരുടെ നിന്ന് ആൾക്കാരെങ്കിലും എന്തെങ്കിലും പിടിച്ചു വാങ്ങണം. അതിന് വേണ്ടിയിട്ട് ഈ ദാവിയകൾ ഉണ്ടാക്കും. ബിഹ വയസ്താത്തൂന ബിഹ എന്നിട്ട് അതിൽ ആ ദാവിയൽ വെച്ച് ഈ ആൾക്കാർ ഈ കപടവാദികൾ യാചിക്കും, ആൾക്കാരുടെ അടുത്ത് നിന്ന് പൈസ യാചിക്കും. വസമ്മൂഹുൽ ജിയാറത്തുൽ അജിദാദ് എന്നിട്ട് അതിന് അവർ പേരിടും, ജിയാറ എന്ന് പേരിടും, ഉറൂസ് എന്നൊക്കെ പേരിടും, ഉറൂസ് എന്നൊക്കെ പേരിടും. എന്തിൻ്റെ പേരിൽ? അവരുടെ വല്യാപ്പന്മാരുടെ ഒക്കെ പിന്നെ പേരിൽ. അവരുടെ വല്യാപ്പന്മാർ ചിലപ്പോൾ നല്ല സ്വാലിഹ്യങ്ങളായ ആരെങ്കിലും ആയിരിക്കും.
അപ്പോൾ അവരുടെ പേരിൽ സിയാറുണ്ട്, അതുപോലെ തന്നെ പിന്നെ ഉറൂസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വലിയ പരിപാടികൾ സംഘടിപ്പിക്കും. എന്താണ് ആ പരിപാടികളുടെ ഉദ്ദേശം? കുറേ പൈസ വാങ്ങുക എന്നുള്ളതാണ്, കുറേ ദുനിയാവ് ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമേ അവർ ലക്ഷ്യം ഉണ്ടാവും. അള്ളാഹിലേക്ക് ആളുകളെ അടുപ്പിക്കുക എന്നുള്ള ഒരു ലക്ഷ്യമേ ആവില്ല. യുഖർരിബൂന മൻ അക്സറൽ അതായ മിൻ അഹ്ലിൽ വഫ്രി, അവരെന്ത് ചെയ്യും? ധാരാളം പണം നൽകുന്ന ആളുകളെ അടുപ്പിച്ച് നിർത്തും. പൈസ കുറേ നൽകുന്ന ആൾക്കാരുണ്ട്, അവരെ അടുപ്പിച്ച് നിർത്തും. യുനഹൂന മൻ കാന ഖലീലൽ മാൽ, കുറഞ്ഞ പൈസ ഉള്ളവരെ അവർ മാറ്റി നിർത്തുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനത്തെ ദാവി ഉണ്ടാക്കിയ ആൾക്കാർ പൈസ കുറേ തരുന്ന ആൾക്കാരെ ഒരു ഭയങ്കര അടുപ്പിച്ച് വെക്കും. പൈസ കുറച്ച് നൽകുന്ന ആൾക്കാരെ അവർ മാറ്റി നിർത്തുകയും ചെയ്യും. അവിൽ അത്തായ വയുസമ്മൂനഹു മസ്ഹൂത്തൻ, എന്നിട്ട് അവർ ഈ ആളുകളെ പൈസ കുറച്ച് തരുന്ന ആളുകൾക്ക് പേരിടും. അള്ളാൻ്റെ അല്ല മസ്ഹൂത്തൻ ലി അജിദാദിഹിം, അവരുടെ വല്യാപ്പന്മാരുടെ കോപം കിട്ടിയ ആൾക്കാർ എന്ന് വാദിക്കും. അതായത് അവർ വല്യാപ്പന്മാരുടെ പേരിൽ ഉറൂസ് സംഘടിപ്പിക്കും, വല്യാപ്പന്മാരുടെ പേരിൽ സിയാറകൾ സംഘടിപ്പിക്കും. അങ്ങനെ ആ ഒത്തുകൂടൽ ഉണ്ടാക്കുന്നത് എന്തിനാ? വല്യാപ്പന്മാരുടെ വഴി ഇതാണെന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടല്ല, ആ പേര് പറഞ്ഞിട്ട് കുറേ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആൾക്കാരങ്ങനെ ഒരുമിച്ച് കൂടുമ്പോൾ പിന്നെ അതിൽ ചില ആൾക്കാർക്ക് പൈസ അധികം ഉണ്ടാവില്ല, അപ്പോൾ പൈസ കൊടുക്കാൻ അവർക്ക് പറ്റൂല. അങ്ങനെ പൈസ കൊടുക്കാതിരിക്കുമ്പോൾ അവരെ പറ്റി പേര് പറയും. ഇവർ എൻ്റെ വല്യാപ്പന്മാരെ കോപം ലഭിച്ചവരാണ്. വന്നഹു ലാ മഹബ്ബത്ത ഫീഹി, അവർക്ക് ഈ ആളുകൾക്കൊന്നും എൻ്റെ വല്യാപ്പന്മാരോടൊന്നും വലിയൊരു സ്നേഹമൊന്നുമില്ല എന്ന് അവരെ പറ്റി പറയും. വൈൻകാന യബ്ഖി ഫീ മഹബ്ബത്തി അജിദാദിഹിം ദമനഹു കുല്ലുഹു, ഈ ആളുകൾ പൈസ കുറഞ്ഞ ആൾക്കാർ ഈ പറയുന്ന കപടവാദക്കാരുടെ യഥാർത്ഥ മഹാന്മാരായ വല്യാപ്പന്മാർക്ക് വേണ്ടി എല്ലാ സമയവും കരഞ്ഞവരാണെങ്കിൽ പോലും അവർക്കൊന്നും ഒരു സ്നേഹമില്ല എന്ന് ഈ ആൾക്കാർ വാദിക്കും. എന്തുകൊണ്ട്? അവർ ഈ ജാവിയൽക്ക് അധികം പൈസ ഒന്നും തന്നിട്ടില്ല, അതുകൊണ്ട്. അപ്പോൾ തരിദു അലൈഹി ഹദായ മിന ദുല്ലാമുൽ മുലൂക്ക്, അങ്ങനെ അവരിലേക്ക് വരും ളാലിമീങ്ങളായ അക്രമികളായ കുറേ രാജാക്കന്മാരും അവരുടെ ഹദിയകളും. അങ്ങനെ കുറേ രാജാക്കന്മാർ വരും അവരുടെ അടുത്തേക്ക്, ഈ ജാവിയകളിലേക്ക് രാജാക്കന്മാർ വരും. എന്നിട്ട് അവർ കുറേ ഹദിയകൾ കൊടുക്കും. യൻസി ഒലിൻ മസാക്കീൻ, പക്ഷേ അവർ ആ ഹദിയകൾ നൽകുന്നത് എങ്ങനെയാണ്? ഈ മിസ്കീന്മാരുടെ അടുത്ത് നിന്ന് പിടിച്ചു വാങ്ങിയിട്ടാണ്. അവർ സ്വന്തം പൈസ ഒന്നുമല്ല. നമ്മൾ പിന്നെ കുറേ പൈസക്കാർ നമ്മൾ കാണും, അവരുടെ അടുത്ത് ഒരുപാട് പൈസ ഉണ്ടാവും, പക്ഷേ ആ പൈസ ഒക്കെ അവരെ സ്വന്തം പൈസ ഒന്നുമല്ല, അവർ പാവങ്ങളുടെ അടുത്ത് പിടിച്ചു പറിച്ചതായിരിക്കും. അപ്പോൾ അങ്ങനെ പാവങ്ങളുടെ അടുത്ത് പിടിച്ചു പറിച്ച പൈസ ആയിരിക്കും. യോത്തീലഹും, എന്നിട്ട് ആ പൈസ അവർക്ക് കൊടുക്കും. ലിതക്കൂനു ബർക്കത്ത് അജിദാദിഹിം, എന്നിട്ട് അവരിത് നൽകുന്നത് ഇവരുടെ വല്യാപ്പന്മാരുടെ ബർക്കത്ത് കിട്ടാൻ വേണ്ടിയാണെന്ന് അവർ പറയും. ഫരിഹ ഇബ്ലീസ്, പക്ഷേ ഈ ഒരു പ്രവർത്തനം കൊണ്ട് ഈ വല്യാപ്പന്മാർക്കൊന്നും സന്തോഷം ഉണ്ടാവില്ല, അള്ളാഹുവിന് സന്തോഷം ഉണ്ടാവില്ല. ആർക്കാ സന്തോഷം ഉണ്ടാവുക? ഇബ്ലീസിനാണ് സന്തോഷം ഉണ്ടാവുക. ഫസഅർത്ത, അങ്ങനെ ഇബ്ലീസ് സന്തോഷിക്കും. ബിഹുസൂലി അർദിഹി, അവരുടെ ഈ ദുനിയാവിലേക്കുള്ള തേട്ടം, അവരുടെ ഈ ശൈത്താൻ്റെ ആവശ്യം നേടിയെടുത്തത് കൊണ്ട്. അതായത് ശൈത്താൻ ആവശ്യം എന്താണ്? ഇങ്ങനെ തന്നെയാണ്. അതായത് കുറേ മഹാന്മാരുടെ മക്കളൊക്കെ ദുനിയാവിന് വേണ്ടി മഹാന്മാരുടെ പേര് ഉപയോഗപ്പെടുത്തലും, അതുപോലെ അവിടേക്ക് ആളുകൾ പിന്നെ മിസ്കീന്മാരുടെ അടുത്ത് നിന്ന് പൈസ പിടിച്ചു പറിച്ച് അവിടെ കൊടുക്കലും, അവരെ ഈ മഹാന്മാരെ പേരക്കുട്ടികൾ പിന്നെ വലിയ മഹത്വം പറയുകയും, ഇതൊക്കെയാണ് ശൈത്താൻ്റെ ആഗ്രഹം. അങ്ങനെ ശൈത്താൻ സന്തോഷിക്കും. ഫിഹുസൂലി അർദിഹി, അദ്ദേഹത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെട്ടതുകൊണ്ട് ശൈത്താൻ സന്തോഷിക്കും. അല്ലദീ ഹുവ ഐൻ ഉൻതിഖാ അനില്ല, കാരണം അദ്ദേഹത്തിൻ്റെ താല്പര്യം എന്താണ്? അള്ളാഹുവിൽ നിന്ന് ആളുകൾ മുറിഞ്ഞു പോവുക, അത് ആ സത്തയിലാവുക എന്നുള്ളതാണ് ശൈത്താൻ്റെ താല്പര്യം. അതുണ്ടല്ലോ, അത് ഇതുകൊണ്ട് നടന്നല്ലോ, അതുകൊണ്ട് ശൈത്താൻ ഭയങ്കര സന്തോഷവും. അന്നൽ മുക്കല്ലഫു ബി, കാരണം ശൈത്താൻ ബലമേൽപ്പിക്കപ്പെട്ടത്, ശൈത്താൻ ഉത്തരവാദിത്തം എന്താണ്? അവരെ വഴിതെറ്റിക്കുക എന്നുള്ളതാണ്. വലൈസലഹു ഇല്ല തഖ്ലീദ്, അവൻ്റെ അടുത്തുള്ളത് ആകെ കൺഫ്യൂഷൻ ഉണ്ടാക്കൽ മാത്രമാണ്. ലിമൻ കാന കൽബുഹു, ഈ ഹൃദയമുള്ള ആളുകൾക്കൊക്കെ കൺഫ്യൂഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ് ശൈത്താൻ്റെ പണി. അലാ ഷഫ ഹലാഖിം ഫൈ ഉനിയഹു അലൈ, അങ്ങനെ ഈ ശൈത്താൻ അതുകൊണ്ട് അതിലൂടെ നല്ല ഹൃദയമുള്ള ആളുകളുടെ ഇടയിൽ പിന്നെ കൺഫ്യൂഷൻ ഉണ്ടാക്കുകയും അവിടെ പിന്നെ നാശം വിതക്കുകയും ചെയ്യും.
അങ്ങനെ നാശം വിതക്കുകയാണെങ്കിൽ ആ നാശം വിതക്കുന്ന ആളുകൾക്ക് അവർ സഹായം നൽകുകയും ചെയ്യും. ഇതൊക്കെയാണ് ശൈത്താൻ്റെ പണി. അപ്പം ഈ ഭാഗത്ത് പറഞ്ഞത് എന്താണ്? ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഹിജറ 4-ാമത്തെ നൂറ്റാണ്ട് മുതൽ 12-ാമത്തെ നൂറ്റാണ്ട് വരെ ഈ രണ്ടാമത്തെ മാർഗത്തിൻ്റെ ആൾക്കാർ കൂടി വരികയും അവർ അവരുടെ ശ്രദ്ധ അള്ളാഹുവിൽ നിന്ന് മാറി പൂർണ്ണമായും ദുനിയാവിലേക്കാവുകയും പിന്നെ അവരുടെ പിതാമഹന്മാരുടെ പേര് പറഞ്ഞ് ജാവ്യകൾ ഉണ്ടാക്കുകയും ആ ജാവ്യകളിലെ ഉറൂസുകളും സിയാറത്തുകളും സംഘടിപ്പിച്ച ആൾക്കാരുടെ അടുത്ത് പൈസ വാങ്ങാൻ വേണ്ടി മാത്രം പരിശ്രമിക്കുകയും അങ്ങനെ പൈസ നൽകുന്ന ആൾക്കാരെ അവർ ബഹുമാനിക്കുകയും പൈസ തരാത്തവരെ അവമതിക്കുകയും പിന്നെ രാജാക്കന്മാരവിടെ വന്ന് ഹദിയ നൽകിയാൽ അത് മിസ്കിന്മാരുടെ അടുത്ത് നിന്ന് പിടിച്ചു പറിച്ചിട്ടാണെങ്കിൽ പോലും അവരെയും ബഹുമാനിക്കുകയും പൈസ നൽകാത്ത ആൾക്കാരെ അവരെ വല്യാപ്പന്മാരെ ശത്രുക്കളായി പരിഗണിക്കുകയും ഒക്കെ ചെയ്യുന്നൊരവസ്ഥ. ഇത് ശരിക്കും ശൈത്താനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാകുന്ന ശൈത്താൻ്റെ ലക്ഷ്യമാണ്. ആ ലക്ഷ്യത്തിലേക്ക് ഈ ടീം സൂഫിയാക്കന്മാരെന്ന് പറയുന്ന ഒരു കൗമ് അധപ്പതിക്കുന്നൊരു ഒരു അവസ്ഥ ഉണ്ടായി. തക്കല്ലമത്ത് അയിമ്മത്തുൽ ഉലമാ, ആ ഒരു സമയത്ത് ഇമാമിങ്ങളായ ആ കാലഘട്ടത്തിലുള്ള ഇമാമിങ്ങളായ ഉലമാക്കൾ അവർ സംസാരിച്ചു. ഫി ഇത്ഫാ ഇനാരിൽ ഖതീഅത്തി, അതായത് അവിടെ അള്ളാഹുവിൽ നിന്ന് മുറിഞ്ഞു പോയതിൻ്റെ നരകത്തെ ശമിപ്പിക്കാൻ വേണ്ടി അതിനെ കെടുത്താൻ വേണ്ടി അവർ സംസാരിച്ചു. വതസദ്ദറു ഇത്ഫാഹി ഹറമാനാസ് അലൈഹി, അവർ ജനങ്ങളപ്പോൾ നിന്നുണ്ടായിരുന്ന അള്ളാഹുവിൽ നിന്ന് പിരിഞ്ഞ അവസ്ഥയുടെ ചൂട് തണുപ്പിക്കാൻ വേണ്ടി അവർ ഒരുപാട് പരിശ്രമിച്ചു. ഫആദത്തുഹും അഹ്ലു ജാവിയ, അപ്പോൾ പക്ഷേ ഈ ജാവിയൻ്റെ ആൾക്കാരുണ്ടല്ലോ, സൂഫിയാക്കന്മാരെന്ന് അവകാശപ്പെടുന്ന ഈ ജാവിയൻ്റെ ആൾക്കാർ അവർ ഈ ഒരു പ്രവർത്തനം കൊണ്ട്, ഉലമാക്കളുടെ ഈ ഒരു പ്രവർത്തനം കൊണ്ട് ഈ ജാവിയൻ്റെ ആളുകൾക്ക് അവരുടെ ശത്രുതയായി. വയഖറഊനൽ തദ്മീർ, ഈ ജാവിയൻ്റെ ആൾക്കാർ ഇവർക്കെതിരെ നാശത്തിൻ്റെ മന്ത്രങ്ങൾ ഉരുവിടാൻ തുടങ്ങി. ഇവരുടെ അടുത്ത് ഇങ്ങനത്തെ കുറേ സിഹിറിൻ്റെയും മാരണത്തിൻ്റെയും പണികളൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ മന്ത്രങ്ങളൊക്കെ ഉരുവിട്ട് ഈ പണ്ഡിതന്മാർക്കെതിരെ ഇങ്ങനെ മന്ത്രങ്ങൾ ഉരുവിടാൻ തുടങ്ങി. ഫൗനീഹുമു ഷൈത്താൻ ഹും അലൈ, അതോടൊപ്പം ഈ മന്ത്രങ്ങൾ ഉരുവിടുമ്പോൾ ഈ ആളുകളെ, ഈ ജാവിയൻ്റെ ആൾക്കാരെന്ന് പറയുന്ന സൂഫിയാക്കന്മാരെന്ന് അവകാശപ്പെടുന്ന ആളുകളെ ഷൈത്താൻ അവരുടെ ഈ പ്രവർത്തനത്തിൽ സഹായിക്കുകയും ചെയ്യും. ഫറബുമാ യൻഹസു ഷൈത്താൻ, അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്ത് ഷൈത്താൻ ഈ പണ്ഡിതന്മാരെ തൊട്ടാൽ പാദുലുലമ, ഈ പണ്ഡിതന്മാർ ചിലരെ തൊടും. അങ്ങനെ തൊടുമ്പോൾ ഫഹബ്ബലഹു, അങ്ങനെ ആ പണ്ഡിതൻ്റെ കാര്യങ്ങൾ താറുമാറാവുന്നൊരവസ്ഥ ഉണ്ടാവും. ലിഇത്ഫായി ഹിമ്മത്തി നാഹിലി ലില്ലാഹി ബില്ലാ, അങ്ങനെ ശൈത്താൻ ആ പ്രവർത്തനം നടത്തുന്ന എന്തിനാണ്? അള്ളാഹുവിന് വേണ്ടി, അള്ളാഹുലായി കൊണ്ട് എഴുന്നേറ്റ് നിൽക്കുന്ന പണ്ഡിതന്മാരുടെ ആ ഒരു ഹിമ്മത്തിനെ കെടുത്താൻ വേണ്ടിയിട്ടാണ്. ഫയുക്കാൽ, അപ്പോൾ ഈ മാരണക്കാർ, ഈ സൂഫികളെന്ന് അവകാശപ്പെടുന്ന ആൾക്കാർ കുറേ ചില മന്ത്രങ്ങൾ ഉരുവിടുകയും ആ മന്ത്രങ്ങളുടെ പേരിൽ ശൈത്താൻ ഈ പണ്ഡിതന്മാരെ തൊടുകയും ഈ ശൈത്താൻ ഈ പണ്ഡിതന്മാരെ തൊട്ടതുകൊണ്ട് അവർക്ക് ചെറിയ നാശങ്ങളൊക്കെ ഉണ്ടാവുകയും ആ നാശങ്ങൾ ഉണ്ടാവുമ്പോൾ ഫയുക്കാല് ഫുലാനു അഹ്ലക്ക സയ്യിദുൽ ഫുലാൻ, ഈ ആൾക്കാർ പറയും, അതാ ഇന്ന ശൈഖനെ പറഞ്ഞതുകൊണ്ട് കണ്ടില്ലേ ഇന്ന ആലിമിൻ്റെ അവസ്ഥ, ഇന്ന ശൈഖനെ പറ്റി കുറ്റം പറഞ്ഞുകൊണ്ട് കണ്ടില്ലേ ഈ ആലിമിൻ്റെ അവസ്ഥ എന്ന് അവർ പറഞ്ഞു നടക്കും. അപ്പോൾ തനാഖൽ ഹിക്കായത്തുൽ ആയിരി മിനൽ ഉലമ, അങ്ങനെ ഈ ഹിക്കായത്ത്, ഈ കഥ മറ്റു ഉലമാക്കളിലേക്കും പടർന്നു പോകും. വഹാഫ കുല്ലി വാഹിദിൻ അലാ ബദനിഹി, അങ്ങനെ എല്ലാ പണ്ഡിതന്മാരും പേടിക്കും. എന്തിൻ്റെ പേരിൽ? അവർ ബദനി, അവരുടെ ശരീരത്തിൻ്റെ പേരിൽ, വയൽമിഹി, അവരുടെ അറിവിൻ്റെ പേരിൽ, വമാലിഹി, അവരുടെ സ്വത്തിൻ്റെ പേരിൽ, വവലദിഹി, അവരുടെ സമ്പത്തിൻ്റെ പേരിൽ, അവരുടെ മക്കളെ പേരിൽ. അങ്ങനെ ഈ ഒരു പണ്ഡിതൻ ഇങ്ങനെ സംഭവിച്ചു എന്ന് ആൾക്കാർ പ്രചരിപ്പിക്കാൻ തുടങ്ങും. കണ്ടില്ലേ ഇന്ന സൂഫീനെ പറ്റി പറഞ്ഞതിൻ്റെ പേരിലാണ് ഇയാൾക്ക് ഇങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടായത് എന്ന ആളുകൾ ഇങ്ങനെ പറയുമ്പോൾ ഈ മറ്റു പണ്ഡിതന്മാർക്കും പേടിയാവും. അവരുടെ ശരീരമോർത്ത്, അവരുടെ അറിവ് നഷ്ടപ്പെടുമെന്ന് ഓർത്ത്, അവരുടെ സമ്പത്ത് നഷ്ടപ്പെടുമെന്ന് ഓർത്ത്, അവരുടെ മക്കൾ നഷ്ടപ്പെടുമെന്നൊക്കെ ഓർത്ത് അവരും പേടിക്കും. അപ്പോൾ അത് അനൂലഹും കുല്ലൽ ഇത് ആൻ, അങ്ങനെ അവരെന്ത് ചെയ്യും? ഈ കപടവാദികളായ സൂഫികൾക്കും മുമ്പിൽ കീഴ്പ്പെട്ടു കൊടുക്കും. ഫഹസൽ മുറാദുൽ ലഈൻ, അങ്ങനെ ലഈനായ ശപിക്കപ്പെട്ട ശൈത്താൻ അവൻ്റെ ലക്ഷ്യം നേടിയെടുക്കും. ഫനസലത്ത് ഫിത്നത്തുൻ അലാ കുല്ലിൽ ഉലമാ ലിസുകൂത്തിഹിം, അങ്ങനെ ഈ ഒരു അവസ്ഥ വന്നപ്പോൾ ഒരുപാട് ആലിമീങ്ങൾ ഇങ്ങനെ ഇവരെ മൗനം പാലിച്ചല്ലോ. ഈ മൗനം പാലിച്ചതിൻ്റെ പേരിൽ അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്ന് ഫിത്ന ഉണ്ടാവും. എന്തിനാ ഫിത്ന ഉണ്ടാകുക? അലാ ഉലമാ ഒലി സുക്കൂത്തിയും, അവർ മൗനം പാലിച്ചു. ഈ ഒരു കാരണത്തിൻ്റെ പേരിൽ ഏതോ ഒരു ആലിമിന് എന്തോ സിഹർ ചെയ്തതിൻ്റെ പേരിൽ എന്തോ പ്രശ്നം ഉണ്ടായി.
ആ പ്രശ്നം ഉണ്ടായപ്പോൾ എനിക്കും അത് വന്നു പോകുമോ എന്ന് പേടിച്ചിട്ട് എല്ലാ പണ്ഡിതന്മാരും സത്യം പറയാതിരുന്നു. അവരൊക്കെ ഈ കാപട്യത്തിന് മുൻപിൽ ഈ ഒരു മോശപ്രവർത്തനത്തിൻ്റെ മുമ്പിൽ മൗനം പാലിച്ചു. അപ്പോൾ ആ കാരണം കൊണ്ട് ഉലമാക്കൾ മൗനം പാലിച്ചത് കൊണ്ട് അവരിലേക്ക് ഫിത്ന വരാൻ തുടങ്ങി. ഹൈസു ലം യഅലമു അന്നഹു ലം യകുനില്ല ശരീഅത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം അവർക്ക് അറിയേണ്ടതായിരുന്നല്ലോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ശരീഅത്ത് മാത്രമല്ലേ നടക്കുന്നുള്ളൂ എന്ന് അവർ അറിയേണ്ടതായിരുന്നല്ലോ. എന്തുകൊണ്ട് അവർ മൗനം പാലിച്ചു? അവരിൽ ആരെങ്കിലും ഒരാൾക്ക് എന്തെങ്കിലും സംഭവിച്ചു എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ, അതായത് ഉലമാക്കളിൽ ഏതോ ഒരാൾക്ക് എന്തോ ഒരു പ്രയാസം വന്നു, ആരോ സിഹിർ ചെയ്തിട്ട് എന്തോ ഒരു പ്രയാസം വന്നു എന്നതിൻ്റെ പേരിൽ അവരെന്തിനാണ് മുണ്ടാതിരിക്കുന്നത്? അവരെന്തിനാണ് സത്യം മൂടി വെക്കുന്നത്? അവർക്കറിയില്ലേ റസൂലുള്ളാഹിയുടെ ശരീഅത്ത് എന്താണ് പഠിപ്പിച്ചതെന്ന്? അതാണ് ഈ ഹദീസ് പറയുന്നത്. ലവിജിത്തമ അൽ ഖലായിഖു കുല്ലഹും, ഈ മുഴുവൻ സൃഷ്ടികളും ഒരുമിച്ച് കൂടിയാലും അല അൻ യദുറൂക ബിശൈഇൻ, ആരെങ്കിലും ഒരാളെ ഉപദ്രവിക്കാൻ ഈ സൃഷ്ടികൾ മുഴുവൻ ഒരുമിച്ച് കൂടിയാലും ലം യരിദില്ലാഹു അൻ യദുറക് ബിഹി വമാ ഖദറു, അള്ളാഹു ഉദ്ദേശിച്ചാലല്ലാതെ ആർക്കും ഒരു ഉപദ്രവം ഏൽക്കൂലാന്ന് ഈ ഒരു കാര്യം വിശ്വാസങ്ങൾ പഠിപ്പിച്ചല്ലേ. ഇത് ഇവർക്കറിയില്ലേ? ഏതോ ഒരാൾക്ക് സിഹിർ ബാധിച്ചത് കൊണ്ട് എല്ലാവരും പേടിച്ച് ഹക്ക് പറയാതിരിക്കുകയാണെങ്കിൽ അവർ ഈ പരിശുദ്ധമായ ശരീഅത്ത് വിശ്വാസങ്ങൾ പഠിപ്പിച്ച കാര്യത്തിന് മറന്നുപോയോ? കാരണം ഈ പ്രപഞ്ചത്തിൽ എല്ലാവരും ഒരുമിച്ച് കൂടിയാലും അള്ളാഹു ഉദ്ദേശിക്കാത്ത ഒരു ഷർറ് ഒരാളിലേക്ക് ഏൽക്കുമോ? എന്തിനാണ് സത്യം പറയാതിരിക്കുന്നത്? അപ്പോൾ സഖത ജിഹാദുൽ ഉലമ, അങ്ങനെ ഈ ഒരു പ്രവർത്തനം കൊണ്ട് ഈ ഉലമാക്കൾ മുണ്ടാതിരുന്നത് കൊണ്ട് ഉലമാക്കളുടെ ജിഹാദ് നഷ്ടപ്പെട്ടു. അല്ലദീ ഹുവൽ അംറു ബിൽ മഅറൂഫ്, എന്താണ് ഉലമാക്കളുടെ ജിഹാദ്? ഉലമാക്കൾ എന്തിൻ്റെ പേരിലാണ് ജിഹാദ് ചെയ്യേണ്ടത്? അംറു ബിൽ മഅറൂഫ്, അവർ സത്യം കൊണ്ട് അള്ളാഹു കൽപ്പിച്ചതുകൊണ്ട് നന്മ കൊണ്ട് കൽപ്പിക്കുകയാണ് വേണ്ടത്. വനഹി അനിൽ മുൻകർ, അവർ തിന്മ കൊണ്ട് വിരോധിക്കുകയാണ് വേണ്ടത്. ഇതാണ് ഉലമാക്കളുടെ ദൗത്യം. ആ ദൗത്യം അവർ ചെയ്യാതെ പോകും. വനുസി അമിനുഹും സബബൽ ഖൈറ, അങ്ങനെ അവരിൽ നിന്ന് എല്ലാ ഖൈറുകളും പറിച്ചെടുക്കപ്പെടും. ഫതസാഹല അൽ ഖുദാത്ത് വൽ ഉമറാ ഫി തൻഫീദ് അൽ അഹ്കാം, അങ്ങനെ ഈ ഖാദിയാക്കന്മാരും ഉമറാക്കളും ഒക്കെ അവരുടെ കർത്തവ്യം നിർവഹിക്കുന്നതിന് അലംഭാവം കാണിക്കും. അവർ കർത്തവ്യങ്ങളൊന്നും ചെയ്യൂല. ലഹ്കാമു ശരീഅത്തി, എങ്ങനത്തെ കർത്തവ്യങ്ങൾ? ശരീഅത്തിൻ്റെ അഹ്കാമുകൾ നിർവഹിക്കേണ്ട കർത്തവ്യങ്ങൾ അവർ ചെയ്യൂല. ഫഅമ്മൽ ഹലാഖ്, അങ്ങനെ ഈ അവസ്ഥ, ഈ ഹലാഖ്, ഈ നാശം എല്ലായിടത്തും പടരും. വസാറത്തു സഹറത്തു തുനബ്ബൗ അലൈഹിമുൽ ഖിബാ, എന്നാൽ സാഹിര്യങ്ങളായ ആളുകളുണ്ടല്ലോ, നേരത്തെ പറഞ്ഞ ഈ ആൾക്കാർ, ഈ സൂഫിയാക്കന്മാരെന്ന് പറയുന്ന കപടന്മാരായ സാഹിര്യങ്ങളായ ആളുകൾ, അവരുടെ കബറിടങ്ങൾക്ക് മുകളിൽ കുബ്ബകൾ പൊങ്ങാൻ തുടങ്ങും. വയുൻസാ ഖുബൂറുൽ ആരിഫീന മജാലിസുഹും, എന്നാൽ ആരിഫീങ്ങളായ ആളുകളുടെ ഖബറുകൾ ആളുകൾ മറന്നുപോകും. മജാലിസും, അവരുടെ മജ്ലിസുകളും മറന്നുപോകും. വസ്തമറന്നാസു അലൈ, അങ്ങനെ ആളുകൾ ഈ ഒരു അവസ്ഥയിലായി തുടർന്നുകൊണ്ടിരുന്നു. ഫസാറ കുല്ലു ആലിമിൻ യസ്തോ ബിൽ ഹഖ് ആരെങ്കിലും ആ ഒരു കാലഘട്ടത്തിൽ ആരെങ്കിലും ഒരു ആലിമ് സത്യം പറയാൻ പുറപ്പെട്ടാൽ യുക്കാലു അദ്ദേഹത്തെക്കുറിച്ച് പറയപ്പെടും, ഇന്നഹു യുബൈദുൽ ഔലിയ, അദ്ദേഹം ഔലിയാക്കന്മാർ ദേഷ്യം കോപം പറ്റിയ ആളാണ് എന്ന് ആളുകൾ പറയും. വയഖ്തഊന മജാലിസഹു ലിഅന്നഹു യതകല്ലമ ബിൽ ഹഖ്, അങ്ങനെ അവർ സത്യം പറഞ്ഞതിൻ്റെ പേരിൽ അവരുടെ മജ്ലിസുകൾ കാലിയാക്കപ്പെടും. അവരുടെ മജ്ലിസിൽ നിന്ന് ആളുകൾ മുറിഞ്ഞു പോകും. ഇതൊക്കെ ഉണ്ടാവും. നമ്മൾ ഈ ഒരു കാലഘട്ടത്തിലൊക്കെ ഇതൊക്കെ വ്യക്തമായി നമ്മൾ കാണുന്നതാണ്. ആളുകൾ പണ്ഡിതന്മാർ മൗനം പാലിക്കുക. പണ്ഡിതന്മാരെങ്ങനെ മൗനം പാലിക്കുക? സത്യം ആളുകൾക്ക് പറഞ്ഞു കൊടുക്കൂല. സത്യം ആളുകൾക്ക് അറിയാം, പറഞ്ഞു കൊടുക്കൂല. എന്നാലോ കളവാണെന്ന് ബോധ്യപ്പെട്ട കാര്യങ്ങളോ അതും പറഞ്ഞു കൊടുക്കൂല. ഇപ്പോൾ നമ്മളൊക്കെ ആലോചിച്ചൊക്കെ, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പണ്ഡിതന്മാരുടെ അവസ്ഥ, എല്ലാവരും പറ്റിയല്ല പറയുന്നത് കേട്ടോ, എന്നാൽ പൊതുവിൽ പണ്ഡിതന്മാരുടെ അവസ്ഥ എന്താ? സത്യമായ ത്വരീഖത്ത്, പ്രത്യേകിച്ച് നമ്മൾ തിജാനി ത്വരീഖത്തൊക്കെ എന്താ ഇപ്പോൾ പ്രശ്നമില്ല? നമ്മൾ ത്വരീഖത്തിന് എന്താണ് ഈ ത്വരീഖത്തിന് ശരീഅത്തിന് വിരുദ്ധമായി ചെയ്യുന്നത്? ഒന്നുമില്ലല്ലോ. എന്നിട്ട് ആൾക്കാർ ഇതിനൊക്കെ എതിർത്ത് കിടക്കല്ല. ആരെങ്കിലും ഇതിനെ എതിർത്താൽ അവന് കുടുംബത്തിൽ നിന്ന് പുറത്തായി, നാട്ടിൽ നിന്ന് പുറത്തായി, അവനോട് ആൾക്കാർ മിണ്ടാതായി, സംഘടനയിൽ പുറത്താക്കപ്പെട്ടു, അവന് വിവാഹബന്ധം കിട്ടാതായി, വിവാഹത്തിലുള്ള ആൾക്കാരാണെങ്കിൽ മൊഴി ചെല്ലുന്ന അവസ്ഥ വന്നു.
നാട്ടിൽ നിന്ന് അവർ ബഹിഷ്കരിക്കുന്ന അവസ്ഥ വന്നു. അവന് ബിസിനസ് നടക്കൂല, അവൻ്റെ കച്ചവടം നടക്കാത്ത അവസ്ഥ വന്നു. ഇതൊക്കെ അല്ലേ ഉണ്ടായിത്തീരുന്നത്. ഇതൊക്കെ എന്തുകൊണ്ടാണ്? ഉലമാക്കൾ അവരെ പറ്റി മോശമാണെന്ന് പറഞ്ഞതുകൊണ്ട്. ശരിക്കും ഉലമാക്കളല്ലേ അത് തിരുത്തി കൊടുക്കേണ്ടത്. എന്നാൽ ഈ ഉലമാക്കളെ നേതാക്കന്മാരൊക്കെ എന്ത് ചെയ്യും? നമ്മൾ ശേഖന്മാരെ പോയി കാണുകയും ചെയ്യും. അവരെ അതിഥികളെ ക്ഷണിക്കും. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള അവസ്ഥ അതല്ലേ. നമ്മളിപ്പോൾ നമ്മൾ ശേഖന്മാരൊക്കെ എല്ലാ സമ്മേളനങ്ങളിലും അതിഥികളൊക്കെ കാണാം. എന്നാൽ ഈ ശേഖന്മാരെ പിന്തുടരുന്ന ആൾക്കാരായ നമ്മുടെ നാട്ടിലെ പാവങ്ങളായ തിജാനികൾ അവരൊക്കെ ആരും ഉണ്ടൂല, അവരോടൊന്നും സലാം പറയാൻ പറ്റൂല. ഇവരവിടെ പോയിട്ട് കാണുകയും സംസാരിക്കുകയും വലിയ ആലിമീങ്ങളെന്ന് പറയുകയൊക്കെ ചെയ്യാം. ഇങ്ങനത്തെ അവസ്ഥ. എന്നിട്ട് ആ ആൾക്കാരോട് ചോദിച്ചാൽ എന്താ സംഭവം പറയുക? ഈ പണ്ഡിതന്മാരോട് നിങ്ങളെന്താണ് ഇതിനെപ്പറ്റിയൊന്നും പറയാത്ത? അതിപ്പോൾ നമുക്ക് ജോലി പ്രശ്നമല്ലേ, സംഘടന പ്രശ്നമല്ലേ, അതൊക്കെ എല്ലാവരോടും പറയാൻ പറ്റുമോ? അങ്ങനെയൊക്കെ ചോദിച്ചിങ്ങനെ മുണ്ടാതെ നടക്കുക. എന്തൊരു മോശം അവസ്ഥയാണിത്. അതേസമയം യഥാർത്ഥത്തിൽ എതിർക്കപ്പെടേണ്ട കുറേ ആൾക്കാരുണ്ട്. ഇവിടെ ജിന്നിൻ്റെയും സിഹറിൻ്റെയും പിന്നെ പേരിൽ നടക്കുന്ന തമ്മാടികളായിട്ടുള്ള കപട സൂഫിയാക്കന്മാരെ നടക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അവർ ഈ സംഘടനയ്ക്ക് പൈസ കൊടുക്കുന്നുള്ളതിൻ്റെ പേരിൽ, ഈ സംഘടന നേതാക്കന്മാരെ സ്തുതി പാടുന്നുണ്ട് എന്നുള്ളതിൻ്റെ പേരിൽ അവരെന്ത് ചെയ്യും? ഈ ആൾക്കാരെ പരിപാടിക്കൊക്കെ പങ്കെടുക്കും. ആ ആൾക്കാരെ പറ്റി നല്ല അഭിപ്രായം പറയും. ആ ആൾക്കാരെ ഖബറിൻ്റെ മുകളിൽ കുബ്ബ കെട്ടാൻ ഒരുങ്ങും. ആ ആൾക്കാരെ പേര് വെക്കുമ്പോൾ ഖദ്ദസല്ലാഹു സിറഹുല്ലാഹി തരും. അവർ ഉറൂസ് മുബാറക്ക് ഉണ്ടാവും. നമ്മുടെ നാട്ടിൽ എനിക്കറിയപ്പെട്ട ഒരു ആളുണ്ട്. അയാൾ നമുക്കറിയാം, അയാൾ ജിന്നിൻ്റെ ആളാണ്, അയാൾ സിഹിറാണ് അയാളെ പരിപാടി. പക്ഷേ ബാഹ്യമായിട്ട് അയാൾ ഇങ്ങനെ നല്ല മൊയിലാരായി നടക്കും. ബാഹ്യമായിട്ട് എല്ലാവർക്കും ഇങ്ങനെ സംഘടനക്കൊക്കെ പൈസ കൊടുക്കും, മദ്രസക്ക് പൈസ കൊടുക്കും, എല്ലാത്തിനും വലിയ ഉഷാറ പരിപാടി. പക്ഷേ ഉള്ളിൽ പരിപാടി ഇതാ സിഹിർ ചെയ്യലും ജിന്നിൻ്റെ സേവയൊക്കെയാണ്. അത് ഹക്കറിയുന്ന എല്ലാവർക്കും അറിയാം. പക്ഷേ ഈ സംഘടനക്ക് നല്ല പൈസ കൊടുക്കുന്നതുകൊണ്ട്, സമ്മേളനത്തിന് നല്ല പൈസ കൊടുക്കുന്നതുകൊണ്ട്, ബാഹ്യമായി ഈ സംഘടനത്തിനെ ഒന്നും എതിർക്കാത്തത് കൊണ്ടും, ഈ സംഘടനൻ്റെ നേതാക്കന്മാരുടെ ആയ പണ്ഡിതന്മാരെ സ്തുതി പാടുന്നതുകൊണ്ടും അവരെ അംഗീകരിക്കുന്നു മാത്രമല്ല, മൂപ്പരൊക്കെ മരിച്ചപ്പോൾ മൂപ്പര ഖബറിൻ്റെ മുകളിലതൊക്കെ കുബ്ബ ഇതിൽ പറഞ്ഞ അതേ സംഭവം അവരെ ഖബറിൻ്റെ മുകളിൽ പച്ചക്കുബ്ബ പൊങ്ങുന്നു, അവർ ഉറൂസ് മുബാറക്ക് നടത്തുന്നു, അവരെ കറാമത്തുകൾക്ക് കിതാബ് എഴുതപ്പെടുന്നു. ഇതാണ് അവസ്ഥ. ഇതിനൊക്കെ പണ്ഡിതന്മാർ ചുക്കാൻ പിടിക്കുന്നു. പണ്ഡിതന്മാർക്ക് അറിയില്ല ഇതൊന്നും ഇസ്തിക്കാമത്താണ് ഏറ്റവും വലിയ കറാമത്ത് എന്നുള്ളത്. ഈ ഏത് ചാത്തനും അതുപോലെ ജിന്നിന് ചെയ്യാൻ പറ്റുന്നതാണ് ബാക്കിയുള്ള കാര്യങ്ങളൊന്നൊക്കെ പണ്ഡിതന്മാർക്ക് അറിയില്ലേ. പക്ഷേ എന്നിട്ട് എന്താ അവർ മിണ്ടാതിരിക്കുന്നത്? എന്തുകൊണ്ടാണ് അവർ ഇതിനൊക്കെ സ്തുതി പാടുന്നത്? അവർക്ക് പൈസ കിട്ടുന്നുണ്ടോ? അവരുടെ സംഘടനക്കെതിരല്ല അവർ, അതുകൊണ്ട്. അതേസമയം ഹക്കിൻ്റെ ആൾക്കാരായ ആൾക്കാർ തിജാനികളൊക്കെ എത്ര ഉദാത്തമായ ത്വരീക്കത്താണ്. ഇതിനൊക്കെ എതിർത്ത ആൾക്കാരുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും? അതിനൊക്കെ ആൾക്കാർ എതിർക്കും. അതിനൊരു കുഴപ്പമില്ല. അതിന് ഉത്തരം മുട്ടിക്കഴിഞ്ഞാൽ എന്നാൽ പിന്നെ നിങ്ങൾ അതിൽ പോയിക്കോളി, നമ്മളൊന്നും പറയില്ല എന്ന് പറയുകയും ചെയ്യും. സാധാരണക്കാരെ എത്ര ആളുകളെയാണ് ഇവർ വൈകേടിലാക്കി, എത്ര നമ്മൾ ത്വരീക്കത്തിൽ സ്വീകരിച്ച് എത്ര ആൾക്കാർ ഈ പണ്ഡിതന്മാരെ പണ്ഡിതന്മാരെ വാക്ക് കേട്ടി ത്വരീക്കത്ത് ഒഴിവാക്കി പോയിട്ടുണ്ട്. സാധാരണക്കാരെ ഈ ആൾക്കാർ അവരെ വാക്ക് കേട്ടിട്ടുണ്ടാണെന്ന് വിചാരിച്ചിട്ട് എന്താവും, ചിലപ്പോൾ അവർക്ക് അള്ളാൻ്റെ അടുക്കൽ ഉതിരുണ്ടാവും. കാരണം ഈ പണ്ഡിതൻ കേട്ടിട്ടാണല്ലോ. ഈ പണ്ഡിതൻ എങ്ങനെ ഉതിരുണ്ടാവുക? മൂപ്പർക്ക് അറിയില്ല കിതാബ് വായിക്കാൻ, അറബി വായിച്ചാൽ അറിയില്ലേ? മൂപ്പർക്ക് അറിയില്ല ഈ നമ്മുടെ ശേഖന്മാരൊന്നും ഇതിനൊന്നും എതിരല്ല, ശരീഅത്തിന് വിരുദ്ധമല്ല, നമ്മുടെ ത്വരീക്കത്ത് ഹക്കായ ത്വരീക്കത്താണ്, ഒലമാക്കളുടെ ത്വരീക്കത്താണെന്ന് മനസ്സിലാക്കാൻ എന്താ പ്രയാസമുള്ളത്? പക്ഷെ അവർക്കൊന്നും പറ്റില്ല. അതെന്തുകൊണ്ടാണ് അവരവരുടെ ഉത്തരവാദിത്തം നിർവഹിക്കുന്നതിന് മാറിപ്പോയി. അവർ സംഘടനയുടെ ഉത്തരവാദിത്തങ്ങളിലേക്ക് അവർ ചുരുങ്ങിപ്പോയി, അവരുടെ താല്പര്യങ്ങളിലേക്ക് അവർ ചുരുങ്ങിപ്പോയി. ഇതാണ് ഈ ഒരു കാലഘട്ടത്തിൻ്റെ അവസ്ഥ. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കാദികളുണ്ട്, ഒരുപാട് കാദിമാർ, ഓരോ നാട്ടിലും കാദിമാർ. ഈ കാദിമാർ ഏതെങ്കിലും ഒരു കാദി അവരുടെ ഉത്തരവാദിത്തം നിർവഹിക്കുന്നത് കണ്ടിട്ടുണ്ടോ? നമ്മുടെ നാട്ടിലൊക്കെ എത്ര ആൾക്കാർ ഒരു പെണ്ണുങ്ങൾ പ്രയാസപ്പെടുന്ന പെണ്ണുങ്ങളൊക്കെ ഫസ്ഖ് ചോദിച്ചിട്ട് ഈ കാദിമാരെ സമീപിക്കും. എന്നിട്ട് ഏതെങ്കിലും ഒരു കാദി ഞാൻ ഇന്ന ആളെ ഏറ്റെടുക്കുന്നുണ്ട്, അവർക്ക് ഫസ്ഖ് കൊടുക്കണം എന്ന് പറഞ്ഞ് ഫസ്ഖ് കൊടുക്കാനൊക്കെ തയ്യാറാവുന്ന ഏതെങ്കിലും കാദി ഉണ്ടോ? ഏതെങ്കിലും ഒരു വിഷയത്തിൽ ആൾക്കാർ ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഇടപെടാനുണ്ടോ? അവരുടെ സേഫ് സോണിൽ മാത്രം കളിക്കും. അവർക്ക് അവരുടെ ഉത്തരവാദിത്തം നിർവഹിക്കാനൊന്നും പറ്റില്ല. എന്തെങ്കിലും പ്രശ്നം വന്നാലോ, ഏതെങ്കിലും ഒരാൾ മുസ്ലിമായി കഴിഞ്ഞാൽ ആ മുസ്ലിമിനെ കാദി സംരക്ഷിക്കാൻ തയ്യാറാവോ? മുസ്ലിം ആയാൽ തന്നെ നിങ്ങൾ മൂടി വെക്കണം, ആരും മുണ്ടരുത്, നിങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞ് മാറ്റി വെക്കുക ചെയ്യും. എന്തിൻ്റെ പേരിൽ? അവരിത് ഏറ്റെടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിൽ പ്രശ്നം ഉണ്ടാവുമോ? അവിടെ സംഘടനേൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവുമോ? നാട്ടിലെ രാഷ്ട്രീയക്കാർ പ്രശ്നം ഉണ്ടാക്കുമോ? കോടതി പ്രശ്നം ഉണ്ടാവുമോ എന്നൊക്കെ വിചാരിച്ചിട്ട്. അപ്പോൾ ഈ കാദിമാരുടെ ഉത്തരവാദിത്തം നിർവഹിക്കുന്നില്ല. ഹുക്കമാക്കൾ അവരുടെ ഉത്തരവാദിത്തം നിർവഹിക്കുന്നില്ല. ഇതിനൊക്കെ അവർ മാറിപ്പോയി. അതൊക്കെ പേരിനും പ്രശസ്തിക്കുള്ള പരിപാടികളായി മാത്രം മാറി. യഥാർത്ഥ പണ്ഡിതന്മാർ ഇതിനെപ്പറ്റി പറഞ്ഞാലോ, അവരൊക്കെ ഇതിനെപ്പറ്റി സംസാരിച്ചാലോ, അവരൊക്കെ മോശപ്പെട്ട ആൾക്കാരായി.
അവർക്ക് ഒന്നും വിവരമില്ലാത്തവരായി. അവർ പിന്നെ ഔലിയാക്കന്മാരെ എതിർക്കുന്നവരായി. ഈ ജിന്ന് സേവ നടത്തുന്ന ഔലിയാക്കന്മാരുടെ പേരിൽ നടക്കുന്ന കുറേ ആൾക്കാരൊക്കെ ആരെ എതിർത്താൽ ഓനൊക്കെ ഔലിയാക്കന്മാരെ എതിർക്കുന്നവനായി. യഥാർത്ഥത്തിൽ ഔലിയാക്കന്മാരെ പിന്തുണച്ചാൽ ഓനൊക്കെ വഹാബിയായി. ഇതൊക്കെ നമ്മുടെ നാട്ടിലെ അവസ്ഥ. ഇതൊക്കെ പഴയ കാലത്ത് മുതലേ ഉള്ളതാണെന്നാണ് ബഹുമാനപ്പെട്ട ഹസൻ ബാക്കലി തങ്ങൾ പറയുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു അവസ്ഥ ഈ ഒരു കാലഘട്ടത്തിൽ, അതായത് പിന്നെ 4-ാം നൂറ്റാണ്ട് മുതൽ 12-ാം നൂറ്റാണ്ട് വരെ ഇങ്ങനെ സംഭവിച്ചു. ഈ ഫലമ്മ വക്കാ അങ്ങനെ സംഭവിക്കേണ്ടതൊക്കെ സംഭവിച്ചു. വാഷർഫ കുല്ലുദ്ദീനി അലൽ ഇൽമിഹ്ലാൽ, അങ്ങനെ ദീനിൻ്റെ എല്ലാ അവസ്ഥകളും ക്ഷയിച്ചു പോയ ഒരു ഘട്ടം വന്നു. വദഹാബി ബിക്കുല്ലിയത്തി, അങ്ങനെ അതിൻ്റെ ദീനിൻ്റെ എല്ലാ കാര്യങ്ങളും പൂർണ്ണമായും ഇല്ലാണ്ടാകുന്നൊരു ഘട്ടം വന്നു. അത് അങ്ങനെ ഇല്ലാണ്ടായി എന്തായി മാറി? റുസൂമൻ അതുലാലൻ, അത് ഒരു കാട്ടിക്കൂട്ടൽ രൂപങ്ങൾ മാത്രമായി മാറി. അതുലാലൻ, അതുപോലെ തന്നെ അവശിഷ്ടങ്ങളും രൂപങ്ങളും അവശിഷ്ടങ്ങളുമായി മാത്രം അവശേഷിച്ചു. ദീൻ എന്ന് പറഞ്ഞാൽ കുറേ രൂപങ്ങൾ കാട്ടിക്കൂട്ടൽ മാത്രമായി. അതിൻ്റെ അപ്പുറത്തേക്കൊന്നും ദീനായിട്ട് പരിഗണിക്കൂല. വഹലക്കല്ലാഹു ഫി ഹുദൂദിൽ 50 മിനൽ ഖർനി സാനി അശറ, അങ്ങനെ 12-ാം നൂറ്റാണ്ടിൻ്റെ പകുതിയിൽ, അതായത് ഹിജറ 12-ാം നൂറ്റാണ്ടിൻ്റെ പകുതിയിൽ പിന്നെ അള്ളാഹു ഒരാളെ സൃഷ്ടിച്ചു. ആ ആളാരാണ്? ഇപ്പോൾ ഈ 12-ാം നൂറ്റാണ്ടിൻ്റെ പകുതി വരെ, ഇത് ഹിജറ 4-ാം നൂറ്റാണ്ട് മുതൽ 12-ാം നൂറ്റാണ്ട് പകുതി വരെ ഈ അവസ്ഥയായിരുന്നു. അങ്ങനെ ഈ 12-ാം നൂറ്റാണ്ടൊക്കെ ആയപ്പോഴത്തേക്ക് എല്ലാം ക്ഷയിച്ചു, എല്ലാം കാട്ടിക്കൂട്ടൽ മാത്രമായി നിൽക്കുന്നൊരവസ്ഥയെ. ഏതുവരെ? ഈ ഒരു അവസ്ഥയെക്കുറിച്ചാണ് ബഹുമാനപ്പെട്ട ഇമാം സറൂഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞത്. ഹിജറ 9-ാം നൂറ്റാണ്ടിന് ശേഷം തർബിയത്ത് നിലച്ചുപോയി എന്ന് പറയാൻ തന്നെ കാരണം അതാണ്. അത് ഹിജറ 9-ാം നൂറ്റാണ്ടിന് ശേഷം മുറബ്ബിയായ ശേഖന്മാർ ലോകത്തില്ല എന്നല്ല അതിൻ്റെ അർത്ഥം. അതിൻ്റെ അർത്ഥം യഥാർത്ഥമായ തർബിയത്ത്, സഹാബാക്കളുടെ തർബിയത്ത് ഈ 9-ാം നൂറ്റാണ്ടിന് ശേഷമൊക്കെ വളരെ വിരളായി, കാണാൻ പറ്റാത്തൊരവസ്ഥയായി മാറി. ഈ കപടന്മാർ മാത്രമായി നിൽക്കുന്നൊരവസ്ഥ വന്നു ഹിജറ 12-ാം നൂറ്റാണ്ട് വരെ. ഈ 12-ാം നൂറ്റാണ്ടിൻ്റെ പകുതിയിലാണ് അള്ളാഹു ഒരാളെ സൃഷ്ടിച്ചത്. ആളാരാണ്? ഖലീഫത്തു നബിയുൽ അക്ബർ. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും വലിയ ഖലീഫയാണ്. സയ്യിദുൽ ഔലിയ, ഔലിയാക്കന്മാരുടെ നേതാവാണ്. മുമിദ്ദുഹും, ഔലിയാക്കന്മാർക്ക് മുഴുവൻ സഹായം നൽകുന്നവനാണ്. മുഹിയുദ്ദീൻ, ദീനിനെ ജീവിപ്പിച്ചവനാണ്, ജീവൻ നൽകിയവനാണ്. വനാസിറുഹു, അതിന് സഹായം നൽകിയവനാണ്. വആബിദൻ ലില്ലാഹ്, അങ്ങനെ അള്ളാഹുവിൻ്റെ അടിമയായി നിന്നവനാണ്. അലൽ മുഖ്തദൽ കിസ്വത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, എങ്ങനെ? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വസ്ത്രം അണിഞ്ഞുകൊണ്ട്. വറബ്ബാഹു ബിദാറിൽ അബ്നാഇ ബിഐനി മാദി ബിസ്സഹറ, അങ്ങനെ ആ മനുഷ്യൻ, അള്ളാഹു സൃഷ്ടിച്ച ആ മനുഷ്യൻ വളർന്നു. ബിദാരി ആബാഹി, അവരുടെ വാപ്പന്മാരുടെ വീട്ടിൽ എവിടെയാണ് വീട്? ബി ഐനിമാദി, അൾജീരിയയിലെ ഐനിമാദി എന്ന സ്ഥലത്ത്, ബിസ്സഹറ, മരുഭൂമിയിൽ. അങ്ങനെ അൾജീരിയയിലെ ഐനിമാദി എന്ന മരുഭൂമിയിൽ ബഹുമാനപ്പെട്ടവർ വളർന്നു. തവജ്ജഹു, ആ ബഹുമാനപ്പെട്ടവരാണ് സയ്യിദുനാ ശൈഖ് അഹ്മദ് തിജാനി റളിയല്ലാഹു അൻഹു തങ്ങൾ. അവർ വളർന്നു. തവജ്ജഹു ബിതിജാൻ മുലൂക്കുൽ ഹഖായിഖുൽ ഇർഫാനിയ, അങ്ങനെ കിരീടമണയിക്കപ്പെട്ടു. ബിതിജാനിൽ മുലൂക്കുൽ ഹഖായിഖുൽ ഇർഫാനിയ, ഇർഫാൻ്റെ മാരിഫത്തിൻ്റെ ഹഖായിഖിൻ്റെ ഒക്കെ രാജാധികാരത്തിൻ്റെ കിരീടം അവർക്ക് അണിയപ്പെട്ടു. മിനൽ അംബിയ വൽ ആരിഫീൻ മിമ്മൻ ഖബ്ലുഹു, അവർക്ക് മുന്നുള്ള അംബിയാക്കന്മാർ ആരിഫീങ്ങളൊക്കെ അണിഞ്ഞിരുന്ന എല്ലാ മാരിഫത്തിൻ്റെയും കിരീടം അവർക്ക് അണിയിക്കപ്പെട്ടു. നശഅത്തുൻ ഹസനത്തൻ, അങ്ങനെ അവിടുന്ന് സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ ഏറ്റവും നല്ല രൂപത്തിൽ വളർന്നു. വലഹറത് മുഅ്ജിസാതുഹു യൗമർ റദാഅ, അവിടുത്തെ കറാമത്തുകൾ, അത്ഭുതങ്ങൾ അവർ മുലകുടിക്കുന്ന സമയത്ത് തന്നെ വെളിവാകാൻ തുടങ്ങി. വൈലാദത്തിഹി, അവർ ജനിച്ചത് മുതൽ മുലകുടിക്കുന്ന സമയം മുതലൊക്കെ വരെ, ആ സമയത്ത് വരെ അവിടുത്തെ കറാമത്തുകളും അത്ഭുതങ്ങളും വെളിവാകാൻ തുടങ്ങി. വൈദഹാറില്ലാഹി കമാലുൽ ഉലമ യുഹദ്ദിസൂന ബിഹി വഅന്നഹു ഫി ഹാദൽ ഖർൻ, ഈ ഒരു കാലഘട്ടത്തിലാണ് അവർ വരേണ്ടതെന്ന് ആ കാലഘട്ടത്തിലെ കാമിലീങ്ങളായ ആളുകൾ പറയാൻ തുടങ്ങി. ബഹുമാനപ്പെട്ട മുഖ്താർ കുന്തി റളിയല്ലാഹു അൻഹു തങ്ങളെ പോലെയുള്ള ആളുകൾ അവർ പറഞ്ഞു, ഈ ഒരു കാലഘട്ടമാണ് ഖത്തമിൻ്റെയൊക്കെ കാലം. അതുപോലെ പല ആൾക്കാരും പറഞ്ഞു, കാമിലീങ്ങളായ പല ആൾക്കാരും പറഞ്ഞു, ഈ ഒരു കാലഘട്ടം ഔലിയാക്കന്മാരുടെ ഖത്തം വരാനുള്ള കാലഘട്ടമാണ്. അപ്പോൾ ഒരു ജനിച്ച സമയത്ത് മുതൽ
ആളുകൾ ആ കാലഘട്ടത്തിലെ കാമിനികളൊക്കെ കാര്യങ്ങൾ പറയാൻ തുടങ്ങി. ഇതൊക്കെ ഖത്തമിൻ്റെ കാലഘട്ടമാണെന്ന് പറയാൻ തുടങ്ങി. ദുവ്വിനത്ത് ബിഹി ഒല്ലിഫത്ത് ദവാബീനവത്ത് ആലിഫ്. ആ ഒരു കാലഘട്ടത്തിൽ പിന്നെ എന്ത് ചെയ്തു, ബഹുമാനപ്പെട്ടവരെക്കുറിച്ച് പിന്നെ ദിവാനുകളും കവിതകളും രചനകളൊക്കെ എഴുതപ്പെടാൻ തുടങ്ങി. വസാറത്തുൽ ഉലമ അങ്ങനെ ഉലമാക്കളായി ലാ തഖല്ലുമുന ഇല്ലാ ബിഹി വഹുവ ഫിൽ മഹദി. ഈ മഹാനവറുകൾ തൊട്ടിൽ കിടക്കുന്ന സമയത്ത് തന്നെ അവരെക്കുറിച്ച് ഉലമാക്കൾ സംസാരിക്കാൻ തുടങ്ങി. ഫബായത്തുലഹുമുൽ അവാലിമു സഈറൻ. ബഹുമാനപ്പെട്ടവർ ചെറിയ കുട്ടിയായ സമയത്ത് തന്നെ ഈ പ്രപഞ്ചം മുഴുവൻ അവരെ ബയ്യത്ത് ചെയ്യുന്നൊരവസ്ഥ ഉണ്ടായി. ലമിന ലഹു നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഖിലാഫത്ത അനില്ല. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് ഉറപ്പ് നൽകി അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള ഖിലാഫത്ത്. ഉംറഹു കുല്ലു സമാനീന അമൻ. എന്നിട്ട് ആ 80 വർഷം അവർ പിന്നെ പൂർണ്ണമായും ഇവിടെ ഉണ്ടാവും, അവർ ജീവിക്കുമെന്ന കാര്യം ഉറപ്പ് നൽകി. വസാറത്ത് തർബിയത്തുൽ ആരിഫീന തതസയ്യന ബിഹി. അങ്ങനെ ആരിഫീങ്ങളുടെ തർബിയത്ത് അവരാൽ അലങ്കരിക്കപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടായിത്തീർന്നു. വഖറ അൽ ഖുർആന, അങ്ങനെ അവിടുന്ന് ഖുർആൻ ഓതി. വതഅല്ലമ മിനൽ ഉലൂമിർ റസ്മിയ. അങ്ങനെ ബാഹ്യമായ വിജ്ഞാനത്തിൻ്റെ അറിവ് അവിടുന്ന് പഠിപ്പിക്കാൻ തുടങ്ങി. എങ്ങനത്തെ അവസ്ഥയിൽ അൽ അജബുൽ ഉജാബ്, എല്ലാവർക്കും അത്ഭുതകരമായ രൂപത്തിൽ, ആളുകൾ അത്ഭുതപ്പെടുന്ന രൂപത്തിൽ ഖുർആൻ ഓതാനും അത് പഠിപ്പിക്കാനും ബാഹ്യമായ അറിവുകൾ പറയാനും അവിടുന്ന് തുടങ്ങി. വാഫത്ത, ചെറിയ പ്രായത്തിൽ തന്നെ വാഫത്ത വഖല, അവിടുന്ന് ഫത്വ പറയാൻ തുടങ്ങി. വഖല, അവിടുന്ന് ഖാദിയായി ഖലാകൾ പറയാൻ തുടങ്ങി. ദറസ, അവിടുന്ന് ദർസ് നടത്തി. ജമാ ബൈനൽ മഖൂൽ വൽ മൻഖൂൽ, അവർ ബുദ്ധിപരമായ യുക്തിപരമായ കാര്യങ്ങളും അതുപോലെ തന്നെ പാരമ്പര്യമായി ലഭിച്ച കാര്യങ്ങളും ഉലമാക്കളിലൂടെ ലഭിച്ച കാര്യങ്ങൾ ഒരുമിച്ച് കൂട്ടുകയും ചെയ്തു. ഇതൊക്കെ അവിടുന്ന് ആ കാലഘട്ടത്തിൽ തന്നെ ചെയ്തു. അവിടുന്ന് ഫത്വ നൽകുകയും ഖാദിയാവുകയും ദർസ് നടത്തുകയും പാരമ്പര്യമായി കിട്ടിയ അറിവിനെയും ബുദ്ധിപരമായ കാര്യത്തെയും ഒരുമിച്ച് കൂടിയൊക്കെ ചെയ്തു. ബനാ മദ്ഹബഹു അലാ മദ്ഹബ് ഇമാമിൽ അയിമത്തിൽ മാലിക്. അവിടുന്ന് അവിടുത്തെ മദ്ഹബിനെ കെട്ടിപ്പടുത്തത് അയിമത്തിൻ്റെ ഇമാമിങ്ങളുടെ ഇമാമായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു തങ്ങളുടെ മദ്ഹബിലായിരുന്നു. വയുഹർറിറുൽ ഉലൂമുൻ നഖലിയ്യതി ഹത്താ ഹററഹ. അവിടുന്ന് ഈ നഖലിയായ പാരമ്പര്യമായി ലഭിച്ച ഇൽമിനെ അവിടുന്ന് ശുദ്ധീകരിക്കുകയും അങ്ങനെ അത് ശുദ്ധീകരിക്കപ്പെടുകയും ചെയ്തു. നസറബിഹില്ലാഹു ഉലൂമല്ലാഹിരി. അങ്ങനെ അവിടത്തെ കൊണ്ട് ബാഹ്യമായ അറിവുകൾക്ക് സഹായം ലഭിക്കുന്നൊരവസ്ഥ ഉണ്ടായി. ബാദമാക്കാൻ ഇഷ്ഫാഅൻ ഫിൽ ഇൽതിമഹ്ലാൽ, അത് ക്ഷയിച്ചു പോയ നശിക്കപ്പെട്ട ഒരവസ്ഥയിൽ നിന്ന്. അപ്പോൾ ബാഹ്യമായ വിജ്ഞാനം അതിൻ്റെ നാശത്തിൻ്റെ അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. ബഹുമാനപ്പെട്ടവരെ കൊണ്ട് ആ ബാഹ്യമായ വിജ്ഞാനങ്ങൾ, ഖുർആൻ്റെ വിജ്ഞാനം, ഹദീസിൻ്റെ വിജ്ഞാനം, മദ്ഹബിൻ്റെ വിജ്ഞാനം, അതൊക്കെ ജീവിപ്പിക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടായി. വസ്തദ് ഉർവത്തൽ ഇൽമി കസമാനി സഹാബ. അങ്ങനെ ദീനിൻ്റെ ഇൽമിൻ്റെ ബന്ധം സഹാബാക്കളുടെ കാലഘട്ടത്തിലുള്ള ബന്ധത്തെ പോലെയായി തീർന്നു. അങ്ങനെ മഹാനവുകൾ അങ്ങനെ ബാഹ്യമായ വിജ്ഞാനത്തിന് മുകളിൽ അത്രയും പരിശ്രമിച്ചു. സുമ്മലമ്മ ഹററ ഉലൂമുൻ നഖലിയ. അങ്ങനെ ഈ നഖലിയായ ബാഹ്യമായ വിജ്ഞാനത്തിൻ്റെ മുകളിൽ ശുദ്ധീകരിക്കുന്ന അവസ്ഥ കഴിഞ്ഞതിന് ശേഷം, അതായത് ചെറുപ്രായത്തിൽ തന്നെ അവിടുന്ന് ബാഹ്യമായ വിജ്ഞാനങ്ങളൊക്കെ കരസ്ഥമാക്കുകയും അത് പഠിക്കുകയും ചെയ്തു. അതിലുള്ള എല്ലാ കുറവുകളും നികത്തുകയും അതിൻ്റെ ആ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ ഹുജ്ജത്തായി തെളിവായി മാറുകയും അങ്ങനെ ഈ ബാഹ്യമായ വിജ്ഞാനങ്ങളുടെ ഒക്കെ ശുദ്ധീകരണം നടത്തിയതിനു ശേഷം രണ്ടാമത്തെ വിജ്ഞാനത്തിലേക്ക് അവിടുന്ന് പ്രവേശിച്ചു. രണ്ടാമത്തെ വിജ്ഞാനം എന്താണ്? അത് ത്വരീഖത്തിൻ്റെ ആത്മീയവായിൻ്റെ വിജ്ഞാനമാണ്. അതിലേക്ക് അവിടുന്ന് പ്രവേശിച്ചു. ഫതലഖഹ മിൻ ബഖിയ്യത്തി കുനൂസിഹ വദഖാഇറിഹ. ആ കാലഘട്ടത്തിൽ അവശേഷിച്ചിരുന്ന ഏറ്റവും ഉന്നതരായ മഹത്തുക്കളിൽ നിന്ന് അതിൻ്റെ രഹസ്യങ്ങളും അതിൻ്റെ എന്താ പറയുക, കഞ്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ നിധികളുമൊക്കെ അവിടുന്ന് കവർന്നെടുത്തു. അതായത് ബാഹ്യമായ വിജ്ഞാനങ്ങളൊക്കെ അവിടുന്ന് ശുദ്ധീകരിച്ചതിന് ശേഷം അവിടുന്ന് ആന്തരികമായ വിജ്ഞാനത്തിലേക്കും ത്വരീഖത്തിലേക്കും തസവൂഫിലേക്കൊക്കെ തിരിഞ്ഞു. എന്നിട്ട് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഏറ്റവും ഉന്നതരായ ആരിഫീങ്ങളിൽ നിന്ന്, കുത്തുബുകളിൽ നിന്നൊക്കെ മഹാനവറുകൾ ആ ത്വരീഖത്തിൻ്റെ ഇൽമ് കരസ്ഥമാക്കി. ഹസ്സലഹ അതക്കനഹ. എന്നിട്ട് അവിടുന്ന് അത് സ്വീകരിക്കുകയും അതിൽ നൈപുണ്യം നേടുകയും ചെയ്തു. ഇൻതഖൽ ഇജ്തിഹാദി ബിഹ. അതിൽ അദ്ദേഹം ഇജ്തിഹാദ് ചെയ്തു. ഇജ്തിഹാദ് ഹറൽനാസ് അർക്കാനിഹ.
അങ്ങനെ ആ ഇജ്തിഹാദിനോണ്ട് ഈ ത്വരീഖത്തിൻ്റെ ഇൽമിൻ്റെ സ്തംഭങ്ങളെ അദ്ദേഹം പടുത്തുയർത്തി. വാസസമാക്കാൻ മുൻഹദിമൻ അത് തകർന്നു വീണ അവസ്ഥയിൽ നിന്ന് അതിനെ പടുത്തുയർത്തി. വബയ്യന മുറാദുൽ അയിമ്മത്ത് ഫീ ഇൻഷായിഹ ആ ത്വരീഖത്തിൻ്റെ ഇമാമിങ്ങളുടെ ലക്ഷ്യമെന്താണെന്ന് അവിടുന്ന് ആളുകൾക്ക് വ്യക്തമാക്കി കൊടുത്തു. ഈ ത്വരീഖത്തിൻ്റെ ഇമാമികൾ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് അവർക്ക് വ്യക്തമായി കൊടുത്തു. കാരണം ത്വരീഖത്തിൻ്റെ പേരിൽ അന്ന് എന്തൊക്കെയോ ആണ് നടന്നിരുന്നത്, അതൊക്കെ വ്യക്തമായി. ഇതൊന്നല്ല ഇതുകൊണ്ട് ത്വരീഖത്തോണ്ട് ഉദ്ദേശിക്കുന്നത്, ഇന്നതാണ് ത്വരീഖത്തോണ്ട് ഉദ്ദേശിക്കുന്നത് പറയാം. അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട് ആളുകൾ ത്വരീഖത്ത് സ്വീകരിക്കും. ആളുകൾ ചോദിക്കല്ലേ, നിങ്ങൾ ഏത് റിയാദ വീട്ടി, നിങ്ങൾക്ക് ഇത് കിട്ടി, നിങ്ങൾക്ക് ആ ഇജാസത്ത് ഉണ്ടോ, ഈ ഇജാസത്ത് ഉണ്ടോ? ഇതൊക്കെ ചോദിക്കാൻ കാരണം എന്താണ്? ആളുകൾക്ക് ഈ ത്വരീഖത്തോണ്ട് എന്താ ഉദ്ദേശിക്കണമെന്ന് അറിയില്ല. ആളുകൾ ആരും ത്വരീഖത്തോണ്ട് അള്ളാഹുവാണ് ലക്ഷ്യം, അള്ളാഹിൻ്റെ അടിമയിൽ ഉബൂദിയത്തിലായി നിൽക്കലാണ് ലക്ഷ്യം, ഇതൊന്നും ആൾക്കാർക്ക് അറിയില്ല. ത്വരീഖത്തോണ്ട് കുറേ അത്ഭുതങ്ങൾ കാണലാണ്, കുറേ സ്വപ്നം കാണലാണ്, അതുപോലെ തന്നെ കുറേ എന്തൊക്കെയോ അത്ഭുതമായ കാര്യങ്ങൾ കിട്ടലാണ്. ഇതൊക്കെയാണ് ആളുകൾ ത്വരീഖത്തോണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതൊന്നും ത്വരീഖത്തോണ്ട് ഉദ്ദേശിക്കേണ്ട കാര്യങ്ങളല്ല. അതുകൊണ്ട് തന്നെ മഹാനവറുകൾ ആ കാലഘട്ടത്തിലെ അവിടുത്തെ മുമ്പുണ്ടായിരുന്ന അയിമ്മത്തിൻ്റെ ഉദ്ദേശം എന്താണ്, ഈ ത്വരീഖത്തോണ്ട് എന്താണ് അവർ ഉദ്ദേശിച്ചതെന്ന് വ്യക്തമാക്കി കൊടുത്തു. വാന്നഹു മാ കുസിദ ബിഹ ഇല്ല തവസ്സുലിൽ ഹദ്റത്തില്ലാഹില ആയിരി ഈ മഹത്തുക്കളായ ആളുകളൊന്നും അവരുടെ പ്രവർത്തനങ്ങൾ ചെയ്തത് അള്ളാഹുലേക്ക് തവസ്സുലായിക്കൊണ്ടല്ലാതെ വേറൊന്നും ഇല്ല. അതായത് അവർ ഈ ത്വരീഖത്തൊക്കെ കൊണ്ടുവന്നത് അള്ളാഹിലേക്കുള്ളൊരു മാർഗ്ഗമായിട്ടാണ്. ത്വരീഖത്തിലൂടെ അള്ളാഹിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി, അല്ലാതെ വേറെ ഒന്നും ഇതുകൊണ്ട് ഉദ്ദേശമല്ല. അമ്മ അമ്രുൽ അബ്ദു വഹു അബ്ദുൻ എന്നാൽ അടിമൻ്റെ അവസ്ഥ എന്താണ്? അവൻ അടിമ തന്നെയാണ്. അവൻ ഒഫീദ അലിഹിൽ കൗനു വഹദ്ദുഹു മക്കാമു വഹുൽ മുൽക്ക് ഈ പ്രപഞ്ചത്തിൻ്റെ എല്ലാ കാര്യങ്ങളും അള്ളാഹു അവനെ അറിയിച്ചു കൊടുക്കുകയും അവനതിൻ്റെ രാജാവായി നിൽക്കുന്ന അവസ്ഥ ഉണ്ടാകുകയും ചെയ്താൽ പോലും അവൻ അടിമ തന്നെയാണ്. ഈ പ്രപഞ്ചത്തിലെ എല്ലാ കൈകാര്യകർത്തവും അള്ളാഹുവിന് നൽകിയാലും എന്നാലും അവൻ അടിമ തന്നെയാണ്. അപ്പോൾ ഒരു അടിമൻ്റെ അവസ്ഥ എപ്പോഴും അടിമത്വമാണെന്നും ഈ ത്വരീഖത്തോണ്ടുള്ള ലക്ഷ്യം അള്ളാഹുവിൽ എത്തിച്ചേരലാണ്, അള്ളാഹിൻ്റെ സാന്നിധ്യത്തിൽ എത്തിച്ചേരലാണെന്നും ബഹുമാനപ്പെട്ടവർ വ്യക്തമാക്കി കൊടുത്തു. വാന്നൽ വലിയു ഫി ഹക്കീക്കത്ത് ഹുവല്ലാഹു ലാ ഐറ യഥാർത്ഥത്തിൽ വലിയ ആരാണ്? അവ അള്ളാഹുവാണ് രക്ഷാധികാരി, വേറെ ആരുമല്ല എന്ന് അവിടുന്ന് വ്യക്തമാക്കി കൊടുത്തു. വാന്നമാ ഫസദ മിനൽ ഉഖൂലി അഹ്ലിഹ ഇന്നമാ നശഅ മിൻ അദമി ഇത്തിബാഇ സലഫി സ്വാലിഹി മിൻ ലഹും അങ്ങനെ എന്തുകൊണ്ടാണ് ഈ ആളുകൾക്ക് ഇങ്ങനത്തെ ഒരു ഫസാദ് വന്നു ചേർന്നത്? അവർ ഈ ത്വരീഖത്തിൻ്റെ പേരിലുള്ള ആളുകൾക്ക് എന്തുകൊണ്ടാണ് ഫസാദ് വന്നു ചേർന്നത്? അവർ സലഫ് സ്വാലിഹീങ്ങളായ മഹത്തുക്കളെ പിന്തുടരാത്തത് കൊണ്ടാണ്. മുൻകഴിഞ്ഞ സലഫ് സ്വാലിഹീങ്ങളായ ഇമാം ജുനൈദ് റളിയല്ലാഹു അൻഹു തങ്ങളെ പോലെ ഉള്ള മഹത്തുക്കളെ പിന്തുടർന്നിരുന്നെങ്കിൽ അവർക്ക് ഈ ഒരു മാർഗം, ഈ ഒരു അധപ്പതനം ഉണ്ടാവില്ലായിരുന്നു എന്ന് മഹാനവറുകൾ വ്യക്തമാക്കി കൊടുത്തു. വനഫറ അൻ ഐരില്ലാഹി ഫി ത്വരീഖ് സാനിയ അങ്ങനെ ഈ രണ്ടാമത്തെ വഴി ഉണ്ടല്ലോ, ഈ റിയാദകളുടെയും മുജാഹദുകളുടെയും കഷ്ടപ്പാടിൻ്റെയും അത്ഭുതങ്ങളുടെയും സ്വപ്നങ്ങളുടെയും ഒക്കെ ഒരു ലോകത്തിൻ്റെ ഒരു വഴി ഉണ്ടല്ലോ, ആ വഴി അല്ല, ആ വഴിയിൽ നിന്ന് ആളുകളെ ഓടിച്ചു മഹാനവറുകൾ. എന്നിട്ട് വലക്കനഹ റബ്ബി അങ്ങനെ അവിടത്തേക്ക് റബ്ബി ബിഹ അങ്ങനെ അവിടുന്ന് അവർക്ക് ലഭിച്ച അള്ളാഹുവിൽ നിന്നുള്ള മാർഗം പകർന്നു കൊടുക്കുകയും അവരെ അതിലൂടെ തർബിയത്ത് ചെയ്യുകയും ചെയ്തു. വനത്തജകുല്ല മന്നവാലഹു ബഹുമാനപ്പെട്ടവർ ആർക്കൊക്കെ ഇത് നൽകിയോ അവരൊക്കെ വിജയം കണ്ടെത്തി. ഔ സആദഹു ആരൊക്കെ മഹാനുകളെ ഈ വിഷയത്തിൽ സഹായിച്ചോ അവരൊക്കെ വിജയം കണ്ടെത്തി, അവർക്കൊക്കെ ഗുണം ലഭിക്കുന്നൊരവസ്ഥ ഉണ്ടായി. അങ്ങനെ മഹാനുകൾ വളർന്നു. പിന്നെ സുമ്മൈന്നഹു വസല ജമാന സഅദിഹി മാ ജദ്ദിഹി അങ്ങനെ അവിടുത്തെ വല്യുപ്പ സയ്യിദിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടുമുട്ടിയ ഒരു കാലം വന്നു. അതുവരെ അവിടുന്ന് ഇങ്ങനെ മുന്നോട്ട് പോയി. അങ്ങനെ പിന്നീട് അവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടുമുട്ടി. വജിത്തമ അമാൻ നബി അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് തങ്ങളോട് ഒരുമിച്ച് കൂടിയപ്പോൾ സ്വാഹിബ് ത്വരീഖ എങ്ങനത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്നാണ് സ്വാഹിബ് ത്വരീഖത്തിൻ്റെ സ്വാഹിബ്. ലാഹിറത്തമോ ബാത്തിനത്തുൽ അവിടുന്നാണ് അതിൻ്റെ ലാഹിറും ബാത്തിനും ഒക്കെ. അങ്ങനത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായിട്ട് ഒരുമിച്ച് കൂടിയപ്പോൾ ഫാദ അലൈഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ ഹുല്ലത്തഹു അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വസ്ത്രം കൊണ്ട് ഈ മഹാനെ അലങ്കരിച്ചു. അവിടുത്തെ വസ്ത്രം കൊണ്ട് ഇവരെ ഉടുപ്പിച്ചു. ബഹുമാനപ്പെട്ട സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ വസ്ത്രം സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വസ്ത്രമായി മാറി. വനസ്സലഹു മൻസിലത്തുഹു ഫി തുർഖ് സലാസ അങ്ങനെ മൂന്നാമത്തെ വഴി ഉണ്ടല്ലോ, നേരത്തെ പറഞ്ഞ മൂന്നാമത്തെ വഴി മുഖറബീങ്ങളുടെ വഴി, നേരായ വഴി, പിന്നെ സഹാബാക്കളെ വഴി, ആ വഴിയിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനവറുകളെ നേരെ നിർത്തി.
വഅല്ലമു കൈഫിയ്യത്ത് സുലൂക്ക് ബിഹിന്ന, ആ വഴിയിൽ എങ്ങനെയാണ് യാത്ര ചെയ്യുക എന്ന് മഹാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തേക്ക് പഠിപ്പിച്ചു കൊടുത്തു. സുമ്മ അമദ്ദഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി ഹദ്ദി റാബിയ അശ്റ മിനൽ ഖർനി സാലിസ അശ്റ. അങ്ങനെ 13-ാമത്തെ നൂറ്റാണ്ടിൻ്റെ 14-ാമത്തെ വർഷം ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തേക്ക് മദദ് നൽകി. ഉലൂമി സലാസത്തുല്ലത്തി അലിമുഹാ ലൈലത്തുൽ ഇസ്രാ, ഇസ്രാ മിഅ്റാജിൻ്റെ അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിച്ച 3 ഇൽമുണ്ട്. ആ ഇൽമുകളൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തേക്ക് പഠിപ്പിച്ചു കൊടുത്തു. 3 തരം ഇൽമ് എനിക്ക് ലഭിച്ചിട്ടുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു പറഞ്ഞിട്ടുണ്ട്. ഇസ്രാൻ്റെ അന്ന് ഇസ്രാ മിഅ്റാജിൻ്റെ അന്ന് എനിക്ക് 3 ഇൽമുകൾ കിട്ടിയിട്ടുണ്ട്. ഒന്ന് എനിക്ക് മാത്രമുള്ളതാണ്, ഒന്ന് എൻ്റെ സമൂഹത്തിൽ പ്രത്യേകക്കാർക്കുള്ളതാണ്, ഒന്ന് സാധാരണക്കാർക്കായ എല്ലാവർക്കും ഉള്ളതാണ്. ഈ 3 ഇൽമിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടത്തേക്ക് പകർന്നു കൊടുത്തു. ആ പകർന്നു കൊടുത്തത് എന്നാണ്? 13-ാമത്തെ ഹിജ്റ 13-ാം നൂറ്റാണ്ടിൽ 14-ാമത്തെ വർഷം. വാത്തലഹല്ലാഹു അലാമാ കാന ഹമായ കൂനു മിനൽ മുഅയ്യബാത്തി അന്ന, അങ്ങനെ ഇതുവരെ കഴിഞ്ഞതും ഇനി വരാനിരിക്കുന്നതുമായ മറഞ്ഞ കാര്യങ്ങളൊക്കെ അവിടത്തേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തു. വസാറ ബഹ്റൻ ലാ യുറാമു ഖറുഹു, അങ്ങനെ സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളായിത്തീർന്നു ഒരു സാഗരം, അതിൻ്റെ കര കണ്ടെത്താൻ പറ്റാത്തൊരു സാഗരമായി തീർന്നു അവിടുന്ന്. വാദഹറു ജവാഹിറുൽ ഹിസ്സിയ്യത്തി വൽ മഅനവിയ്യ, അങ്ങനെ അവിടെ നിന്ന് പവ്യങ്ങൾ വെളിവാകാൻ തുടങ്ങി, പവ്യങ്ങളും മുത്തുകളും ഒക്കെ വെളിവാകാൻ തുടങ്ങി. എങ്ങനത്തെ ഹിസ്സിയുമായ ബാഹ്യവും ആന്തരികമായ എല്ലാ വിജ്ഞാനങ്ങളുടെയും. വചറദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ ഐരി വഐരിയത്തി, അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ നിന്ന് സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളിൽ നിന്ന് ഊരിയെടുത്തു. മറ്റെല്ലാ സൃഷ്ടികളെ നോക്കുന്ന അവസ്ഥയും അള്ളാഹു അല്ലാത്തൊരു അസ്തിത്വം ഇവിടെ ഉണ്ട് എന്നുള്ള അവസ്ഥയും അതൊക്കെ സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളിൽ നിന്ന് ഊരിയെടുത്തു. ഫഖാല ലഹു, എന്നിട്ട് സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളോട് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖുദ് ഹാദിഹി ത്വരീഖ, ഈ ത്വരീഖത്തെ നിങ്ങൾ സ്വീകരിക്കുക. ബിലാ മുശഖ്ഖത്തിൻ വലാ ഹറജിൻ, ഒരു ബുദ്ധിമുട്ടും ഒരു പ്രയാസവും കൂടാതെ ഈ ത്വരീഖത്തെ നിങ്ങൾ സ്വീകരിക്കുക. വലാ ഉസ്ലത്തിൻ വലാ ഖൽവത്തിൻ, ഒരു ഏകാന്തവാസവും ഒറ്റപ്പെടലും ഇല്ലാതെ നിങ്ങൾ ഈ ത്വരീഖത്ത് സ്വീകരിക്കുക. ഹത്താ തസീല മഖ്സൂദകല്ലതി വഉഇത ബിഹി ഫീ ഇൽമി റബ്ബിക, എത്രത്തോളം എന്നാൽ ഈ ത്വരീഖത്തിലൂടെ നിങ്ങൾ എത്തിച്ചേരും അള്ളാഹു നിങ്ങളിൽ നിന്ന് മറച്ചു വെച്ച, നിങ്ങൾക്ക് വാദി ചെയ്യപ്പെട്ട, നിങ്ങൾക്ക് ഉറപ്പ് നൽകപ്പെട്ട ആ ഒരു ലക്ഷ്യത്തിലേക്ക്, അള്ളാഹുവിൻ്റെ മാരിഫത്തിലേക്ക്. അങ്ങനെ അള്ളാഹുവിൻ്റെ മാരിഫത്തിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ പറ്റും ഒരു പ്രയാസവും ബുദ്ധിമുട്ടും ഇല്ലാതെ, ഒരു ഒറ്റപ്പെടലും ഏകാന്തവാസവും ഇല്ലാതെ അള്ളാഹു ആകുന്ന അള്ളാഹുവിൻ്റെ മാരിഫത്തിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കും. അങ്ങനത്തെ ഒരു ത്വരീഖത്ത് നിങ്ങൾ സ്വീകരിക്കുക എന്ന് സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളോട് സയ്യിദുൽ വജൂദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. വഖാല ലഹു, സയ്യിദുൽ വജൂദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളോട് പറഞ്ഞു, ഇജ്തിഹാദ് ഫി അംറൈൻ, നിങ്ങൾ 2 വിഷയത്തിൽ പരിശ്രമിക്കണം. ഫി നഫ്സ്, ഒന്നാമത്തെ വിഷയം നിങ്ങൾ സ്വന്തം നഫ്സിലുള്ള പരിശ്രമമാണ്. വഹുവ അദമുൽ ഹുദൂരി മിൻ ഐരി വ ഐരിയത്തി മിൻ ഖൽബി, അതെന്താണ്? ഹൃദയത്തിൽ മറ്റൊന്നുണ്ട് എന്ന ചിന്ത ഒഴിവാക്കലാണ്. അതുപോലെ ഹൃദയത്തിൽ അള്ളാഹു അല്ലാത്ത മറ്റൊന്നുമായിട്ടുള്ള ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഒഴിവാക്കലാണ്. അതിൻ്റെ ചിന്തകൾ കടന്നു വരുന്നത് നിങ്ങൾ ഒഴിവാക്കണം. അത് നിങ്ങളുടെ നഫ്സിൻ്റെ പരിശ്രമമാണ്. ഒന്നാമത്തേത് അള്ളാഹു അല്ലാത്ത മറ്റുള്ള വിഷയങ്ങൾക്ക് ആയിട്ട് ബന്ധപ്പെടുന്നത് നിങ്ങൾ ഒഴിവാക്കണം. അങ്ങനെ അല്ലല്ലാത്ത ഒന്നിലേക്ക് നിങ്ങൾ തിരിയുന്നൊരവസ്ഥ ഉണ്ടാവരുത്. അതുപോലെ തന്നെ അല്ലല്ലാത്ത ഒന്നുണ്ട് എന്നുള്ള ചിന്ത നിങ്ങൾക്ക് ഉണ്ടാവരുത്. ഇത് രണ്ടും നിങ്ങൾ ഒഴിവാക്കണം. അതാണ് ഒന്നാമത്തെ നിങ്ങളുടെ പരിശ്രമം. അദമൽ ഖസ്ദ്, രണ്ടാമത്തെ പരിശ്രമം അദമൽ ഖസ്ദ്, അള്ളാഹു അല്ലാത്തൊരു ലക്ഷ്യവും നിങ്ങൾക്ക് ഉണ്ടാവരുത്. അതാണ്, ഇത് രണ്ടും നിങ്ങൾ ഒഴിവാക്കണം. വയ്യാക അൻ തത്ലുബ ബി അമലിക ഫതഹൻ, നിങ്ങൾ അമൽ കൊണ്ട് ഫതഹിനെ, ആത്മീയമായ തുറസിനെ തേടുന്നത് നിങ്ങൾ ഒഴിവാക്കണം, അത് സൂക്ഷിക്കണം. അൻത മഫ്തൂഹുൻ അലൈക, കാരണം അത് നിങ്ങൾക്ക് ഓൾറെഡി വെക്കപ്പെട്ടതാണ്. അത് നിങ്ങൾക്ക് വരും, അത് വരാതിരിക്കൊന്നുമില്ല. നിങ്ങളത് തേടുന്നത് ഒഴിവാക്കണം. ഫൈന തലബൽ ഫതഹ യു അവ്വിഖുൽ ഫതഹ, കാരണം ഫതഹിനെ തേടുന്നത് ഫതഹ് കിട്ടുന്നത് തടസ്സം ചെയ്യും. അപ്പോൾ നമ്മൾ ത്വരീഖത്ത് സ്വീകരിച്ചു, ചിലപ്പോൾ ആ ത്വരീഖത്ത് സ്വീകരിക്കുന്നത് തന്നെ അത് മതിയാവും നമ്മളെ ഫതഹ് എത്തിക്കാൻ. ചിലപ്പോൾ നമുക്ക് ആ ഫതഹിനെ എളുപ്പമാക്കാൻ വേണ്ടി ചിലപ്പോൾ നമ്മൾ തർബിയ ഒക്കെ സ്വീകരിക്കും. ഷെയ്ഖ് ഇബ്രാഹിം നിയാസ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞു തന്ന മാർഗ്ഗം അവർക്ക് നമ്മൾ അവലംബിക്കും എന്ന് കരുതി ഇതൊക്കെ എനിക്ക് ഫതഹ് കിട്ടണം, എന്താ ഫതഹ് കിട്ടാത്തത്, ഞാൻ കുറേ ആയല്ലോ ഫതഹ് കിട്ടായിട്ട്, എനിക്ക് ഫതഹ് കിട്ടാൻ എല്ലാവർക്കും കിട്ടിയല്ലോ, എനിക്കെന്താ കിട്ടാത്തത്, ഇങ്ങനെ തുടങ്ങിയുള്ള ചിന്തകൾ നമ്മൾ ഒഴിവാക്കണം. കാരണം
ഓരോരുത്തർക്ക് അള്ളാഹ് കണക്കാക്കിയിട്ടുണ്ട്. ചില ആൾക്കാർക്ക് തുടക്കത്തിലേ അള്ളാഹു ഫത്ത് കൊടുക്കും. എന്നിട്ട് അള്ളാഹു ആ ഫത്ത് നോക്കിയിട്ട് അവൻ്റെ അടുത്തുനിന്ന് ഒരു ഫത്തുഹായ ആളുകളിൽ നിന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന പ്രവർത്തനങ്ങൾ അവനിൽ നിന്ന് ഇല്ലാണ്ടാവുമ്പോൾ, അവനിൽ നിന്ന് മാറുമ്പോൾ അള്ളാഹുവിൽ നിന്ന് മുറിഞ്ഞ അവസ്ഥയിൽ അവനെ ആക്കി തീർക്കും. എന്നാൽ ചില ആളുകൾക്ക് കുറേ കാലം കഴിഞ്ഞ് അള്ളാഹു ഫത്ത് കൊടുക്കും. പക്ഷേ ആ ഫത്ത് കിട്ടുന്ന അവസ്ഥ വരെ അവനെ അള്ളാഹുവിൻ്റെ ഉബൂദിയത്തിൽ നിലനിർത്തിയിട്ടുണ്ടാവും. ശേഷവും അള്ളാഹുവിൻ്റെ ഉബൂദിയത്തിൽ നിലനിർത്തിയിട്ടുണ്ടാവും. ഈ രണ്ടാമത്തെ ആളാണ് ഒന്നാമത്തെ ആളെക്കാളൊക്കെ എത്രയോ മെച്ചം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഫത്തുഹിനെ തേടുന്ന പരിപാടി ഒഴിവാക്കുക. ഫത്തുഹിനെ തേടണ്ട. നമ്മളതിൻ്റെ വഴികൾ, നമ്മൾ ശൈഖന്മാരെ നമുക്ക് പഠിപ്പിച്ചെന്ന വഴികൾ നമ്മൾ കൊണ്ടുനടക്കണം. പക്ഷേ അത് സ്വീകരിച്ചതുകൊണ്ട് നാളെ കിട്ടും മറ്റന്നാൾ കിട്ടും എന്ന് വിചാരിച്ച് നടക്കരുത്. അത് നമ്മളതിൻ്റെ വഴികൾ അന്വേഷിക്കാം. ആ വഴികളിൽ ഉബൂദിയത്തിലായി നിൽക്കുക. അള്ളാഹിനെ ഫത്തഹ് ബഹുമാനപ്പെട്ട ഷെയ്ഖ് ഇബ്രാഹിം നിയാസ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുന്നുണ്ട്, ആരെങ്കിലും ഔറാത്ത് തർബിയ സ്വീകരിച്ചു, എന്നിട്ട് അതിൻ്റെ ദിക്റുകൾ ചൊല്ലി അവൻ അതുകൊണ്ട് ചെയ്യുന്ന ആ സ്വലാത്ത് ചൊല്ലുന്നതുകൊണ്ട് ദിക്റ് ചൊല്ലുന്നതുകൊണ്ട് അവൻ ഉദ്ദേശിക്കേണ്ടത് ഇത് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരമാണ് ചെയ്യുന്നത്, അള്ളാഹിൻ്റെ അടിമത്തത്തിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് എന്നാണ് അവൻ നിയ്യത്ത് വെക്കേണ്ടത്. വേറെ ഒന്നും നിയ്യത്ത് വെക്കാൻ പാടില്ല. ഇതുകൊണ്ട് ഫത്തഹ് കിട്ടണമെന്ന് വിചാരിക്കരുത്. ഫത്തഹ് ഒക്കെ അതിൻ്റെ കൂടെ വന്നുകൊള്ളും. അപ്പം ഫത്തുഹിനെ തേടുന്നത് ഫത്തുഹിനെ തടസ്സപ്പെടുത്തും. പ്രത്യേകിച്ചും തിജാനികൾക്ക് ഫത്തുഹ് ഉറപ്പ് നൽകപ്പെട്ടതാണ്. മരിക്കുമ്പോൾ എന്തായാലും ഉണ്ടാവും. ഒരു തർബിയ സ്വീകരിച്ചില്ലെങ്കിലും മരിക്കുമ്പോൾ ഫത്തുഹ് ഉണ്ടാവും. അതേസമയം തർബിയൊക്കെ സ്വീകരിച്ച ഫത്തുഹ് കുറച്ചും കൂടി എളുപ്പമാവും. പക്ഷേ ആ എളുപ്പം തന്നെ നമ്മൾ വിചാരിച്ച പോലെ നാളെ മറ്റന്നാൾ നടക്കണം നിർബന്ധമൊന്നുമില്ല. ചിലർക്ക് നടന്നു വരാം. അപ്പം അതിനെ തേടുന്നത് അത് തടസ്സപ്പെടുത്തും. ബഹുമാനപ്പെട്ട ഹസൻ ബാഖിലി തങ്ങൾ അതിന് വിശദീകരിക്കുകയാണ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? മുബൈദുൻ, അതിൽ നിന്ന് അകറ്റപ്പെടും. നമ്മൾ ഈ ഫത്തുഹിനെ എങ്ങനെ തേടുന്നത്? ഫത്തുഹിൽ നിന്ന് നമ്മൾ അകറ്റപ്പെടും. ലിഅന്നൽ ഫത്ഹ ഫി ത്വരീഖത്തു സ്വഹാബ, കാരണം സ്വഹാബാക്കളുടെ വഴിയിലുള്ള ഫത്ഹ് എന്താണ്? ഹുജൂമിയും ബിഖഹരി ഇലാഹിയായ പിടുത്തത്തിൽ നിന്ന് വരുന്ന പെട്ടെന്നുള്ളൊരു പിടുത്താണ്. മിൻ ഐരി തഅറുദിൻ ലഹു, അവർ അതിലേക്ക് തിരിയാതെ. അപ്പോൾ സഹാബാക്കൾ അതിലേക്ക് തിരിഞ്ഞത് കൊണ്ടല്ല അവർക്ക് ഫത്ഹ് ഉണ്ടായത്. സഹാബാക്കൾക്ക് ഫത്ഹ് ഉണ്ടായത് എങ്ങനെയാണ്? പെട്ടെന്ന് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു പിടുത്തം അവരിലേക്ക് വന്നതുകൊണ്ടാണ്. അതുപോലെ തന്നെയാണ് തിജാനികൾക്കും ഫത്ഹ് ഉണ്ടാവുക. നമ്മളിങ്ങനെ കഷ്ടപ്പെട്ട് നാളെ മറ്റന്നാൾ ഇതിൻ്റെ പിറ്റേന്ന് ഫത്ഹ് കിട്ടുമെന്ന് വിചാരിച്ചിങ്ങനെ നടന്നാൽ ചിലപ്പോൾ കിട്ടണമെന്നില്ല. നമ്മളറിയാതെ പെട്ടെന്നായിരിക്കും നമുക്ക് ആ ഒരു അവസ്ഥയൊക്കെ മാറുക. അതെപ്പോഴെങ്കിലുമൊക്കെ സംഭവിക്കും. ആ സംഭവിക്കുന്ന സമയത്ത് സംഭവിച്ചോട്ടെ. നമ്മൾ ശൈഖന്മാരെ നമ്മളെടുത്ത് ആഗ്രഹിക്കുന്ന ഉബൂദിയത്തിലായി നിൽക്കുക എന്നുള്ളതിനാണ് നമ്മൾ ലക്ഷ്യം, അല്ലാതെ ഫത്ഹ് അല്ല. ഉബൂദിയത്തിലായി നിൽക്കാൻ നമുക്ക് ഫത്ഹിന് ശേഷം സാധിക്കുന്നില്ലെങ്കിൽ നമുക്ക് ആ ഫത്ഹിനെ കൊണ്ട് വലിയ ഖൈറും ഇല്ല. വഖാലലഹു, അപ്പം മാത്രമല്ല സയ്യിദ്നാ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു തങ്ങളോട് സയ്യിദുൽ വജൂദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നലിൽ ഹദ്റത്ത് ഇലാഹിയ്യത്ത് ബാബൈൻ, അള്ളാഹുവിലേക്കുള്ള ഹദ്റത്ത്, അള്ളാഹിൻ്റെ സാന്നിധ്യത്തിലേക്ക് രണ്ട് കവാടങ്ങളുണ്ട്. ബാബൻ മഫ്തൂഹൻ ബാബൻ മസ്ദൂദൻ. ഒന്ന് അടക്കപ്പെട്ട ഒന്ന് തുറന്ന കവാടാണ്. അള്ളാഹിലേക്ക് രണ്ട് കവാടങ്ങളുണ്ട്. ഒന്ന് തുറന്ന കവാടാണ്, ഒന്ന് അടക്കപ്പെട്ട കവാടാണ്. ഫൈദാ ബർജത്തൽ ഇബാദത്തു മിൻ സാഹിബിഹ ബി കസ്ദി ഷൈഇൻ, ഇനി ഒരു അടിമയിൽ നിന്ന് വന്നാൽ ഇബാദത്ത്, എങ്ങനത്തെ ഇബാദത്ത്? എന്തോ ഒരു ആഗ്രഹത്തിൻ്റെ പേരിലുള്ള ഇബാദത്ത്. അവന് ദിക്ർ ചെല്ലുന്നത്, ഖുർആൻ ഓതുന്നത് എന്തോ ഒരു കാര്യം നേടാനാണ്, ദുനിയാവിലെയോ ആഖിറത്തിലോ എന്തോ കാര്യം നേടാനാണ്. അങ്ങനെ ഒരു ആഗ്രഹം അവനിൽ നിന്ന് വന്നാൽ മാമാ തമുറുബി ഇബാദത്തുഹു ഫി ത്വരീഖിൽ മഅസൂലത്തി ഇലാ ബാബി മസ്ഊദ്, അവനെ ആ ഒരു ഇബാദത്ത് കൊണ്ടുപോവുക ഈ അടഞ്ഞ കവാടത്തിലൂടെയാണ്. ഈ അടഞ്ഞ കവാടത്തിലേക്കാണ്. അള്ളാഹിലേക്ക് രണ്ട് കവാടങ്ങളുണ്ട്, ഒന്ന് തുറന്ന കവാടം, ഒന്ന് അടഞ്ഞ കവാടം. ഈ അടഞ്ഞ കവാടത്തിലേക്കാണ് ഈ ആഗ്രഹങ്ങൾ തേടുന്ന ആൾക്കാർ എത്തിച്ചേരുക. അടഞ്ഞ കവാടത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഇപ്പോൾ നമ്മളൊരു വീട്ടിലേക്ക് കയറി ചെന്നു. അപ്പോൾ വീട്ടിലേക്ക് കയറി ചെന്നാൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ അതോ നമ്മൾ ദൂരത്ത് തന്നെ നമ്മൾ കണ്ടാൽ നമുക്ക് വാതിൽ തുറന്നു തരും. നിങ്ങൾ വന്നോ, എന്നിട്ട് ആ ഡോറിൻ്റെ അടുത്ത് നമ്മൾ വന്ന് നിൽക്കും. കയറിയിരിക്കുക, എന്താ വേണ്ടത്, കുടിക്കാൻ എന്താ വേണ്ടത്, എന്താ എടുക്കാൻ ഭക്ഷണം എന്താ വേണ്ടത്, നിങ്ങൾക്ക് എന്താ വിശ്രമിക്കണോ എന്നൊക്കെ ചോദിച്ച് നമ്മൾ അവരെ ആതിഥ്യ മര്യാദ കാണിക്കും. അതേസമയം നമുക്ക് അവരെ കയറ്റാൻ ഇഷ്ടപ്പെടാത്ത ആളാണ് വാതിൽ അടച്ചന്നെ വെക്കും. അവരോട് ചോദിക്കും എന്താണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് ചോദിക്കും ഡോറിൻ്റെ ഉള്ളിൽ നിന്ന്. അപ്പോൾ അവർ പറയും ഇന്ന കാര്യമാണ് ആവശ്യം, എന്നാൽ അതേ അവിടെ കൊണ്ടേക്ക് ഞങ്ങൾ പോയിക്കോളിന്ന് പറയും. എല്ലാവർക്കും എന്താ പൈസ ആയിരിക്കും ആവശ്യം, ചിലപ്പോൾ ഭക്ഷണമൊക്കെ ആവശ്യം, അത് കൊടുക്കും. പക്ഷേ ഇവരെ വീട്ടിലേക്ക് കയറാൻ സമ്മതിക്കില്ല. അതുപോലെ അള്ളാഹുവിൻ്റെ അടുത്ത് നിന്ന് എന്തെങ്കിലും ആവശ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഇബാദത്തുമായിട്ടാണ് അള്ളാഹിൻ്റെ അടുക്കേക്ക് പോകുന്നത്. അവൻ അള്ളാഹിൻ്റെ കവാടത്തിൽ എത്തിച്ചേരും. പക്ഷേ അടഞ്ഞ കവാടിക്കും, അള്ളാഹിനെ കാണാൻ പറ്റില്ല. അവിടെ ചിലപ്പോൾ അവൻ്റെ ആവശ്യങ്ങൾ നിർവഹിക്കപ്പെടും, ചിലപ്പോൾ ഉറപ്പില്ല, അതും ഉറപ്പൊന്നുമില്ല. ചിലപ്പോൾ അവൻ്റെ ആവശ്യങ്ങൾ നിർവഹിക്കപ്പെടും, പക്ഷേ അള്ളാഹിനെ കാണാൻ കഴിയില്ല. അത് അടഞ്ഞ കവാടമായിരിക്കും. ആ അടഞ്ഞ കവാടത്തേക്ക് അവൻ പ്രവേശിക്കപ്പെടും. ഹുജബ് ഇബാദത്തുഹു വയുജബു സാഹിബുഹ, അങ്ങനെ ആ ഇബാദത്തും അതുപോലെ തന്നെ അവനും അള്ളാഹുവിൽ നിന്ന് മറഞ്ഞ അവസ്ഥയിലായിരിക്കും ഉണ്ടാവുക. ആ ഇബാദത്ത് അവൻ ചെയ്യുമ്പോഴും അള്ളാഹിൽ നിന്ന് മറഞ്ഞ അവസ്ഥ എനിക്ക് അനുഭവപ്പെടുക.
ഓൻ ആ ഒരു ആവശ്യത്തിന് വേണ്ടിയാണ് ദിക്കറില്ലെങ്കിൽ ആ ദിക്കറിലും അള്ളാഹുവിൽ നിന്നുള്ള തുറസൊന്നും അവന് കാണാൻ പറ്റില്ല. ആ കാര്യം ചിലപ്പോൾ നടന്നു കിട്ടും, അള്ളാഹിൽ നിന്ന് തുറസ് കിട്ടൂല. അതുപോലെ തന്നെ അവന് അള്ളാഹുവിനെ അതിലൂടെ നേടിയെടുക്കാനും സാധിക്കൂല. ഇതായിരിക്കും അവൻ്റെ അവസ്ഥ. വൈദാ ബർദത്തു മിൻ സാഹിബിഹാ മിൻ ഐരി ഖസ്ദിൻ ശൈഅൻ മാഹാ. ഇനി ഒരു ഇബാദത്ത് കൊണ്ട് ഒരു അടിമക്ക് മറ്റൊരു ലക്ഷ്യവും ഇല്ലെങ്കിൽ, അള്ളാഹു അല്ലാത്ത ഒരു ലക്ഷ്യവും ഇല്ലെങ്കിൽ വൈൻ അതഖ്നഹ, അവൻ ശുദ്ധീകരിച്ചു, പൂർത്തീകരിച്ചു. വഹ്സനഹ, അതിനെ സൗന്ദര്യവൽക്കരിച്ചു. ബിഫ്രാദിഹാലി ഹദർത്തി മൗലാഹു മിൻ ഐരിൽ അർദിൻ, മറ്റെല്ലാ ആഗ്രഹങ്ങളും ഒഴിവാക്കിക്കൊണ്ട് എൻ്റെ മൗലയായ റബ്ബിൻ്റെ സാന്നിധ്യത്തിലെത്താൻ വേണ്ടി മാത്രമാണ് ഈ ഇബാദത്ത് ചെയ്യുന്നത്, അള്ളാഹിൻ്റെ ഉബൂദിയത്തിലായി നിൽക്കാൻ വേണ്ടിയാണ്, വേറെ ഒന്നിനുമല്ല എന്ന് വിചാരിച്ചാണ് ആ പ്രവർത്തനം ചെയ്യുന്നുണ്ട്. ബൽ ബിമഹദുൽ ഉബൂദിയ, അവൻ്റെ ആ ഒരു ഇബാദത്ത് ഉബൂദിയത്തിൽ നിലകൊണ്ടാൻ വേണ്ടി മാത്രമാണെങ്കിൽ തമുറു ഇബാദത്തുലി ത്വരീഖിൽ മഅ്സൂലത്തി ഇലാ ബാബിൽ മഫ്തൂഹ്, അങ്ങനെ അവൻ്റെ ഇബാദത്ത് കൊണ്ട് അവൻ എത്തിച്ചേരുക ഈ തുറന്ന കവാടത്തിലേക്കാണ്. അപ്പോൾ അവൻ നിസ്കരിക്കുന്നത്, അവൻ ഖുർആൻ ഓതുന്നത്, അവൻ ദിക്ർ ചെല്ലുന്നത്, അവൻ്റെ ലക്ഷ്യം അള്ളാഹുവിൻ്റെ ഉബൂദിയത്തിലായി നിൽക്കൽ മാത്രമാണ്, വേറൊന്നുമില്ല. വേറൊന്നും ദുനിയാവിലെ ആഖിറത്തിൽ ലക്ഷ്യം ആ പ്രവർത്തനം കൊണ്ട് അവൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ അവൻ ആ ഒരു പ്രവർത്തനത്തിലൂടെ അള്ളാഹുവിൻ്റെ തുറന്ന കവാടത്തിലേക്ക് എത്തിച്ചേരും. ഫതജിദു ബാബൻ മഫ്തൂഹൻ, അങ്ങനെ ആ കവാടത്തിൽ എത്തിച്ചേർന്നാൽ അവന് കാണാൻ സാധിക്കും വാതിൽ തുറന്നു കിടക്കുന്നതായിട്ട്. ഫതദ്ഖുലു തുഖ്ബലു, അങ്ങനെ അതിലേക്ക് അവൻ പ്രവേശിക്കുകയും അവനെ സ്വീകരിക്കപ്പെടുകയും ചെയ്യും. വയദ്ഖുലു സാഹിബു യുഖ്ബലു, അവിടെ അവന് അതിൻ്റെ ആളെ അള്ളാഹു സ്വീകരിക്കുകയും അതിൻ്റെ ആളെ അള്ളാഹു ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്യും. ഫയുമഹദു ലഹു ഫുർഷു കബൂൽ ബി അദബിഹി, അദ്ദേഹത്തിൻ്റെ ഈ അദബ് കൊണ്ട് അള്ളാഹു അവന് അള്ളാഹുവിൻ്റെ കബൂലിയത്തിൻ്റെ, അള്ളാഹുവിൻ്റെ സ്വീകാര്യതയുടെ പരവതാനി തയ്യാറാക്കി കൊടുക്കും. അവന് ഈ അദബ് കാണിച്ചല്ലോ, അള്ളാഹിൻ്റെ സാന്നിധ്യത്തിൽ ഈ അമല് കൊണ്ട് അല്ലാതെ വേറെ ഉദ്ദേശവും വെച്ചില്ലല്ലോ. അതുകൊണ്ട് അള്ളാഹിൻ്റെ സ്വീകാര്യതയുടെ പരവതാനി അവന് വേണ്ടി തയ്യാറാക്കി കൊടുക്കും. വഹൈസു, അങ്ങനെ അതിൻ്റെ ഇരിപ്പിടത്തിൽ അവനിരിക്കും. വഹൈസു അതക്കന ഇബാദത്തൻ ബിഫ്രാദിഹ അലി ഹദറത്ത് സയ്യിദി, അങ്ങനെ അവന് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? അവൻ്റെ ആ ഇബാദത്തിൽ അള്ളാഹുവിൻ്റെ സാന്നിധ്യത്തിന് മാത്രമേ പ്രതീക്ഷിച്ചിട്ടുള്ളൂ, വേറൊന്നും പ്രതീക്ഷിച്ചില്ല. വഹു ആരിഫും ബി കൈഫിയത്തുൽ ഉബൂദിയ, അങ്ങനെയാണ് യഥാർത്ഥത്തിൽ ആരിഫായ ഒരു മനുഷ്യൻ ഉബൂദിയത്തിലായി നിലകൊള്ളുക. ഉബൂദിയത്തിൽ നിൽക്കുന്ന ഒരു ആരിഫിൻ്റെ അവസ്ഥ ഇതാണ്. ഫലമ്മ ജറദു സല്ലല്ലാഹു അലൈഹി വസല്ലം മിനൽ ഖസ്ദി വഐരിയത്തി, അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളിൽ നിന്ന് ഊരിയെടുത്തപ്പോൾ, ഒഴിവാക്കിയപ്പോൾ, എന്ത് മിന ഖസ്ദി ഐരിയത്തി, മറ്റുള്ളതിനെ തേടുന്നതും മറ്റൊന്ന് ഇവിടെ ഉണ്ട് എന്നുള്ള അവസ്ഥ മനസ്സിലാക്കുന്നതൊക്കെ മാറ്റിയപ്പോൾ, വഖാലഹു വസ്ലുബി റബ്ബിഹി അലാ വജ്ഹിൽ മുആയന, നേരിൽ കാണുന്ന അവസ്ഥയിൽ അവിടുത്തെ റബ്ബിലേക്ക് എത്തിച്ചേർന്നു. മുഅരിദൻ അനിൽ അഖ്വാൻ, അങ്ങനെ അവിടുന്ന് ഈ പ്രപഞ്ചത്തിനൊക്കെ പ്രപഞ്ചത്തിൽ നിന്നൊക്കെ സൃഷ്ടികളിൽ നിന്നൊക്കെ തിരിഞ്ഞ അവസ്ഥയിലാണ് അദ്ദേഹം അവിടുന്ന് ഇങ്ങനത്തെ ഒരു അവസ്ഥ എത്തിച്ചത്. മുഅല്ലിമൻ ലഹാ ബിവജി സയ്യിദില ഐരി, അവൻ്റെ ആ അടിമൻ്റെ റബ്ബിൻ്റെ വജിഹിന് വേണ്ടി മാത്രമായിരുന്നു ഈ സൃഷ്ടികളെ മുഴുവൻ അവിടുന്ന് ബഹുമാനിച്ചിരുന്നത്. സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ സൃഷ്ടികളെ ഒഴിവാക്കി എന്ന് പറഞ്ഞാൽ ഒരു സൃഷ്ടികളൊക്കെ നിന്ദിച്ചു എന്നല്ല അർത്ഥം. സൃഷ്ടികളെ ബഹുമാനിക്കേണ്ടിടത്തൊക്കെ ബഹുമാനിച്ചിട്ടുണ്ട്, പക്ഷേ ആ ബഹുമാനിക്കുന്നത് ആർക്ക് വേണ്ടിയാണ്? അള്ളാഹുവിന് വേണ്ടി മാത്രം, വേറൊരു ലക്ഷ്യത്തിന് ബഹുമാനിച്ചിട്ടില്ല. ഫഹസലഹുൽ ഒൻസ്, അങ്ങനെ ഈ ഒരു അവസ്ഥയിൽ അവിടുന്ന് മുന്നേറിയപ്പോൾ, അല്ലാത്ത എല്ലാത്തിനെയും ഒഴിവാക്കിയപ്പോൾ, അള്ളാഹിൻ്റെ അസ്തിത്വം അല്ലാതെ വേറെ ഒരു അസ്തിത്വം ഇവിടെ ഇല്ല എന്നുള്ളൊരു ബോധത്തിൽ അവിടുന്ന് മാറിയപ്പോൾ, ഫഹസലഹുൻസ്, ബഹുമാനപ്പെട്ട സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾക്ക് അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ അടുപ്പം കരസ്ഥമാക്കാൻ സാധിച്ചു. വക്ക, അങ്ങനെ ആ അടുപ്പം കരസ്ഥമാക്കിയപ്പോൾ അവിടത്തേക്ക് സംഭവിക്കേണ്ടതൊക്കെ സംഭവിച്ചു. വക്കാന ബൈനഹു ബൈന റബ്ബിഹി, അവിടുന്ന് ആയിത്തീർന്നു, അവിടുത്തെ ഇടയിൽ അവിടുന്ന് ആയിത്തീർന്നു. എങ്ങനെ? ഖുർആനിൽ പറഞ്ഞ പോലെ, ഇദായ സിദ്റതമായ ആ സിദ്റ എന്നുള്ള ഏറ്റവും ഉന്നതമായ ഒരു ആ ആത്മീയ അവസ്ഥയിൽ ആ ഒരു പോയിന്റിൽ അവരെത്തിച്ചേർന്നപ്പോൾ ആ സിദ്റത്ത് അനാവരണം ചെയ്തു, അനാവരണം ചെയ്യേണ്ടതുപോലൊക്കെ. അങ്ങനെ ആ ഒരു അവസ്ഥയിൽ സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ അല്ലാത്ത എല്ലാത്തിനെയും മറന്നു. അള്ളാഹ് മുഴുവൻ അവിടത്തേക്ക് മൂടിയ അവസ്ഥ അവിടത്തേക്ക് ഉണ്ടായി. ഫമാസാ ബസറു ഇലൽ മുഖവ്വിനാത്ത്, സൃഷ്ടികളായ ഒന്നിലേക്കും അവിടുത്തെ ശ്രദ്ധ തെറ്റിപ്പോയില്ല. വാഖബല അലല്ലാഹി ഇഖ്ബാലൻ കുല്ലിയൻ,
ആ ഒരവസ്ഥയിൽ അള്ളാഹു താല അവിടുത്തെ സ്വീകരിച്ചു, പരിപൂർണമായ രൂപത്തിലുള്ള സ്വീകരണം കൊണ്ട്. വഹുവ ഐനു തൗഹീദിൽ ഖാലിസ്. ആ സ്വീകരണം എന്താണ്? അത് പരിശുദ്ധമായ തൗഹീദിൻ്റെ സത്തയായിരുന്നു. വലഹറ മാ ലഹറ. അങ്ങനെ അവിടുത്തതിലൂടെ വെളിവാവേണ്ടതൊക്കെ വെളിവായി. വഅ്തറഫ മാ അ്തറഫ. അങ്ങനെ സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ കോരിയെടുക്കേണ്ടതൊക്കെ കോരിയെടുത്തു. ആ ഒരു ആത്മീയമായ സാഗരത്തിൽ നിന്ന് അവിടുന്ന് ആ ആത്മീയമായ കള്ള് കോരിയെടുക്കേണ്ടതുപോലൊക്കെ കോരിയെടുത്തു. ശരീബ മാ ശരീബ. അവിടുന്ന് അത് കുടിക്കേണ്ടതുപോലൊക്കെ കുടിച്ചു. തദല്ലാലുഹു ജമാലു വ ജലാലു സയ്യിദിഹി. അങ്ങനെ അള്ളാഹുവിൻ്റെ ജമാലും ജലാലും ഒക്കെ അവിടുത്തെ അടുത്തേക്ക് ഇറങ്ങി വന്നു. ഫറആഹു മിറാഅത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ ഇതൊക്കെ സംഭവിച്ചത് നോർമലായ ആളുകൾക്ക് സംഭവിച്ചതുപോലെയല്ല. എങ്ങനെ സംഭവിച്ചത്? വറാഹു മിൻ മിറാഇ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടത്തേക്ക് ഇതൊക്കെ കാണാൻ സാധിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കണ്ണാടിയിലൂടെയാണ്. അപ്പോൾ ഒരാൾ അള്ളാഹുവിനെ അറിയുന്നത്, സ്വന്തമായിട്ട് അള്ളാഹിനെ അറിയുന്ന ഒരവസ്ഥയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കണ്ണാടിയിലൂടെ അതിനെ കാണുന്ന അവസ്ഥയും രണ്ടും രണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ണാടിയിലൂടെ കാണുന്നതാണ് ഏറ്റവും ഉന്നതമായ അവസ്ഥ, സ്വന്തമായി കാണുന്നതിനേക്കാളും. അതുകൊണ്ടാണ് മഹാന്മാർ, ഉന്നതരായ ആരിഫീങ്ങളൊക്കെ അള്ളാഹിൻ്റെ ഖലീഫയിലേക്കാണ് അവരുടെ മടക്കുണ്ടാവുക. അള്ളാഹിലേക്ക് മടങ്ങുന്നതിനേക്കാളും ഉന്നതമായ അവസ്ഥ അള്ളാഹിൻ്റെ ഖലീഫയിലൂടെ അള്ളാഹിനെ കാണുന്ന അവസ്ഥയാണ്. അപ്പോൾ സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ ഈ അള്ളാഹുവിലുള്ള ഈ അള്ളാഹിൻ്റെ സാഗരത്തിൽ ലയിച്ചു ചേർന്നതും അവൻ്റെ കള്ള് കോരിക്കുടിച്ചതും അവൻ്റെ ജമാൽ ജലാലുകൾ ആസ്വദിച്ചതും ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്ന കണ്ണാടിയിലൂടെയായിരുന്നു. അല്ലദീ ഹുവ ഇമാമുഹു വ ശൈഖുഹു വ ഉസ്വതുഹു. ബഹുമാനപ്പെട്ട സയ്യിദുൽ വജൂദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരുന്നു ഇമാമുഹു, സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ ഇമാമും, വ ശൈഖുഹു അവിടുത്തെ ശൈഖും, വ ഉസ്വതുഹു അവിടുത്തെ മാതൃകയും എന്തിൽ? ഇത്തിബാഅൻ അവരെ പിന്തുടരുന്നതിൽ, വലിബാസൻ അവരുടെ വസ്ത്രമണിയുന്നതിൽ, വിലായത്തിൽ, ഖിലാഫത്തിൽ ഇതിലൊക്കെ അവിടെ നിന്നായിരുന്നു ഇമാമും ഷെയ്ഖും മാതൃകയൊക്കെ. ഫഹന അൽ മസാഉ. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായ കണ്ണാടിയിലൂടെ ഇതൊക്കെ അനുഭവിച്ചതുകൊണ്ട് അവിടുത്തെ രുചി ഏറ്റവും സന്തോഷകരമായ രുചിയായി മാറി. വസഫാ ഷറാബുഹു. അവിടുത്തെ ഷറാബ്, അവിടുന്ന് കുടിച്ച ആ ആത്മീയമായ കള്ള് അത് ഏറ്റവും ശുദ്ധിയുള്ളതായി മാറി. വഹലിയ അത് ഏറ്റവും അലങ്കരിക്കപ്പെട്ടതായി. വറജഅമാകാന ആഫിലൻ മിൻ ഷംസിൽ ഹഖായിഖ്. അങ്ങനെ ഹക്കീക്കത്തിൻ്റെ സൂര്യനിൽ ഒളിപ്പിച്ച് വെക്കപ്പെട്ട പല കാര്യങ്ങളും അതിലേക്കൊക്കെ അവിടുന്ന് മടങ്ങിപ്പോയി. ബഹുമാനപ്പെട്ട സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾക്ക് ആദ്യമേ ഈ അവസ്ഥകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിലേക്ക് അവിടുന്ന് മടങ്ങിപ്പോകുന്നവരാണ്. അതായത് സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ ആദ്യ അള്ളാഹിൻ്റെ വലിയാണ്, ആദ്യ അള്ളാഹിൻ്റെ ആരിഫാണ്. പക്ഷേ ഇതൊക്കെ പിന്നീട് സംഭവിക്കുന്ന എന്താണ്? അത് ആദ്യമേ ഉള്ള അവസ്ഥയിലേക്ക് മടങ്ങിപ്പോരാണ്. ആദം നബി അലൈഹി സ്വലാം കളിമണ്ണിൻ്റെയും വെള്ളത്തിൻ്റെയും ഇടയിലായിരിക്കുന്ന സമയത്ത് തന്നെ ഞാൻ അള്ളാഹിൻ്റെ വലിയാണെന്ന് സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനത്തെ ശൈഖ് അവർകൾ പിന്നെ എന്തിനാണ് ഇതിലൂടെ കടന്നു പോകുന്നത്? അതൊരു നോർമൽ സുന്നത്താണ്. നബിമാരെയൊക്കെ ഔലിയാക്കന്മാരൊക്കെ അള്ളാഹു കടത്തി കൊണ്ടുപോകുന്ന ഒരു സുന്നത്താണ്. അങ്ങനെ അവിടത്തേക്ക് ആദ്യമേ ഉള്ള അവസ്ഥകളിലേക്ക് അവിടുന്ന് മടങ്ങിപ്പോയി. അപ്പോൾ ഖാലു ലഹു നബിയു ഷെയ്ഖുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളോട് അവിടുത്തെ ഷെയ്ഖാകുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അന ഷെയ്ഖുക്ക, ഞാൻ നിങ്ങളുടെ ഷെയ്ഖാണ്, മുറബ്ബിക്ക നിങ്ങളുടെ മുറബ്ബിയാണ്, വഖാഫിലുക്ക നിങ്ങളുടെ സംരക്ഷകനാണ്, ഫലാ മന്നത ലി മഖ്ലൂഖിൻ അലൈക്ക. അതുകൊണ്ട് തന്നെ ഒരു സൃഷ്ടിക്കും നിങ്ങളോട് ഒരു ബാധ്യതയില്ല, ഒരു ഉത്തരവാദിത്വമില്ല. ഒരു സൃഷ്ടിയും നിങ്ങൾക്ക് ഒരു സഹായം നൽകിയിട്ടില്ല. ഒരു വലിയനും പറയാൻ പറ്റില്ല എനിക്ക് ആരുമില്ല, റസൂലുള്ളാഹി മാത്രമേ ഉള്ളൂ. റസൂലുള്ളാഹി സഹായം നൽകിയിട്ടുണ്ടാവും, മറ്റുള്ളവർ പലരും നൽകിയിട്ടുണ്ടാവും. എന്നാൽ അഹമ്മദ് ജാൻ തങ്ങൾ പറഞ്ഞു, അഹമ്മദ് ജാൻ തങ്ങളോട് സയ്യിദുൽ വജൂദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താ? നിങ്ങൾക്ക് ഒരാളുടെ നിന്ന് സഹായം ലഭിച്ചിട്ടില്ല, എല്ലാം എൻ്റെ അടുത്ത് മാത്രമാണ്. ഫഖത അൻക അലായിക കുല്ലുഹ. അതുകൊണ്ട് മറ്റുള്ള എല്ലാത്തിനും മുറിഞ്ഞു പോയിക്കോളിയും. അപ്പോൾ നമ്മൾ മറ്റ് ഔലിയാക്കന്മാരെന്നൊക്കെ മുറിഞ്ഞു നിൽക്കുന്നത്, അവരെ സിയാറത്ത് ചെയ്യാതിരിക്കുന്നത്, അവരിൽ നിന്നും ഒക്കെ ഒന്നും വേണ്ടാന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾക്ക് സയ്യിദുൽ വജൂദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാരണം കൊണ്ടാണ്. അവിടത്തേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയതല്ലാതെ ഒന്നുമില്ല അവിടുത്തെ അടുത്ത്. വേറെ ഒന്നിൽ നിന്നും അവിടുന്നേക്ക് ഒന്നും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ഒന്നിൻ്റെ ആവശ്യമില്ല, നമുക്കെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിന്ന് കിട്ടും. അവിടെ നിന്നാണ് എല്ലാം സയ്യിദുൽ വജൂദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾക്ക് എല്ലാം നൽകിയത്. ആ കാരണം കൊണ്ട് ഫഖ്താക്ക വസാലത്ത്. അങ്ങനെ സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ അവരിൽ നിന്നൊക്കെ മുറിഞ്ഞു പോയി.
അവിടുന്നൊക്കെ പിരിഞ്ഞു. ബഖിയ ബഹ്റു സഫ, അങ്ങനെ അവിടുന്നായി തീർന്നു, പരിശുദ്ധി ഒരു സാഗരമായി തീർന്നു. വസുലാലുൽ വഫ, അവിടുത്തെ കൂറ് അള്ളാഹുവിനോട് അവൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂറ് ഏറ്റവും സംശുദ്ധമായ ഒരു വെള്ളത്തെ പോലെയായി മാറി. വനമൽ ഹാൽ വജക്ക, അങ്ങനെ അവിടുന്ന് വളർന്നു ഏറ്റവും ശുദ്ധീകരിക്കപ്പെട്ട ഹാലിൽ അവസ്ഥകളിൽ. വലഹറത്തുൽ മഹാസിൻ, അങ്ങനെ അവിടുത്തെ സ്വഭാവവും അവിടുത്തെ വ്യക്തിത്വവും ഏറ്റവും ശുദ്ധമായ രൂപത്തിൽ വെളിവാകാൻ തുടങ്ങി. വൻസജലത് ഷുഊറുൽ അറായിസ്, ഇത് ശരിക്കും ആത്മീയമായ അവസ്ഥകളുടെ രുചി അവർ ആസ്വദിച്ചു, ഏറ്റവും ഉന്നതമായ രുചി അനുഭവപ്പെട്ടു എന്നൊക്കെ പറയാൻ ഉപയോഗിക്കുന്ന ഒരു ഉപമയാണ്. ഇപ്പോൾ നമ്മൾ സാധാരണ പെണ്ണുങ്ങളുടെ സൗന്ദര്യമൊക്കെ പറയുമ്പോൾ അവരുടെ മുടീൻ്റെ സൗന്ദര്യം പറയും, മുടി താഴ്ന്നിറങ്ങിയ. പണ്ടൊക്കെ ഉണ്ടായിരുന്നു, പണ്ടൊക്കെ പെണ്ണുങ്ങളൊക്കെ, ഇപ്പോൾ ആളുകൾക്ക് ഉണ്ടോയെന്നറിയില്ല, പണ്ട് പെണ്ണുങ്ങളൊക്കെ പറയായിരുന്നു എന്ത് നല്ല മുടിയാണ് കണ്ടേ, അവരെ മുടി മുട്ടുവരെ മുടിയാണ് എന്നൊക്കെ പറയായിരുന്നു. ഇപ്പോൾ പെണ്ണുങ്ങളാരും ഇതൊന്നും നോക്കലില്ലാന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ മുടി, ഇങ്ങനെ നല്ല തിക്കായ മുടി, താഴ്ന്നിറങ്ങിയ മുടിയൊക്കെ സൗന്ദര്യത്തിൻ്റെ ലക്ഷണങ്ങളാണ്. അപ്പോൾ അങ്ങനത്തെ അവിടുത്തെ ആത്മീയമായ രുചികളൊക്കെ ആ ഒരു അവസ്ഥയിൽ സൗന്ദര്യവൽക്കരിക്കപ്പെട്ടു എന്നാണ് പറഞ്ഞതിൻ്റെ സാരം. തബഹജ ത്വരീക്കൽ വിശാൽ, അങ്ങനെ അവിടുന്ന് വിശാലിൻ്റെ അള്ളാഹുലുമായി ഒന്നിച്ചു ചേരുന്നതിൻ്റെ വഴിയിൽ സന്തോഷിക്കപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടായി അവിടത്തേക്ക്. ഫലമ്മ ഹാജഹു സല്ലല്ലാഹു അലൈഹി വസല്ലം അലൈഹി, അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ അവിടുത്തെ നേടിയപ്പോൾ, അവിടുത്തെ പിടിച്ചപ്പോൾ, അൽബഹു ലാഹിറത്തു വൽ ബാത്തിന, അങ്ങനെ സയ്യിദ്നാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാഹിറായിട്ടും ബാത്തിനായിട്ടും അവിടുത്തെ വസ്ത്രമണിയിപ്പിച്ചപ്പോൾ, വഔദബ ഫീ സിറുൽ ഇലാഹി, അവിടത്തേക്ക് നിക്ഷേപിച്ചു, ഫീ സിർ ഇലാഹി, ഇലാഹിയായ രഹസ്യത്തെ അവിടുത്തെ അടുത്തേക്ക് നിക്ഷേപിച്ചു. വസിർ നുബുവ, ഇലാഹിയായ രഹസ്യങ്ങളും നുബൂവത്തിൻ്റെ രഹസ്യങ്ങളൊക്കെ സയ്യിദ്നാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളിലേക്ക് നിക്ഷേപിച്ചു. വറബ്ബാഹു ബിമാ റബ്ബാഹു, അങ്ങനെ സയ്യിദ്നാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾക്ക് തർബിയത്ത് നൽകി. ബിമാ റബ്ബാഹു, എങ്ങനത്തെ തർബിയത്ത്? മിനൽ മൗലാഹു മിൻ ഹദ്റത്തുൽ ഖുദ്സ്, സയ്യിദ്നാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹുവിൻ്റെ ഖുദ്സിയായ ഹദ്റത്തിൽ നിന്ന് എങ്ങനെയാണോ തർബിയത്ത് ലഭിച്ചത്, ആ തർബിയത്തിൻ്റെ രീതിയിൽ ബഹുമാനപ്പെട്ട സയ്യിദുൽ വജൂദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സയ്യിദ്നാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളെ തർബിയത്ത് ചെയ്തു. വസാറ ഐനു ശരിയ, അങ്ങനെ സയ്യിദ്നാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ ശരീഅത്തിൻ്റെ സത്തയായി മാറി. വൻദറജത് ഫീഹി ശറാഇ കുല്ലിഹ, അങ്ങനെ സയ്യിദ്നാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ എല്ലാ ശരീഅത്തിനെയും ഉൾക്കൊള്ളുന്ന ഒരു അവസ്ഥ വന്നു. വതരീഖത്തു കുല്ലിഹ, എല്ലാ തരീഖത്തും അവിടുന്ന് ഉൾക്കൊള്ളുന്നൊരവസ്ഥ വന്നു. ഫലമ്മ അഹ്റജു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാന അലൈഹി, അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടത്തേക്ക് പ്രവേശിച്ചപ്പോൾ വസാസഹു ബിസിയാസതിഹി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭരണത്തിലായിട്ട് അവർ നിന്നപ്പോൾ വബയ്യന ലഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു മഖ്സൂദുഹു ഫിൽ ഉമ്മ, സയ്യിദ്നാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളോട് സയ്യിദുൽ വജൂദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ, അതായത് സയ്യിദ്നാ ശൈഖ് അഹ്മദ് തിജാനി റളിയല്ലാഹു തങ്ങൾ, നിങ്ങൾ ഈ ഉമ്മത്തിൽ എൻ്റെ മഖ്സൂദാണ്, എൻ്റെ ലക്ഷ്യമാണ്. ഞാൻ നിങ്ങളെ തേടിയിട്ടാണ്, ഈ ഉമ്മത്തിൽ മൊത്തം ഞാൻ തേടിയത് നിങ്ങളെയാണ്. അതായത് സയ്യിദ്നാ ശൈഖ് അഹ്മദ് തിജാനി തങ്ങളെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആകെ തേടിയിട്ടുള്ളൂ. വാന്നഹു ഹുവൽ ഖുതുബുൽ മക്തൂം, എന്നിട്ട് സയ്യിദുൽ വജൂദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അങ്ങ് ഖുതുബുൽ മക്തൂമാണ്, മറക്കപ്പെട്ട ഖുതുബാണ്. അൽ മുഷാറ ഇലൈഹി ഫിൽ അഹാദീസുൽ അഖ്ബാർ, ഔലിയാക്കന്മാരുടെയിലും മഹത്തുക്കളുടെയിലൊക്കെ പ്രചരിച്ച വാർത്തകളിലൂടെയൊക്കെ അറിയപ്പെട്ട ഖുതുബുൽ മഖ്തൂം അങ്ങാണ്. ഫഖാല ലഹു, അങ്ങനെ ബഹുമാനപ്പെട്ട സയ്യിദുൽ വജൂദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സയ്യിദ്നാ ശൈഖ് അഹ്മദ് തിജാനി റളിയല്ലാഹു അൻഹു തങ്ങളോട് പറഞ്ഞു, മാ മാനൽ ഖുതുബുൽ മഖ്തൂം, അല്ല, സയ്യിദ്നാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ റസൂലുള്ളാഹിങ്ങളോട് പറഞ്ഞു, മാ മാന ഖുതുബുൽ മഖ്തൂം, എന്താണ് ഖുതുബുൽ മഖ്തൂം എന്ന് പറഞ്ഞാൽ? ഫഖാല, അപ്പോൾ സയ്യിദുൽ വജൂദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹുവൽ വാസിതു ബൈന അംബിയാ വൽ ഔലിയ, അത് ഔലിയാക്കന്മാരും അംബിയാക്കന്മാരുടെ ഇടയിലുള്ള വാസിത്തെയാണ്, മധ്യവർത്തിയാണ്. വാൻ തബർസഹുൽ അലീം, അങ്ങ് ആ ഏറ്റവും വലിയ ആ ബർസഖാണ്, ആ ഒരു ഇടനായിയാണ്. ബർസഖുൻ ലാ യബ്ഗിയാൻ എന്ന് പറഞ്ഞില്ല ഖുർആനിൽ, അങ്ങ് ആ ഒരു ബർസഖ് ഏറ്റവും ഉന്നതമായ ബർസഖാണെന്ന്. ഈ ബർസഖിനെ കുറിച്ചൊക്കെ നമ്മൾ ഒരു നസീഹത്തിൽ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ആവർത്തിക്കുന്നില്ല. ഹുസ്തുൽ ബാരിജത്ത കുല്ലഹ, അങ്ങ് അതുകൊണ്ട് തന്നെ ഈ ബർസഖാകുന്ന എല്ലാ ബർസഖിൻ്റെയും പരിപൂർണ അർത്ഥത്തിൽ അങ്ങ് ഉൾക്കൊണ്ടിട്ടുണ്ട്. വിലായത്ത് കുല്ലഹ, വിലായത്ത് മുഴുവൻ അവിടുന്ന് സ്വീകരിച്ചിട്ടുണ്ട്. വസഫാ കുല്ലഹ, എല്ലാ പരിശുദ്ധിയും നിങ്ങൾ കൈപ്പറ്റിയിട്ടുണ്ട്. വമശ്റബഹു മഅൽ അംബിയാഇ ഫി ഹഖീഖത്തുൽ മുഹമ്മദിയ്യ, അതുകൊണ്ട് തന്നെ അവിടുത്തെ മശ്റബ്, അവിടുന്ന് പാനം ചെയ്തിരുന്ന
പാനം ചെയ്തത് ആരെ കൂടെയാണ്? മാൽ അംബിയ, അമ്പിയാക്കന്മാർ കൂടെയാണ് പാനം ചെയ്തത്. മറ്റ് ഔലിയാക്കന്മാരുടെ കൂടെയാണ് ഹക്കീക്കത്തുൽ മുഹമ്മദിയെ രുചിച്ചത്. എന്നാൽ സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ പാനം ചെയ്തത് ആരെ കൂടി? അമ്പിയാക്കന്മാരുടെ കൂടെയാണ്. ഇത് നമ്മൾ അന്ന് വിശദീകരിച്ചിരുന്നു. അപ്പോൾ പിന്നെ അമ്പിയാക്കന്മാരൊക്കെ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹക്കീക്കത്തുൽ മുഹമ്മദിയയിൽ നിന്ന് ആ സാഗരത്തിൽ നിന്ന് കുടിച്ചപ്പോൾ അവർ അമ്പിയാക്കന്മാരായി തീർന്നു. എന്നാൽ സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സാഗരത്തിൽ നിന്ന് കുടിച്ചപ്പോൾ അവർ ഒരു വലിയായി തീർന്നു, നബിയായില്ല. അതാണ് സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ പ്രത്യേകത. ലാഹിറൻ ഇൻദൽ അംബിയ, അമ്പിയാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം ഇത് പ്രകടമായ കാര്യമാണ്. കാരണം അവർ അമ്പിയാക്കന്മാർ ഹക്കീക്കത്തുൽ മുഹമ്മദിയയിൽ നിന്ന് കുടിച്ചപ്പോൾ അവർ അമ്പിയാക്കന്മാരായി നിന്ന് തീർന്നു എന്നുള്ളത് ഒരു പ്രകടമായ കാര്യമാണ്. മശ്റബുൽ ഹാസു ബിഹിൽ മഖ്തൂം അനിൽ അംബിയായി വൽ മലായിക്കത്തി വൽ ഔലിയ. എന്നാൽ സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ ഹക്കീക്കത്തുൽ മുഹമ്മദിയയിൽ നിന്ന് കുടിച്ചത് ഒരു മറക്കപ്പെട്ട രൂപത്തിലാണ്. അത് അമ്പിയാക്കന്മാർക്കോ മലായിക്കത്തുകൾക്കോ ഔലിയാക്കന്മാർക്കോ ഒന്നും അറിയില്ല. ഫൈദാ സുമ്മി മഖ്തൂമൻ, അതുകൊണ്ടാണ് സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾക്ക് മഖ്തൂം, ഖുത്ബുൽ മഖ്തൂം എന്ന് പേര് വരാൻ കാരണം. ത്വരീഖത്ത് റിജാലുഹ മഖ്തൂമൂൻ, അതുകൊണ്ട് തന്നെ അവിടുത്തെ ത്വരീഖത്തും അതുപോലെ തന്നെ അവിടുത്തെ ത്വരീഖത്തിലെ ഉന്നതരായ മഹത്തുക്കളും മഖ്തൂമൂൻ, അവരൊക്കെ മറക്കപ്പെട്ടവരാണ്. ഇങ്ങനെ വെളിവായി നടക്കുന്നവരല്ല. അവരുടെ ആത്മീയമായ അവസ്ഥ എല്ലാവർക്കും അറിയില്ല, അതൊക്കെ മറക്കപ്പെട്ടതാണ്. വസ്റാറുഹ, അതുപോലെ തന്നെ അവരുടെ രഹസ്യങ്ങളും മറക്കപ്പെട്ടതാണ്. വക്കുല്ലുഹു മൈന്ദുഹു മഖ്തൂമുൻ, അതൊക്കെ മറക്കപ്പെട്ട അവസ്ഥയിലാണ്. ലിഅന്നഹു മുൻതവിൻ അലാ ദീനി കുല്ലിഹി, കാരണം സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതിനിധാനം ചെയ്ത അവിടുത്തെ പരിശുദ്ധമായ ദീനിനെ മുഴുവൻ ഉൾക്കൊണ്ടവരാണ്. വല ഇൽമുൽ ആയിബ്, എല്ലാ ഇൽമുൽ ആയിബും അവിടുന്ന് ഉൾക്കൊണ്ടിട്ടുണ്ട്. മറഞ്ഞ എല്ലാ വിജ്ഞാനങ്ങളും അവിടുന്ന് ഉൾക്കൊണ്ടിട്ടുണ്ട്. വല ഇൽമുൽ ളാഹിർ വൽ ബാത്തിൻ, ബാഹ്യമായും ആന്തരികമായ എല്ലാ അറിവുകളും അവിടുന്ന് ഉൾക്കൊണ്ടിട്ടുണ്ട്. വല സിറുൻ നുബുവ, അവിടുന്ന് നുബുവത്തിൻ്റെ രഹസ്യത്തിന് ഉൾക്കൊണ്ടിട്ടുണ്ട്. വമാഹു യഹ്ഫ മഖാമുഹു ബികിത്മിഹി അത്ത, അവിടുത്തെ എത്രത്തോളം തന്നാൽ അവിടുത്തെ ആ മക്കാമ് രഹസ്യമാക്കപ്പെട്ടതാണ്. ഹത്താ ലാ യഅരിഫു ഇല്ലാ മൻ ഫതഹല്ലാഹു ബിവസീറത, അള്ളാഹു വെളിവാക്കാൻ ഉദ്ദേശിച്ച ആളുകൾക്കല്ലാതെ അത് കാണാനോ അറിയാനോ സാധിക്കൂല. ആരാണ് അള്ളാഹു ഉദ്ദേശിക്കുക? മിമ്മൻ സബഖ ഫീ ഇൽമില്ലാഹി അൻ യകൂന മിൻ ഖുലാസുൽ അത്ബാഇ, അവിടുത്തെ സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളെ ആത്മാർത്ഥമായി പിന്തുടരുമെന്ന് അള്ളാഹു മുന്നേ നിശ്ചയിച്ച ആൾക്കാർക്കല്ലാതെ അള്ളാഹു ആ ഒരു രഹസ്യമായ ലോകം തുറന്നു കൊടുക്കില്ല. സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ മുരീദന്മാർ അത് ആദ്യം അള്ളാഹ് തിരഞ്ഞെടുത്തവരാണ്. അവർക്കല്ലാതെ അത് ക്ലിയർ ആവില്ല. നമ്മൾ കുറേ ആളുകളിലേക്കൊക്കെ ദഅവത്ത് ചെയ്യുന്നുണ്ടാവും. സംഭവമൊക്കെ ശരിയാണ്, ദഅവത്തൊക്കെ നല്ലതാണ്. പക്ഷേ ഇതിലേക്കൊന്നും എല്ലാവരും എത്തിച്ചേരില്ല. അള്ളാഹു ആദ്യമേ ഉദ്ദേശിച്ച കുറേ ആൾക്കാരുണ്ട്, അവർക്കേ ഇത് മാച്ചാവുള്ളൂ. അപ്പോൾ അവർക്കേ ഇത് ഉൾക്കൊള്ളാൻ സാധിക്കുള്ളൂ. അവരുടെ ആ ബസീറത്ത് അള്ളാഹു ആദ്യമേ തുറന്നു കൊടുത്തതാണ്. അതുകൊണ്ടാണ് അവർക്ക് അത് മനസ്സിലാവുന്നത്. അവർക്കല്ലാതെ സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ മഹത്വം ഉൾക്കൊള്ളാൻ സാധിക്കൂല. അപ്പോൾ ഇനി ഒറ്റ പാരഗ്രാഫും കൂടിയുള്ളൂ, അത് വായിച്ചിട്ട് നിർത്താം. ഇത് വളരെ രസകരമായൊരു പാരഗ്രാഫാണ്. സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾക്ക് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകിയ ചില വാഗ്ദാനങ്ങളാണ്, ഉറപ്പുകളാണ്. വളമീന ലഹു നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ സയ്യിദുൽ വജൂദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പ് നൽകി അവിടത്തേക്ക് സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾക്ക് അവിടുന്ന് ഉറപ്പ് നൽകി. ഉമൂറൻ ഇദാമൻ, വലിയ വലിയ കാര്യങ്ങൾ. ലാ തഫിയ മിനൽ അഖ്ലാമി വലൽ ഉഖൂൽ, പേനകൾക്കോ ബുദ്ധിക്കോ ഒന്നും അത് ഉൾക്കൊള്ളാൻ സാധിക്കില്ല. അങ്ങനത്തെ വലിയ വലിയ കാര്യങ്ങൾ സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾക്ക് സയ്യിദുൽ വജൂദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പ് നൽകിയിട്ടുണ്ട്. ലിഅന്നഹു വഹബുൻ ഇലാഹി, കാരണം അതൊക്കെ ഇലാഹിയായ സമ്മാനങ്ങളാണ്. അമിൻ ബഅദിഹി, അതിൽപ്പെട്ടതാണ്. അന്നഹു നസ്സലഹു മൻസിലതുഹു, അതിൽപ്പെട്ട കാര്യങ്ങളാണ്. വഖാലഹു, സയ്യിദുൽ വജൂദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളോട് പറഞ്ഞത്, അന ഷൈഖുക വ മുറബ്ബീക, ഞാൻ നിങ്ങളുടെ ഷെയ്ഖാണ്, മുറബ്ബിയാണെന്ന് പറഞ്ഞത്. വമന്നത്തല്യാഹദി അലൈഖ്, ഒരാൾക്കും നിങ്ങളോട് ഒരു സഹായം നൽകാനില്ല, നിങ്ങളോട് ഉത്തരവാദിത്വം വേറെ ആർക്കും ഇല്ല എന്ന് പറഞ്ഞത് അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇത് തിജാനികൾക്കല്ലാതെ വേറെ ആർക്കും അവകാശപ്പെടാനില്ല. മറ്റൊരു ത്വരീഖത്തിൻ്റെ ആളുകൾക്കും ആരെടുത്തും നമ്മൾ സഹായം തേടില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം അവർക്ക് എല്ലാവരും വേണം. എന്നാൽ തിജാനികൾക്ക് മാത്രമേ പറയാം നമുക്ക് ആരെടുത്തും സഹായം വേണ്ട. കാരണം നമ്മൾ സയ്യിദുൽ വജൂദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് നേരിട്ട് സ്വീകരിച്ചവരാണ്. നമുക്കുള്ളത് സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾക്ക് ലഭിച്ചത് മുഴുവൻ സയ്യിദുൽ വജൂദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തു നിന്നാണ്. വേറെ ആരെടുത്തും ഒന്നും കിട്ടിയിട്ടില്ല. വമിൻഹു അന്നഹു, അതിൽപ്പെട്ട കാര്യമാണ്. വമിനലഹു, സയ്യിദുൽ വജൂദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പ് നൽകിയ കാര്യങ്ങളിൽപ്പെട്ടതാണ്.
അയ്യക്കൂനുഹു അച്ബാഹു സയ്യിദ്നാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളും അവരെ പിന്തുടരുന്നവരും ഫി ആലൽ ജന്നത്തി താമിന ഏറ്റവും ഉയർന്ന 8ാമത്തെ സ്വർഗത്തിൽ പ്രവേശിക്കുന്നുള്ളത് ഫി ജിബാരി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചാര. അപ്പോൾ തിജാനികൾക്കും സയ്യിദ്നാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾക്കും തിജാനികൾക്കും അള്ളാഹു നൽകിയ വാഗ്ദാനങ്ങളിൽപ്പെട്ടതാണ് സയ്യിദുൽ വജൂദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ ഏറ്റവും ഉന്നതരായ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടും എന്ന കാര്യം. വലമിന അൻ യഹ്ദുറ ജമീഅ അസ്ഹാബിഹി ഐനമാ കാനൂ ഇൻദൽ വദീഫത്തി ബിഖസ്ദി തർബിയത്തി വൽ ഇർബാഹ്. അതുപോലെ തന്നെ അവിടുന്ന് ഉറപ്പ് നൽകി അൻ യഹ്ദുറ ജമീഅ അസ്ഹാബി, അവിടുത്തെ എല്ലാ അനുചരന്മാരും ഒരുമിച്ച് കൂടെ അനുചരന്മാരും പങ്കെടുക്കുന്ന അനുചരന്മാരും ഐനമാക്കാനും ഇൻദൽ വദീഫക്ക് പങ്കെടുക്കുന്ന അനുചരന്മാരും ബിഖസ്ദി തർബിയത്തി വൽ ഇബ്രാഹ്, അവർക്കൊക്കെ തർബിയത്തും അവർക്കൊക്കെ ആത്മീയമായ ഗുണങ്ങളും ലഭിക്കുമെന്നത്. അതായത് വദീഫയിൽ പങ്കെടുക്കുന്ന എല്ലാ ഇഖ്വാനികൾക്കും അവരെവിടെയാണെങ്കിലും ശരി അവർക്കൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ടുള്ള തർബിയത്ത് ലഭിക്കും. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെടുത്ത് നിന്ന് ആത്മീയമായ ഗുണങ്ങൾ കൈവരിക്കാൻ സാധിക്കും എന്നത് തിജാനികൾക്ക് മാത്രം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത ഒരു വാഗ്ദാനമാണ്. വൈമിൻഹു അൻ ലമിന ലഹു ഹുദൂറുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ഇൻദ ഇഹ്തിലാർ വ ഇൻദ സുആൽ. അത് സയ്യിദുൽ വജൂദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സയ്യിദ്നാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾക്ക് നൽകിയ ഉറപ്പുകളിൽപ്പെട്ടതാണ് അൻ ഹുദൂർ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇൻദൽ ഇഹ്തിലാർ. അവർ മരിക്കുന്ന സമയത്ത് അവരെ കൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടാവും. മരണത്തിൻ്റെ സമയത്ത് നമുക്ക് ഏറ്റവും പ്രയാസപ്പെടുന്ന സമയമാണല്ലോ. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ കൂടെ വന്ന് നിൽക്കുന്നുണ്ടാവും. റസൂലുള്ളാഹി നമ്മളോട് പറയും, ഭയപ്പെടേണ്ട, പ്രശ്നമാക്കണ്ട, വേദനിക്കണ്ട എന്നൊക്കെ പറയുന്നൊരവസ്ഥ നമുക്കുണ്ടാവും. അങ്ങനെ നമ്മൾ വേദനിക്കുന്ന സമയത്ത് പെണ്ണുങ്ങളൊക്കെ പറയുന്നതൊക്കെ, അതായത് അവർ പ്രസവിക്കുന്ന സമയത്തൊക്കെ അവർ ഭർത്താവ് അവരെ കൂടെ ഉണ്ടാവും, എത്ര സന്തോഷം, ഇങ്ങനെ സമാധാനിക്കാനൊക്കെ ഒരാൾ കൂടെ ഉണ്ടാകുമ്പോൾ എത്ര സന്തോഷമാണ്. അതേപോലെ മരിക്കുന്ന സമയത്ത് നമ്മളെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആൾ, നമുക്ക് ഏറ്റവും കൂടുതൽ സഹായം നൽകാൻ പറ്റുന്ന ആൾ, പിന്നെ നമ്മൾ വിജയം ഉറപ്പ് നൽകുന്ന ആൾ നമ്മൾ കൂടെ ഉണ്ടെങ്കിലുള്ള അവസ്ഥ എന്തായിരിക്കും? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ കൂടെ ഉണ്ടായിരിക്കും, ഉറപ്പ് തന്നതാണ്. നമ്മൾ മരിക്കുന്ന സമയത്ത് നമ്മൾ കൂടെ വന്നിരിക്കും. വൈന്ദ സുആൽ, അതുപോലെ തന്നെ ഖബറിൽ എത്തിയാൽ ഖബറിൽ ചോദ്യം ചെയ്യുന്ന സമയത്തും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ ഉണ്ടാവും. തങ്ങൾ മറുപടി പറയും, നമ്മൾ മറുപടി പറയണ്ട. എന്ത് വലിയൊരു നിഅമത്താണത്. വമിന്നഹു അന്നഹു ലമിനഹു അൻ യമൂതു അലൽ ഈമാൻ. അതുപോലെ തന്നെ സയ്യിദ്നാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾക്ക് കൊടുത്ത ഉറപ്പാണ് തിജാനികളൊക്കെ ഈമാനിലായിട്ട് മരിക്കും, ഉറപ്പാണ്. വമിൻഹു അൻലം, ഇതൊക്കെ ഓരോന്ന് വിശദീകരിക്കാൻ ഒരു ക്ലാസ് വേണ്ടിയില്ല, നമ്മൾ ജസ്റ്റ് ഇങ്ങനെ വായിച്ചു പോവുക. വമിൻഹു അന്നലമിനഹു അൻ യുദില്ലല്ലാഹു വഹുവ അത്ബാഹു ഫി ദില്ലിൽ അർശ്. സയ്യിദ്നാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളും അവരെ പിന്തുടർന്നവരും ഒക്കെ നാളെ പിന്നെ അർശിൻ്റെ തണലിൽ ഉൾപ്പെടുത്തപ്പെടും എന്ന് അവർക്ക് കൊടുത്ത ഉറപ്പാണ്. വമിൻഹു അൻ അല്ലാ യറോ ഹൗലം മിനൽ അഹ്വാലിൽ ആഖിറത്തി. അങ്ങനെ അതുപോലെ തന്നെ ആഖിറത്തിൻ്റെ ഭയാനതകളിൽ നിന്ന് മിനൽ മൗത്തി ഇലൽ മുസ്തഖർ ഇല അൽ ജന്ന, സ്വർഗത്തിലെ ഉന്നതമായ അവസ്ഥയിൽ എത്തുന്നത് വരെ, മരണം കഴിഞ്ഞ് സ്വർഗത്തിലെ ഉന്നതമായ അവസ്ഥയിൽ എത്തുന്നത് വരെയുള്ള എന്തൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടോ ആ ബുദ്ധിമുട്ടുകളിൽ നിന്നൊക്കെ തിജാനികൾ രക്ഷിക്കപ്പെടും എന്ന് ഉറപ്പ് കൊടുത്തു. മരണത്തിൻ്റെ വേദനയിൽ നിന്ന്, മരണത്തിൻ്റെ പ്രയാസത്തിൽ നിന്ന്, ഖബറിലെത്തുമ്പോൾ അവിടുത്തെ പ്രയാസത്തിൽ നിന്ന്, മാശറയിൽ പ്രയാസത്തിൽ നിന്ന്, അതുപോലെ തന്നെ ചോദ്യം ചെയ്യുമ്പോൾ, അതുപോലെ തന്നെ നന്മയും തിന്മയും തൂക്കപ്പെടുമ്പോൾ, അത് കൗസർ കുടിപ്പിക്കപ്പെടുമ്പോൾ, സിറാത്ത് പാലത്തിൽ എല്ലാ ഘട്ടത്തിലും എവിടെയൊക്കെ ഉണ്ടോ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരുമോ ആ നേരിടേണ്ട ബുദ്ധിമുട്ടുകൾ നിന്നൊക്കെ രക്ഷ ഉണ്ട് എന്ന് തിജാനികൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉറപ്പ് നൽകിയിട്ടുണ്ട്. വമിൻഹു അന്നഹു ലമിന അൻ യുവദ്ദിയ അല്ലാഹു അൻഹു തബീഅതഹിം മിൻ ഫദ്ലിഹി ലാ മിൻ ഹസനാതി യൗമിൽ ഖിയാമ. അതുപോലെ തന്നെയുള്ള ഉറപ്പിൽപ്പെട്ടതാണ് നാളെ ഖിയാമത്ത് നാളിൽ സയ്യിദ്നാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളെയോ അവിടുത്തെ പിന്തുടരുന്നവരെയോ അവരുടെ ഹസനാത്ത് വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യൂല, അവരുടെ നന്മകൾ വെച്ചിട്ട് അവരെ പരിഗണിക്കൂല, പകരം അള്ളാഹിൻ്റെ ഫദ്ൽ കൊണ്ട് അവർ പരിഗണിക്കും. അവർക്ക് എത്ര നന്മ ഉണ്ട്, അവരെത്ര തിന്മ ചെയ്തെന്ന് നോക്കിയിട്ടൊന്നും അവരെ അള്ളാഹു പരിഗണിക്കൂല, പക്ഷേ അള്ളാഹിൻ്റെ ഫദ്ൽ കൊണ്ട് മാത്രമേ പരിഗണിക്കുള്ളൂ. വമിൻഹു, അതിൽപ്പെട്ട സയ്യിദ്നാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾക്ക് റസൂലുള്ളാഹി നൽകിയ ഉറപ്പിൽപ്പെട്ടതാണ് അന്നമൻ അഹദ വിർദഹു, ആരെങ്കിലും സയ്യിദ്നാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളെടുത്ത് നിന്ന് ഈ ത്വരീഖത്തിനെ വെറുതെ സ്വീകരിച്ചാൽ ഹറമല്ലാഹു ജസദുഹു അലന്നാർ, നരകത്തെ തൊട്ട് അവരെ ശരീരം പിന്നെ ഹറാമാക്കപ്പെടും. വഹുവ വാലിദാഹു, അതുപോലെ തന്നെ അവരുടെ മാതാപിതാക്കൾക്കും, വദ്വാജുഹു അവരുടെ ഭാര്യമാർക്കും,
വസഹാറുഹു അവരുടെ മരുമക്കൾക്കും, വ ദുരിയത്തുഹു അവരുടെ മക്കൾക്കും, മൻഫസലത്തിന് അവരിൽ നിന്ന് വേർപിരിഞ്ഞ മക്കളാണെങ്കിൽ പോലും, അനുഹു ലാ അഹ്ഫാദുഹു അവരുടെ പേരക്കുട്ടിയൊക്കെ ഉണ്ടാവില്ല, അവർക്കൊക്കെ പിന്നെ നരകത്തെ സ്പർശിക്കൂല. ഒരു തിജാനിക്ക് അള്ളാഹു കൊടുക്കുന്ന മഹത്താണ്. അമിൻഹും അതുപോലെ തന്നെ പിന്നെ സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾക്ക് സയ്യിദുൽ വജൂദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ പിന്നെ വാഗ്ദാനങ്ങളിൽപ്പെട്ടതാണ് ഹുവ വ അസ്ഹാബുഹു അലാ സിറാത്തിൽ അസ്റാഉ മിന തറഫത്ത് ഐനിൻ അലൽ കവാഹിലിൽ മലായിക്കത്തിൻ്റെ തോളിൽ നിന്നുകൊണ്ട് സിറാത്ത് പാലത്തിൻ്റെ മുകളിൽ കണ്ണിമ വെട്ടുന്ന സമയത്തും കൊണ്ട് യാത്ര ചെയ്യും. സിറാത്ത് പാലത്തിൽ ഒരാൾക്ക് സഞ്ചരിക്കാൻ പറ്റുന്ന ഏറ്റവും വേഗത എന്ന് പറഞ്ഞാൽ കണ്ണിമ വെട്ടുന്ന സമയത്ത് സിറാത്ത് മറികടക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള മറികടക്കൽ തന്നെ ആരെ തോളിലായിട്ട്, മലക്കുകളുടെ തോളിലായിട്ട് യാത്ര ചെയ്യും. അതും ശൈഖ് അഹ്മദ് തിജാനി റളിയല്ലാഹു അൻഹു തങ്ങൾക്കും അവിടുത്തെ അനുചരന്മാർക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാഗ്ദാനം ചെയ്തതാണ്. അതായിരിക്കും അവരുടെ അവസ്ഥ. വാമിനുഹും അതിൽ സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾക്ക് സയ്യിദുൽ വജൂദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകിയ വാഗ്ദാനങ്ങളിൽപ്പെട്ടതാണ് അനിയശ്റബു ജമീഅൻ മിൻ ഹൗദുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹൗദുൽ കൗസറിൽ നിന്ന് എല്ലാവരും കുടിക്കുന്നുള്ളത്. വലാ യുസാദു വാഹിദു മിൻ അൻഹു ആരെയും ആ ഒരു ഹൗദുൽ കൗസറിൽ നിന്ന് അകറ്റപ്പെടൂല. വമിൻഹും അതുപോലെ തന്നെ സയ്യിദുൽ വജൂദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സയ്യിദുനാ ശൈഖ് അഹ്മദ് തിജാനി റളിയല്ലാഹു അൻഹു തങ്ങൾക്ക് കൊടുത്ത വാഗ്ദാനപ്പെട്ടതാണ് അന്നല്ലാഹു ഹസ്സഹും ബി ബർസഖിൻ മഖ്സൂസൻ ഫലാ യദ്ഖുലു മാഹും അയർഹും. തിജാനികളൊക്കെ അള്ളാഹു ഒരുമിച്ച് കൂട്ടും ഒരു പ്രത്യേകമായൊരു ലോകത്ത്, ഒരു പ്രത്യേകമായ ഒരു ബർസഖിൽ. ആ ബർസഖിലേക്ക് വേറെ ആർക്കും പ്രവേശനം ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരു ലോകത്തേക്ക് ഒരുമിച്ച് കൂട്ടും എന്നുള്ളത് അവർക്ക് ലഭിച്ച വാഗ്ദാനങ്ങളിൽപ്പെട്ടതാണ്. വമിൻഹും അതുപോലെ തന്നെ അവർക്ക് ലഭിച്ച വാഗ്ദാനങ്ങളിൽപ്പെട്ടതാണ് അയ്യദുഖുലുൽ ജന്നത ഒമൻ അഹബ്ബഹും അവർ സ്വർഗത്ത് പ്രവേശിക്കുന്നുള്ളതും, ഒമൻ അഹബ്ബഹും അവർ സ്നേഹിച്ചവരൊക്കെ സ്വർഗത്ത് പ്രവേശിക്കുന്നുള്ളതും, ഫി അവ്വൽ ജുംറത്തിൽ ഊലാമാ സഹാബികൾ കൂടെ തുടക്കത്തിൽ തന്നെ അവർക്ക് സ്വർഗത്ത് പ്രവേശിക്കാൻ പറ്റുന്നുള്ളതും അവർക്ക് നൽകിയപ്പെട്ട അനുഗ്രഹങ്ങളിൽപ്പെട്ടതാണ്. ഒമിൻഹും അതുപോലെ തന്നെ സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾക്ക് സയ്യിദുൽ വജൂദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ വാഗ്ദാനങ്ങളിൽപ്പെട്ടതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജഅലഹു ഫി വസത്തി സഹാബത്തി മഖാമൻ അലിയൻ സഹാബാക്കളെ കൂടെ ഇവരെ എണ്ണി എന്നുള്ളത്, സഹാബാക്കളുടെ സ്ഥാനത്ത് വരെ എണ്ണി എന്നുള്ളത് അവർക്ക് കൊടുത്ത മഹത്വത്തിൽപ്പെട്ടതാണ്. എങ്ങനെയാണ് എണ്ണിയത്? അസ്ഹാബുക അസ്ഹാബി സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളോട് സയ്യിദുൽ വജൂദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അസ്ഹാബുക അസ്ഹാബി നിങ്ങളുടെ സഹാബാക്കൾ എൻ്റെ സഹാബാക്കളാണ്, ഫുഖറാഉക ഫുഖറായി നിങ്ങളുടെ ഫുഖറാക്കൾ എൻ്റെ ഫുഖറാക്കളാണ്, തലാമിദുക തലാമിദി നിങ്ങളുടെ ശിഷ്യന്മാർ എൻ്റെ ശിഷ്യന്മാരാണ് എന്ന് പറഞ്ഞെടുത്ത് അസ്ഹാബുക അസ്ഹാബി എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ റസൂലുള്ളാഹിയുടെ സഹാബാക്കളെ കൂടെ തിജാനികളെ ഉൾപ്പെടുത്തി. അത് അവർക്ക് നൽകിയ വലിയ മഹത്വത്തിൽപ്പെട്ടതാണ്. വഖാല ഫി ബഅദിയും അതുപോലെ തന്നെ അവരെക്കുറിച്ച് പറയപ്പെട്ടു ഇഖ്തബ് ഹാദാ ഫി ദീവാനിക്കുമ അതായത് ഇവരൊക്കെ നിങ്ങൾ ആ രജിസ്റ്ററിൽ എഴുതണം. ഏത് രജിസ്റ്ററിൽ? ഹിതാബല്ലി അബൂബക്കർ ഉമർ റളിയല്ലാഹു അൻഹു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹു ഒക്കെ ഉൾപ്പെടുന്ന രജിസ്റ്റർ ഉണ്ടല്ലോ, ആ രജിസ്റ്ററിൽ അവരോട് ഉദ്ദേശിച്ചിട്ട് പറഞ്ഞത് അവരെ ഈ ആളുകളൊക്കെ അവരെ ലിസ്റ്റിൽ എഴുതണം കേട്ടോ എന്ന് പറഞ്ഞു. അത് തിജാനികൾക്ക് നൽകിയ മഹത്വത്തിൽപ്പെട്ടതാണ്. വമിൻഹും അതുപോലെ തന്നെ സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾക്ക് റസൂലുള്ളാഹി നൽകിയ വാഗ്ദാനങ്ങളിൽപ്പെട്ടതാണ് അന്ന കുല്ല വാഹിദു മിൻഹും ഓരോ ആളുകൾക്കും തിജാനികൾക്കും ഓരോരുത്തർക്കും ഉണ്ടാവും ഇന്ദ സഹമുൻ ഒരു ഓഹരി അലീം വലിയൊരു ഓഹരി മിൻ ഇസ്മുൽ ആലമിൽ നിന്നുള്ള വലിയ ഓഹരി അവർക്ക് ലഭിക്കുമെന്നുള്ളത്. വഹുവ ഫീ വിർദുൽ ലാസിം അത് അവർക്ക് എങ്ങനെ ലഭിക്കുക? വിർദുൽ ലാസിമിലായിരിക്കും ലഭിക്കുക. വിർദുൽ ലാസിമിൽ അള്ളാഹിൻ്റെ ഇസ്മുല്ലാദുണ്ട്, ആ ഇസ്മുല്ലാദമിൻ്റെ ഓഹരി ഇവർക്കൊക്കെ കിട്ടും, തിജാനികൾക്കൊക്കെ കിട്ടും. അമൻ അറഫഹു മിൻഹു ഫലഹു സവാബു ആർക്കെങ്കിലും ആ ഇസ്മുല്ലാദം അറിയുമെങ്കിൽ അതിൻ്റെ പൂർണ്ണമായ പ്രതിഫലം കിട്ടും. അമൻ ലാ ഫലഹു നിസ്ഫഹു ആർക്കെങ്കിലും ആ ഇസ്മുല്ലാദം അറിയില്ലെങ്കിൽ അവർക്ക് അതിൻ്റെ പകുതി കിട്ടും. ഫമിൻഹു ലാ ഫലഹു നിസ്ഫഹു അതിൻ്റെ പകുതി കിട്ടും. അപ്പോൾ ആരെങ്കിലും വിർദുൽ ലാസിമി ചൊല്ലുകയാണ്, വിർദുൽ ലാസിമി ചെല്ലുമ്പോൾ അതിൽ ഇസ്മുല്ലാദം ഉള്ളതുകൊണ്ട് ആ ഇസ്മുല്ലാദം അറിയില്ലെങ്കിൽ പോലും പകുതി പ്രതിഫലം കിട്ടും. അറിയുന്നവരാണ് മുഴുവൻ പ്രതിഫലം കിട്ടും. നമ്മൾക്ക് വിർദുൽ ലാസിം എങ്ങനെ ചെല്ലണത്? പിന്നെ ഏതൊക്കെ നമ്മളിങ്ങനെ എല്ലാവരും ചെല്ലുന്ന പോലെ ഇങ്ങനെ ഏതോ ദിക്ർ ചെല്ലുന്ന പോലെ ദിക്ർ ചെല്ലണം. ഈ വിർദുൽ ലാസിമിനൊക്കെ ഇത്രയും വലിയ മഹത്വം ഉണ്ടോ എന്ന് നമ്മളും ചിന്തിച്ചിട്ടില്ല. അതിനെ ആ പോളിസിയിൽ നമ്മൾ കൊണ്ടുനടന്നിട്ടില്ല, അതിൻ്റെ മഹത്വം നമ്മൾ കൽപ്പിച്ചിട്ടില്ല. നമ്മളിങ്ങനെ എല്ലാ ദിക്റും കൊണ്ടെടുക്കുന്ന പോലെ ദിക്ർ കൊണ്ട് അതുവരെ കൊണ്ടെടുക്കുന്നില്ല. അതാണ് വേറെ രസം. ഇതിനൊക്കെ ഇത്രയും മഹത്വം ഉണ്ടായിട്ട് നമ്മൾ അതിനെ അത്ര പരിഗണിക്കുന്നില്ല. വേറൊരു കഥ ഇൻഷാ അല്ലാഹ് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഒമിൻഹു ജുല്ലഹും
പിന്നെ ഈ വാഗ്ദാനങ്ങൾപ്പെട്ടതാണ്. അഞ്ചുല്ലഹും യറാ വജ്ഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അവരെല്ലാവരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഖം കാണുന്നുള്ളത് അവർക്ക് നൽകിയ വാഗ്ദാനത്തിൽപ്പെട്ടതാണ്. ദുനിയാവിൽ തന്നെ കാണും റസൂലുള്ളാഹിയുടെ മുഖം, യഖ്ളത്തിൽ തന്നെ കാണും. തിജാനികൾ പലരും ചോദിക്കും, നമ്മൾ റസൂലുള്ളാഹിയുടെ മുഖം കാണുമോ, അത് നമുക്ക് കാണാൻ സാധിക്കുമോ? അതൊന്നും നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കേണ്ട ആവശ്യം തന്നെയില്ല. തിജാനികൾ എന്തായാലും മരിക്കുന്നതിന് മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖ്ളത്തിനെ കണ്ടിട്ട് മുഖം നേരിട്ട് കണ്ടിട്ടല്ല അതൊരു മരിക്കൂല. നമുക്കെന്താ വേറെ അതിനെപ്പറ്റി ഇനി വേറെ നോക്കേണ്ട ആവശ്യം എന്താ ഉള്ളത്? അതിനെപ്പറ്റി അന്വേഷിക്കേണ്ട ആവശ്യം എന്താ ഉള്ളത്? അത് ആ തിജാനികൾക്ക് കൊടുത്ത വാഗ്ദാനമാണ്. വമിൻഹും, അതുപോലെ തന്നെ തിജാനികൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത വാഗ്ദാനങ്ങൾ പെട്ടതാണ് അന്നഹു യുനസ്സിലുഹുമുല്ലാഹു ഫീ മഖാമി ശൈഖിഹിം അല്ലദീൻ തഖല മിൻഹു. ഷെയ്ഖ് റളിയല്ലാഹു അൻഹു, സയ്യിദ്നാ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ ഒരു മഖാമിൽ നിന്ന് മാറി മറ്റൊരു മഖാമിലേക്ക് പോയാൽ ഫകുല്ലമാ ഇൻതഖല മിൻ മഖാമി ഇല്ലാ വരിസഹു ജമിയ അസ്ഹാബി, ആ മാറിയ മഖാമുണ്ടല്ലോ ആ മഖാമിലേക്ക് മറ്റ് അവിടുത്തെ അനുചരന്മാർക്കൊക്കെ പ്രവേശിക്കാൻ സാധിക്കും. ഇപ്പോൾ മറ്റ് ശൈഖന്മാർക്കൊന്നും, ഇപ്പോൾ അവരെ ശൈഖന്മാരിങ്ങനെ കടന്നു പോയ മാർഗത്തിലൂടെ ശിഷ്യന്മാർക്ക് കടന്നു പോകാൻ പറ്റണമെന്നില്ല, പലർക്കും പറ്റൂല. എന്നാൽ സയ്യിദ്നാ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ കടന്നു പോയ മഖാമിലേക്കൊക്കെ പിന്നെ ബാക്കിയുള്ളവർക്കും കടക്കാനുള്ള അനുമതി കൊടുത്തിട്ടുണ്ട്. ഓരോരു മക്കാമ് കഴിഞ്ഞ് അടുത്തൊരു മക്കാമിലേക്ക് പ്രവേശിച്ചാൽ ആ കഴിഞ്ഞ മക്കാമ് ഏതാണോ ആ മക്കാമിലേക്ക് തിജാനികൾക്കൊക്കെ പ്രവേശിക്കാൻ പറ്റും. വയോഹുദൂന സവാബ മക്കാമിഹി ലിക്കുല്ലി വാഹിദി മിൻഹുമിൽ ഫദൽ, അത് അള്ളാഹുവിൻ്റെ ഫദൽ കൊണ്ട് ആ മക്കാമുകളിലൊക്കെ എന്തൊക്കെ പ്രതിഫലം ഉണ്ടോ ആ പ്രതിഫലമൊക്കെ അള്ളാഹു നൽകുകയും ചെയ്തു. അമിൻഹും, അതിൽപ്പെട്ടതാണ്, അതായത് അള്ളാഹു സയ്യിദുൽ വജൂദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സയ്യിദ്നാ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു തങ്ങൾക്ക് കൊടുത്ത മഹത്വങ്ങളിൽപ്പെട്ടതാണ്, അവർക്ക് കൊടുത്ത ഉറപ്പിൽപ്പെട്ടതാണ് അന്നല്ലാഹു ഹഫിളഹു മിനൽ ഫിത്നയിൽ നിന്ന് അവരെ കാക്കുന്നുള്ളത്. ഈ തിജാനികളൊന്നും, യഥാർത്ഥ തിജാനികൾക്കൊന്നും ഒരു ഫിത്നയും ബാധിക്കില്ല. ഫിത്നയിൽ നിന്ന് അവരെ കാക്കുന്നുള്ളത് അവർക്ക് നൽകപ്പെട്ട വാഗ്ദാനങ്ങളിൽപ്പെട്ടതാണ്. വൈന ഔലമിഹ ദജ്ജാൽ, അതിൽ ഏറ്റവും വലിയ ഫിത്ന എന്താ? ദജ്ജാൽ. അപ്പോൾ നമ്മൾക്ക് വിചാരിക്കൂലേ പിന്നെ ഇദ്ദേഹം ഇയാൾ വന്നുകൊണ്ട് ഫിത്നാവോ മറ്റേ പ്രശ്നമാവോ? അത് ഒന്നും സംഭവിക്കില്ല. തിജാനികളാണോ, യഥാർത്ഥ തിജാനികളാണോ, ഓർക്ക് ഒരു ഫിത്നയും ബാധിക്കില്ല എന്ന് റസൂലുള്ളാഹി ഉറപ്പ് നൽകിയതാണ്. നമ്മൾ അതിനെപ്പറ്റി ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. യഥാർത്ഥ തിജാനികളാണെങ്കിൽ ഒരു ഫിത്നയും ഉണ്ടാവില്ല. അതേപോലെ ആ ഫിത്നയിൽ വെച്ച് ഏറ്റവും വലിയ ഫിത്ന എന്താ? ആലമിഹ ദജ്ജാലുൻ, ദജ്ജാലിൻ്റെ ഫിത്നയാണ്. ഫലായത്തബിഉ അഹദു മിൻഹും, ഒരു തിജാനിയും ദജ്ജാലിനെ പിന്തുടരുന്ന തിജാനികൾ ഉണ്ടാവില്ല. അതാണ് അവർക്ക് കൊടുത്ത വാഗ്ദാനം. വമിൻഹും അന്നഹു ജഅലഹുമുല്ലാഹു ജുയൂഷൻ ലിൽ ഇമാമൽ മുൻതദൽ മഹദി, അതുപോലെ തിജാനികൾക്ക് കൊടുത്ത മഹത്വത്തിൽപ്പെട്ടതാണ് അവർ മഹദി ഇമാമിൻ്റെ സൈന്യത്തിൽ ഉൾപ്പെടുത്തപ്പെടുന്നുള്ളത്. ഫലായദുൽ വാഹിദു മിൻഹും, ഒരാളും തന്നെ അതിൽ നിന്ന് ഒഴിവാകൂല. അപ്പോൾ നമ്മളൊക്കെ ഇപ്പോൾ ദജ്ജാലിനെക്കുറിച്ചും മഹദീനെക്കുറിച്ചും ഖിയാമത്ത് ഭയങ്കര ചർച്ചയിലാണ്. അവർ അതാവോ എന്നൊക്കെ. നമ്മളതിനെപ്പറ്റി ചർച്ച ചെയ്യേണ്ട ആവശ്യം തന്നില്ല. കാരണം തിജാനികളെ തപ്പി വരും മഹദി. ഒരു തിജാനിയും മഹദി റളിയല്ലാഹു അൻഹു തങ്ങളുടെ സൈന്യത്തിൽ നിന്ന് ഒഴിവാവില്ല. മഹദി വന്നാൽ അവരുടെ സൈന്യത്തിൽ നിന്ന് ഒരു തിജാനി പോലും ഒഴിവാവില്ല. അങ്ങനെ തിജാനികളെ തപ്പി കണ്ടുപിടിച്ച് സൈന്യത്തിൽ ഉൾപ്പെടുത്തപ്പെടും. അതാണ് തിജാനികൾക്ക് അള്ളാഹു കൊടുത്ത മഹത്വം. അമിൻഹും, അതുപോലെ തന്നെ സയ്യിദുൽ വജൂദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സയ്യിദ്നാ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു തങ്ങൾക്ക് കൊടുത്ത മഹത്വത്തിൽപ്പെട്ടതാണ് ഹഫിദൂ മിൻ ഇഅ്തിഖാദിൽ ഫാസിദു ഫി തൗഹീദ്. അവർ തൗഹീദിൽ ഒരു ഫസാദും ഉണ്ടാവില്ല അവർക്ക്. അവർ തൗഹീദ് കറകളഞ്ഞ തൗഹീദായിരിക്കും. അമിൻഹും, അവർക്ക് കൊടുത്ത വാഗ്ദാനത്തിൽപ്പെട്ടതാണ് മഅ്ഫിറത്തു ജമീ സയ്യാത്ത്, അവരുടെ എല്ലാ തെറ്റുകളും പൊറുക്കപ്പെടുന്നുള്ളത്. ഖബായിറിഹ വസആയിഹിർഹ, അവരുടെ വലുതാവട്ടെ ചെറുതാവട്ടെ എല്ലാ തെറ്റുകളും പൊറുക്കപ്പെടുന്നുള്ളത്. ഇപ്പോൾ നമ്മൾ ഇദ്ദേഹം നല്ല തിജാനിയാണ്, മറ്റേ മോശം തിജാനിയാണ്, അയാൾ തെറ്റൊക്കെ ചെയ്യുന്ന തിജാനിയാണ്, ഇത് നല്ല തിജാനിയാണ് എന്നൊക്കെ വിചാരിച്ച് തിജാനികളെ മോശമാക്കാനും നന്നാക്കാനും നിൽക്കണ്ട. കാരണം അവർ എന്ത് തെറ്റ് ചെയ്താലും അവർ അള്ളാഹുവിൻ്റെ മക്കറിനെ സൂക്ഷിക്കുന്ന അവസ്ഥയിലാണെങ്കിൽ അള്ളാഹു അവരുടെ എല്ലാ തെറ്റും പുറത്തു കൊടുക്കും. അത് തെറ്റ് മുൻകഴിഞ്ഞതും ശേഷം വരുന്നതും മുഴുവൻ പുറത്തു കൊടുക്കും. ഇത് അള്ളാഹു എൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വാഗ്ദാനം ചെയ്തതാണ്. കബായിർഹ വസആയിർഹ, എല്ലാ തെറ്റുകളും വലുതാവട്ടെ ചെറുതാവട്ടെ ബിമഹദിൽ ഫദ്ൽ, അള്ളാഹിൻ്റെ ഫദ്ലുണ്ട്. അമിൻഹും, അതുപോലെ തന്നെ സയ്യിദുനാ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു തങ്ങൾക്ക് സയ്യിദുൽ വജൂദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകിയ വാഗ്ദാനങ്ങൾപ്പെട്ടതാണ് അന്നല്ലാഹു ഖതമ മഖാമഹും, അവരുടെ പിന്നെ തിജാനികളുടെ മക്കാമിനെ, തിജാനികളുടെ ആത്മീയമായ ആത്മീയമായ മക്കാമിനെ മറച്ചു വെച്ചു എന്നുള്ളത്. ഫലായദ്ദ ഈ അഹദും മിൻഹും ദഅവ, അതുകൊണ്ട് തന്നെ ഒരു തിജാനിയും അവകാശവാദങ്ങളുമായിട്ട് വരില്ല. ഞാൻ എനിക്ക് ഇന്ന മക്കാമുള്ള ആളാണ്, ഞാൻ ഇങ്ങനെ മറഞ്ഞ വലിയാണ് എന്നൊന്നും പറഞ്ഞ് ഒരാളും വരില്ല. അവർക്ക് അവകാശവാദങ്ങളൊന്നും അവരുടെ രീതിയിൽപ്പെട്ടതല്ല. അങ്ങനെ അത് തിജാനികളുടെ പ്രത്യേകതയിൽപ്പെട്ടതാണ്. മാന്നവും ലഭിച്ചമായ എത്രത്തോളം തന്നാൽ മാന്നവും അവരാകുന്നതോടുകൂടി, അതായത്
അവർ അവകാശവാദങ്ങളൊന്നും ഉന്നയിക്കില്ല. പക്ഷേ അവരുടെ അവസ്ഥ എന്താ? മാന്നവും ലവിജ്തമത്ത് അക്കാബിറുൽ അഖ്താബ്, ഈ ഉമ്മത്തിൽ ഏറ്റവും വലിയ അഖ്താബീങ്ങളായ ആളുകൾ ഒരുമിച്ച് കൂടി, എന്നാൽ പോലും മാ വസനു ഷാറ വാഹിദ് മിൻഹും, അവരുടെ ഒരു മുടിൻ്റെ അടുത്ത് പോലും ആ ഒരുമിച്ച് കൂടി എല്ലാവരും എത്തൂല. അങ്ങനത്തെ ആളായിട്ട് പോലും അവരാരും എനിക്കിന്ന മക്കാമുണ്ട് എന്ന് പറയൂല. അതുപോലെ തന്നെ അവർ ഞാൻ ഇന്ന വലിയ മറിഞ്ഞ വലിയാണ്, ഞാൻ വലിയ ആളാണെന്നും ആളും മുകളിലും അവകാശവാദങ്ങൾ പറയാനും വരില്ല. അവർ ആ അവസ്ഥയിൽ ഇങ്ങനെ സാധാരണ ഒരു അടിമയായിട്ട് ഇങ്ങനെ ജീവിക്കും. പക്ഷേ അവരുടെ ആത്മീയമായ അവസ്ഥ എന്താണ്? ഈ ഉമ്മത്തിലെ കുത്തുബുകൾ മുഴുവൻ ഒരുമിച്ച് കൂടിയാലും ഈ മനുഷ്യൻ്റെ ഒരു രോമത്തിൻ്റെ അടുത്തേക്ക് പോലും എത്തൂല. അങ്ങനത്തെ മഹാന്മാരായ ആളുകൾ ഈ ത്വരീഖത്തിലുണ്ടാവും. വമിൻഹും, അതിൽ ഈ സയ്യിദുൽ വജൂദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സയ്യിദ്നാ ശൈഖ് റളിയല്ലാഹു തങ്ങൾ കൊടുത്ത വാഗ്ദാനങ്ങൾ പെട്ടതാണ് ദമാനഹു സല്ലല്ലാഹു അലൈഹി വസല്ലം തർബിയത്ത് ബി ത്വരീഖത്തി ഇലാ ഖിയാമസാ, ഖിയാമത്ത് നാൾ വരെ ഈ ത്വരീഖത്തിൽ തർബിയത്ത് ഉണ്ടാവും എന്നുള്ള അവസ്ഥ. ചില ആൾക്കാരൊക്കെ പറയും ഈ ത്വരീഖത്ത് തർബിയത്തില്ല, അതിങ്ങനെ ശൈഖിൻ്റെ പേരിലിങ്ങനെ നടക്കുന്ന ത്വരീഖത്ത്. അങ്ങനെയൊന്നുമല്ല, ഈ ത്വരീഖത്തിൽ തർബിയത്തും ഉണ്ട്. ആ തർബിയത്ത് മരണം വരെ ഉണ്ടാവും. അത് മരണം വരെയല്ല, പിന്നെ ഖിയാമത്ത് നാൾ വരെ ആ ദിവസം വരെ ഉണ്ടാവും. വാൻ അക്കല്ല മായക്കൂന ബി ത്വരീഖത്തിഹി മിനൽ മുറബ്ബീന അഹ്ലുൽ ഇർഷാദ് അല്ലദീന സമയഊന മിനൽ ഹദ്റത്തിൽ മുസ്തഫവിയ്യത്തി ഔ ഹദ്റത്തിൽ ഇലാഹിയ തിസ്അമിയത്തിൻ. അതിലേറ്റവും കുറഞ്ഞ എണ്ണം എന്ന് പറയുന്നത്, അതായത് മുറബ്ബിയായ ശൈഖന്മാരുടെ ഏറ്റവും കുറഞ്ഞ എണ്ണം എന്ന് പറയുന്നത്, അവർ അള്ളാഹുവിൽ നിന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ട് കേട്ടവരാണെങ്കിൽ അത്തരം ആളുകൾ, അതായത് അള്ളാഹുവിൽ നിന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേരിൽ കേൾക്കുന്ന, നേരിൽ ബന്ധമുള്ള ഏറ്റവും കുറഞ്ഞ ആളുകളുടെ എണ്ണം എന്ന് പറഞ്ഞത് 900 ഫിത്തുമിയാത്തി മിനൽ ഇൻസ്, അതിൽ 600 പേര് മനുഷ്യന്മാരിൽ നിന്നാണ്. സലാസുമിയാത്തി മിനൽ ജിന്ന്, അതുപോലെ തന്നെ 300 പേര് ജിന്നുകളിൽ നിന്നാണ്. വാന്നഹു സാഹിബ് ത്വരീഖ, കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിൻ്റെ സാഹിബ്. കാല സയ്യിദ്നാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ വിശ്വാസങ്ങൾ പറഞ്ഞു, സതഫ്തരിഖു ഹാദിഹി ത്വരീഖ, ഈ ത്വരീഖത്ത് വ്യത്യസ്തമായ വഴികളായി തിരിയും. ഇലാ അൽഫി ത്വരീഖത്തിൻ, ഈ ത്വരീഖത്തിൻ്റെ വഴികൾ എത്ര ഉണ്ടാവും എന്നറിയോ? അൽഫ് ത്വരീഖത്തിൻ, അത് 2 ദശലക്ഷം വഴികളായി, ചെറിയ വഴികളായി ത്വരീഖത്ത് ഇങ്ങനെ വേർപിരിയും. അതായത് ഇങ്ങനെ വേർപിരിഞ്ഞ് തല്ലൂടെന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. വ്യത്യസ്തമായ വഴികൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ വരും. ഓരോരുത്തരും രുചി വ്യത്യസ്തമായിരിക്കും. അങ്ങനത്തെ 2 ദശലക്ഷം വഴികൾ ഈ ത്വരീഖത്തിനുള്ളിൽ തന്നെ ഉണ്ടാവും. കുല്ലു ത്വരീഖത്തിൻ, അങ്ങനെയുള്ള ഓരോ വഴികളും സനഫറോ മിൻഹ തുറുക്കുൻ കസീറൻ, അതിൽ നിന്ന് വീണ്ടും ഒരുപാട് വഴികൾ പുറത്തു വരും. വകുല്ലുഹാ മിന്നി വ ഇലയ്യ, എല്ലാം എന്നിൽ നിന്നാണ്. സയ്യിദ്നാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ വിശ്വാസങ്ങൾ പറയാം, എല്ലാം എന്നിൽ നിന്നാണ്. വ ഇലയ്യ, എന്നിലേക്കാണ്. വകുല്ല ത്വരീഖത്തൻ ബി മുറബ്ബിൻ ലഹാ ഹാസുൻ, ഈ ഓരോ വഴിയിലും ഓരോ മുറബ്ബി ഉണ്ടാവും. വകുല്ലും മിൻ മശ്റബി വാഹിദി മിൻ വിർദിൽ ലാസിം, അവരെല്ലാവരും തിജാനിയത്തിൻ്റെ വിർദിൽ ലാസിമിൽ നിന്ന് കുടിക്കുന്നവരായിരിക്കും. എല്ലാവരും ഈ അവരുടെ പാനം നടത്തുന്നത്, അവരുടെ വഴി തിരഞ്ഞെടുക്കുന്നത് ഈ വിർദിൽ ലാസിമിൽ തന്നെ ആയിരിക്കും. വിർദിൽ ലാസിം വിട്ടൊരു കളിയില്ല. വിർദിൽ ലാസിം എന്നാണ് അവർക്ക് എല്ലാവർക്കും അതിൻ്റെ മശ്റബ് കിട്ടുന്നത്. അവർക്ക് ആത്മീയമായ പാനം അവർക്ക് കിട്ടുന്നത് ഈ വിർദിൽ ലാസിമിലാണ്. വലാ യദുറുഹു തഖാലുഫുഹു ഫിൽ അഹ്വാൽ അലൽ അഹ്വാൽ അംബിയ വിൽ മശായിഖ്, അവരുടെ അവസ്ഥകൾ, അവരുടെ ആത്മീയമായ അവസ്ഥകൾ പരസ്പരം ഏറ്റുമുട്ടുന്ന അവസ്ഥയിലാവില്ല. കാരണം അവർ അമ്പിയാക്കന്മാർ, മശായിഖന്മാരുടെ ആത്മീയമായ അവസ്ഥയിലായിരിക്കും. ഫമാമിൻ മുറബ്ബിൻ ഇല്ലാ വ ഖദമുഹു അല ഖദമി സ്വഹാബി, അപ്പോൾ ഈ ഒരു മുറബ്ബിയും ഈ ത്വരീഖത്തിലൊക്കെ എന്ന് ശാഖാപരമായി പോകുമെന്ന് പറഞ്ഞില്ലേ, ഈ ഓരോ ശാഖകളിലുള്ള ആ മുറബ്ബി പിന്നെ എന്താവില്ല, ഒരു സഹാബിൻ്റെ കാൽപാദങ്ങളിലായിട്ടല്ലാതെ ഉണ്ടാവില്ല, ഒക്കെ ഒരു സഹാബിൻ്റെ കാൽപാദത്തിലായിരിക്കും. കദമ സഹാബി അല കദമ നബി, ഓരോ സഹാബിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കദമിലാണ്, അവിടുത്തെ കാൽപാദത്തിലാണ്. ഫഅബ്ദുല്ലാഹ്, എല്ലാവരും അള്ളാഹിൻ്റെ അടിമകളാണ്. വല്ലാഹുൽ ഹംദു ഫി ത്വരീഖത്തി അല അൻഫാസിൽ അംബിയായി വൽ ഔലിയായി, ഔലിയാക്കന്മാരുടെയും ശ്വാസങ്ങൾക്കനുസരിച്ച് ഈ ത്വരീഖത്തിനെ സംവിധാനിച്ച അള്ളാഹുവിനാണ് സർവസ്തുതിയും.